നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ സുവിശേഷ മഹായോഗത്തിൻ്റെ ഈ ദിനത്തിൽ ദൈവജനത്തോടൊന്നിച്ച ജീവിക്കുന്ന ഏകസത്യദൈവമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ഈ ജംഗ്ഷനിൽ ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ ബഹുമാന്യരായ ദൈവഭൃത്യന്മാർ, പ്രത്യേകാൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത സഭാ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തൻ, 2002 ഞാൻ യേശുക്രിസ്തുവിനെ അറിഞ്ഞ ഏകദേശ ആ കാലം മുതൽ എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള കർത്താവിൻ്റെ ദാസൻ പ്രിയ ചാർലി പാസ്റ്റർ, അതോടൊപ്പം പ്രിയ ബാബു പാസ്റ്റർ, മറ്റ് ബഹുമാന്യ അഭിഷിക്തന്മാര്, ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന ദേശത്തിലെ ബഹുമാന്യരായ ദേശവാസികൾ, മനോഹരമായ ഗാനങ്ങളെ പാടി നമ്മെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊയർ ടീമിലെ പ്രിയ സഹോദരങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. എനിക്ക് ഈ കവലകളിൽ പരസ്യയോഗത്തിൽ യേശുക്രിസ്തുവിനെ അറിയാത്ത ഹൈന്ദവരായ, ഇസ്ലാമികളായ, മറ്റുവിധ പ്രിയപ്പെട്ടവരായ സഹോദരങ്ങളുടെ അടുക്കൽ കവലകളിൽ പ്രസംഗിച്ചാണ് കൂടുതൽ പരിചയം. അതുകൊണ്ട് തന്നെ ഈ ജംഗ്ഷനിൽ പുറത്ത് കുറച്ചുപേർ ഈ സന്ദേശം കേൾക്കുന്നു എന്നുള്ളത് എൻ്റെ ഹൃദയത്തിന് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഏകദേശം ഒരു പരസ്യയോഗത്തിന്റെ മൂഡിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് എങ്കിലും ദൈവമക്കൾ അകത്ത് അല്പം ഉള്ളതുകൊണ്ടും എല്ലാം കൂടെ ചേർത്ത് നിശ്ചിത സമയത്തിനുള്ളിൽ വാക്കുകൾക്ക് വിരാമം കുറിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എൻ്റെ സുഹൃത്തും സ്നേഹിതനും സഹോദരനുമായിരിക്കുന്ന ബ്രദർ ഡെന്നി, ഈ ദേശക്കാരനായിരിക്കുന്ന പ്രിയ സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭവനത്തിൽ വന്നാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വരുവാൻ തക്കണം ഇടയായത്. അങ്ങനെ എല്ലാ നിലയിലും ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനവും. പ്രത്യേകാൽ വളരെ ആത്മബന്ധം എനിക്കുള്ള തൂലിക ചാനലിലെ പ്രിയപ്പെട്ടവർ ഈ വീഡിയോ കവറേജ് ഇങ്ങനെ ചെയ്യുന്നു എന്നറിഞ്ഞതിൽ സന്തോഷിക്കുന്നു. അതിൻ്റെ നേതൃസ്ഥാനം വഹിക്കുന്ന പല പ്രിയപ്പെട്ടവരുമായും എനിക്ക് വളരെ ആത്മബന്ധമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ തിരുവഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വേദഭാഗം. മൈക്കിൽ കൂടെ ഈ പുറത്തുള്ള പ്രിയപ്പെട്ടവർ കൂടെ ഈ ശബ്ദം കേൾക്കുന്നുള്ളത് കൊണ്ട് വാക്യങ്ങളെല്ലാം മൈക്കിൽ കൂടെ വായിക്കുന്നത് കുറച്ചുകൂടി സന്തോഷമായിരിക്കും. ആയതുകൊണ്ട് വാക്യം പ്രവൃത്തി 1:11 മൈക്കിൽ കൂടെ വായിച്ച് സഹായിക്കും. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഞാൻ ഇപ്പം കരം ഉയർത്തി സ്തുതിച്ചേന്ന് പറയേണ്ട അവസ്ഥ വന്നിരിക്കുക. കാരണം അപ്പച്ചന്മാരുടെ കാലത്ത് യേശുക്രിസ്തു വരാറായെന്നൊരു വാക്ക് അവർ പറഞ്ഞാൽ പിന്നെ 10 മിനിറ്റത്തേക്ക് അവർക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ലായിരുന്നു. കാര്യം ഇരിക്കുന്ന ജനം ആത്മാവിലാകുന്ന ഒരു രംഗം കണ്ടാണ് ഞാൻ രക്ഷയിലേക്ക് വളർന്നു വന്ന കാലം. എന്നാൽ ഇന്നിപ്പോൾ യേശു വരുന്നെന്ന് പറഞ്ഞു കേട്ടിട്ട് ഇവിടെ അങ്ങ് ഒരു സ്തോത്രത്തിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ സ്തുതിക്കാൻ പറഞ്ഞത്. ഇപ്പം പിന്നെ സ്തോത്രവും സ്തുതിയൊക്കെ വരണമെങ്കിൽ കസേര എടുത്ത് അടിക്കണമെന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ഞാൻ അധികം പോകുന്നില്ല, ഇത് പൊതുവേദി ആയതുകൊണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷത്തോടെ കർത്താവിനൊന്ന് സ്തുതിക്കാം. ആര് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും, ആര് സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും, ആര് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും യേശു വരാൻ പോവുകയാണ്. ഞങ്ങളത് നീ വിശ്വസിച്ചില്ലേ, ഇവിടെ ഏതാണ്ടാ. നീ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും യേശു വേഗം വരാൻ പോവുക. അത് പറയാൻ ഏൽപ്പിച്ചത് ഷമീറിനെ അല്ല, പാരമ്പര്യം പറഞ്ഞ ക്രിസ്ത്യാനിയെ ഏൽപ്പിച്ചത്. പക്ഷെ ക്രിസ്ത്യാനിക്ക് ഇത് ഒക്കാത്തത് കൊണ്ട് ഇതിവിടം വെച്ചങ്ങ് അവസാനിപ്പിക്കാവുന്ന പരിപാടിയില്ല. നല്ല കാക്കാമാരെ ദൈവം ഇറക്കിക്കൊണ്ടിരിക്കുക. അതിലൊന്നാണ് ഇവിടെ നിൽക്കുന്നത്. പോരാത്തതിന് നാരായണനും കറിയായും മമ്മദൂട്ടിയും ഗോപാലകൃഷ്ണനും എല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുക പുസ്തകമായിട്ട്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇസ്ലാമിക കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയ ഷമീർ ഇവിടെ യേശുവിനെ പ്രസംഗിക്കാൻ നിൽക്കുന്നതെന്നും ഇതിൻ്റെ കാര്യകാരണ സഹിതം പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർപ്പിച്ച് വാക്കുകൾ അവസാനിപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ ചിന്തയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു ഗാനത്തിൻ്റെ വരികൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുക.
നമ്മുടെ കർത്താവിന് വിവിധമാകുന്ന പേരുകൾ വേദപുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. അന്ന് ആഴത്തിൽ പഠിച്ചാൽ 200-ലധികം പേരുകളാണ് യേശുക്രിസ്തുവിന് വേദപുസ്തകത്തിൽ നൽകപ്പെട്ട 200-ലധികം പേരുകൾ. അതിൽ ഒന്നാണ് യഹോവ റാഫ എന്ന് പറഞ്ഞാൽ എന്താ? സൗഖ്യമാക്കുന്ന ദൈവം എന്നാണ്. അപ്പോൾ സൗഖ്യദായകനായ യേശുക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുന്ന ഒരു ഗാനം. നമ്മൾ ഈ ഗാനം എന്ന് പറയുമ്പം ഇപ്പം ഈ കേൾക്കുന്ന ഗാനങ്ങളൊന്നുമല്ല. ഇപ്പം പണ്ടൊക്കെ നമ്മൾ ഈ അപ്പച്ചന്മാരുടെ പാട്ടൊക്കെ എന്ന് പറയുമ്പോൾ സൈമൺ സാറിൻ്റെ ഒക്കെ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നിടത്തിരുന്ന് സകല വേദനയും മറക്കുന്ന അനുഭവത്തിലുള്ള ആ പഴയ പാട്ടുകളാണ്. ഇപ്പം അതെല്ലാം എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഈ ഇടയ്ക്ക് ഒരുത്തൻ ആ പാസ്റ്റ് എടുത്ത് ആ പാട്ട് തുങ്കപ്രതാപമാർന്ന യോ യോ എന്നും പറഞ്ഞ് ഇറക്കിയേക്കുക. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിലെത്തിയത് കൊണ്ട് വല്ലാത്ത ഇപ്പം പാട്ടൊന്നും ഇവരൊക്കെ മനോഹരമായി നല്ല പാട്ട് പാടിയത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. സൗഖ്യദായകനേ ദേവ സ്തോത്രമങ്ങേക്ക്, ജീവദായകനേ നാഥ മഹത്വമങ്ങേക്ക്, കന്യാസൂനുവാം പവിത്രാത്മനെ തവ സാമീപ്യമോ എന്നിൽ അനന്താനന്ദം, കന്യാസൂനുവാം പവിത്രാത്മനെ തവ സാമീപ്യമോ എന്നിൽ അനന്താനന്ദം, ആനന്ദം നിത്യാനന്ദം പരമാനന്ദാത്മീയാമൃത ശ്രുതി മധുരം സൗഖ്യദായകനേ ദേവ സ്തോത്രമങ്ങേക്ക്, ജീവദായകനേ നാഥ മഹത്വമങ്ങേക്ക്. ആത്മീയ പാറയും കാരുണ്യ തീർത്ഥവും നിർമ്മലാരൂപിയും നീയല്ലോ നാഥ, ആത്മീയ പാറയും കാരുണ്യ തീർത്ഥവും നിർമ്മലാരൂപിയും നീയല്ലോ നാഥ, പരിശുദ്ധാത്മനേ ആ ആ ആ ആ ആ പരിശുദ്ധാത്മനാമാത്മ പ്രവാഹമേ, പരിശുദ്ധാത്മനാമാത്മ പ്രവാഹമേ, ഉലകിനായി സ്വന്ത ജീവനേകിയ ഉന്നത ശ്രേഷ്ഠ പുരോഹിത ഗുരുവരനെ സൗഖ്യദായകനേ ദേവ സ്തോത്രമങ്ങേക്ക്.
സന്താപം മുക്തിപ്രദായകനം സദ് കർമ്മപ്രചോദക സങ്കേതവും സന്താപം മുക്തിപ്രദായകനം സദ് കർമ്മപ്രചോദക സങ്കേതവും മേഘാരൂഢനെ മേഘാരൂഢ പ്രശോഭിത പരനെ മേഘാരൂഢ പ്രശോഭിത പരനെ മമ പാപശാപരോഗ ദുരിതകരനെ നമാമ്യഹം ജഗപാലക തിരുസുതനെ സൗഖ്യദായകനെ ദേവ സ്തോത്രമങ്ങേക്ക് ജീവദായകനെ നാദ മഹത്വമങ്ങേക്ക് കന്യാസൂനുവാം പവിത്രാത്മനെ തവ സാമീപ്യമോ എന്നിൽ അനന്താനന്ദം ആനന്ദം നിത്യാനന്ദം പരമാനന്ദാത്മീയാമൃത ശ്രുതി മധുരം സൗഖ്യദായക പദ പദ നിഗരിത സൗഖ്യദായക ഗരി സരി സനി സനി ദമ പദ നിഗരിത സൗഖ്യദായക പദ പമഗരി ദപമഗരി പമഗരി സരി ഗമ പ പദ പ ഗരി സാനിധ ഗരി സാനിധ പമഗരി സാനിധ പ രി സാനിധ പ രി സാനിധ പമഗരി സാനിധ പമ സാനിധ പമ സാനിധ പമഗരി സരി കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ പുറത്ത് കേട്ടോ എന്തോ എനിക്കറിയത്തില്ല. ഏതായാലും എനിക്ക് ഇവിടെ കേൾക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പാടിയത്. വായിച്ച കുറിവാക്യം ഒന്നുകൂടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 1:11. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ ഹല്ലേലൂയ. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്ന സമയം സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ ഇറങ്ങി വന്ന് സാക്ഷ്യപ്പെടുത്തിയ ഒരു വേദഭാഗം, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്താ? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. ഭയങ്കര പ്രത്യാശ. ഹല്ലേലൂയ. ഇവിടെ ഓർപ്പിച്ച പോലെ എൻ്റെ പേര് ഷമീർ എന്നാണ്. സ്വദേശം കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിൽ രണ്ടാംകൂറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് ജനിച്ച് വളർത്തപ്പെട്ടു. കായംകുളം രണ്ടാംകുറ്റിയല്ല, കൊല്ലം ടൗണിനടുത്ത് രണ്ടാംകുറ്റി, അവിടെ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് പാരമ്പര്യമായി ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ബാപ്പയും ഉമ്മയും 2 പെങ്ങന്മാരും വല്യുമ്മായും അടങ്ങുന്ന കുടുംബത്തിൽ നിന്ന് എൻ്റെ പിതാവ് ഒഴികെ എനിക്കും എൻ്റെ ഉമ്മായിക്കും 2 പെങ്ങന്മാർക്കും വല്യുമ്മായിക്കും അടക്കം 2/8/2002 ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ കർത്താവ് ഭാഗ്യം നൽകി. അതെങ്ങനെയാണോ ഇസ്ലാം ആയിരുന്ന നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാകുന്നത്? വാക്യം മറുപടി പറയുന്നു, അവനെ കൈക്കൊണ്ട അഥവാ യേശുവിനെ കൈക്കൊണ്ട അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന കറിയായിക്കും തോമായിക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തെന്നല്ല, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും
ദൈവത്തിന്റെ മക്കളായി തീരുവാൻ ദൈവം അധികാരം കൊടുത്തു. അതുകൊണ്ട് 2002 യേശുക്രിസ്തുവിനെ സ്വീകരിപ്പാൻ ഇടയായി. യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് കഴിഞ്ഞ 13 വർഷങ്ങളായി ഈ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ സാക്ഷിയായി തെരുക്കോണുകളിലും കവലകളിലും പരസ്യയോഗങ്ങളിലും കൺവെൻഷനുകളിലും ഒക്കെയായി വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളിൽ നിൽപ്പാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. അങ്ങനെ പോകുന്ന നീണ്ട യാത്രകളിൽ പലയിടത്തും അനവധി ചോദ്യങ്ങൾ ഞാൻ അഭിമുഖീകരിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ ചില ആഴ്ചയ്ക്ക് മുമ്പ് കണ്ണൂർ ജില്ലയിലായിരുന്നു. കണ്ണൂർ മലബാർ മേഖലകളിലൊക്കെ മിക്കവാറും പ്രസംഗിക്കാൻ പോകാറുണ്ട്. മലബാർ മേഖലകളിൽ പ്രസംഗിക്കുമ്പോൾ പൊതുവെ അവിടെ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. ഷമീറെ, നീ എന്തിന് ക്രിസ്ത്യാനിയായി? ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കുന്ന ചോദ്യം, എന്നാലും നിങ്ങൾ എന്തിനാ അപ്പം അങ്ങനെ പോയേ? അപ്പം അതാണ്. അപ്പം എന്തിനാണ് നീ ക്രിസ്ത്യാനിയായത്? ഒരു 90% പേരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് ക്രിസ്ത്യാനിയായത്? ചിലർ ചോദിക്കും, എന്നാലും മതമൊക്കെ മാറിയില്ലയോ? പേരുമൊക്കെ മാറ്റിയോ? അതിൻ്റെ മറുപടി പിന്നാലെ പറയാം. അപ്പോൾ ഒരു 90% പേരും അതാ ചോദിക്കുന്നത്. എന്നാൽ 10% പേര് ചോദിക്കുന്നത് അങ്ങനല്ല. പിന്നെയോ, ക്രിസ്ത്യാനിയായത് പോട്ടെ, എന്തായാലും പോയത് പോയി, ഈ കലവില പറയുന്നവരുടെ കൂട്ടത്തിൽ കൂടി എന്തിനാ? അതല്ലേ ചേച്ചി, ഇവിടെ എത്ര നല്ല പള്ളി ഉണ്ടായിരുന്നു, മാർബിള് കെട്ടിയ പള്ളി, ആരാധന കഴിഞ്ഞ് ആയിരങ്ങൾ ഇറങ്ങി വരുന്ന പള്ളി, മുറ്റത്ത് 10 കാറ് കിടക്കുന്ന പള്ളി, അവിടെ എങ്ങും പോകാതെ ഈ 30-40 പേരിരുന്ന് പുലുപുലു അടിക്കുന്നിടത്താണോ പോയത് എന്ന് ചിലർ ആക്ഷേപിച്ച് ചോദിക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം 20-30 ഒക്കെ പറയാൻ കാരണം പലരും പഠിച്ചു വച്ചിരിക്കുന്ന ആള് കൂടുന്നത് ആത്മീയമാണെന്ന്. ആള് കൂടുന്ന ആത്മീയമാണെങ്കിൽ ഇവിടെ വരേണ്ട കാര്യമില്ല, അടുത്ത ബിവറേജിലോട്ട് പോയാൽ മതി, നല്ല ക്യൂവാ. അപ്പം ആള് കൂടുന്നത് ആത്മീയമാണെന്ന് പഠിച്ചു വച്ചിരിക്കുന്ന പലർക്കും ആൾക്കൂട്ടമാണോ ദൈവം എന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങളുണ്ട്. അപ്പോൾ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകം പഠിച്ചാൽ ഏതു വിധത്തിലായാലും വേണ്ടിയില്ല, ആളുകൂടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവം വിശുദ്ധ വേദപുസ്തകത്തിലില്ല, ഉണ്ടെന്നില്ല. ഏത് വിധത്തിലായാലും വേണ്ടിയില്ല. ഈ ബ്രദറുകാരുടെ ഒരു പ്രസംഗനുണ്ടല്ലോ, തിരുവട്ടാ കൃഷ്ണൻകുട്ടി, അദ്ദേഹം പലപ്പോഴും പെന്തിക്കോസ് കൺവെൻഷനുകൾ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ കടപ്പ പലയിടത്തും വരുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഞാൻ കടമെടുക്കുക. അദ്ദേഹം പറയും, ഈ പെന്തിക്കോസുകാരുടെ പ്രസംഗിക്കുമ്പോൾ ഒരു ശവക്കോട്ടെ പ്രസംഗിക്കുന്ന ഫീൽ ഉണ്ടാകത്തില്ല. കാര്യം ഇടയ്ക്കിടയ്ക്ക് ഇവരിങ്ങനെ സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനും ശവക്കോട്ടയിലല്ലെന്നാണ് എൻ്റെയും ചിന്ത. സ്തോത്രം. ചിലർ പറയും, ഇങ്ങനൊക്കെ കൈ അടിക്കണോടെ, നാണമില്ലയോ? എന്തിനാ നാണിക്കുന്നത്? ഒരു ബന്ധവുമില്ലാത്ത ഒരുത്തൻ ഇവിടെ ഒരു ഗോൾ അടിക്കുമ്പോൾ, പല രാജ്യത്തും കിടന്ന് ഒരുത്തൻ ഒരു പന്തിൻ്റെ പുറകെ പോയി ഒരു ഗോൾ അടിക്കുമ്പോൾ യാതൊരു ബന്ധവുമില്ലാത്ത ഇവിടെ ഗുണ്ട് പൊട്ടിക്കുക. പല രാജ്യത്തും കിടന്ന് ഒരു സച്ചിൻ ടെണ്ടുൽക്കർ ഒരു 6 അടിച്ചാൽ ഇവിടെ കിടന്നുകൊണ്ട് എന്തൊക്കെയാ പൊട്ടിക്കുന്നത്? എന്നാൽ പിന്നെ ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നിടത്ത്, ദൈവമക്കൾ കൈയടിക്കുന്നിടത്ത് നാണിക്കാൻ എന്തുവാ? പിന്നെ അപ്പോൾ അതുകൊണ്ട് പലരും പറയുന്ന അപ്പോൾ ഇപ്പോൾ ആളെ കൂട്ടാൻ വേണ്ടി ഉപദേശത്തിൽ കത്രിക വെച്ച ആളെ കൂട്ടാൻ ഇപ്പോൾ ഉപദേശമാരും പാടുപെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരുടെ പുൾപ്പിറ്റിൽ ഇപ്പോൾ സകല അശുദ്ധന്മാരും കയറിക്കൊണ്ടിരിക്കുക. അധികം താമസിക്കാൻ, കാഹളം ധ്വനിക്കാൻ താമസമെങ്കിൽ സരിതാ നായരും ശാലു മേനോനും ഒക്കെ ഇവിടെ ഇരിക്കും, നമുക്ക് കാണാം. അതും കൂടെ കാണാം. കർത്താവ് വന്നില്ലെങ്കിൽ വരാതിരിക്കട്ടെ, സ്തോത്രം, കാണാം. അപ്പോൾ അതാ സംഗതി. അപ്പോൾ ആ നിലയിൽ ആ കാര്യങ്ങൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ചില പള്ളിക്കകത്ത് റിമി ടോമിയുടെ ഗാനമേളയൊക്കെ ഇപ്പോൾ പള്ളികളിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം ആൾ കൂടെ ഉണ്ടായോ. അപ്പം അങ്ങനെ പല നിലയിൽ അടിച്ചുകൊണ്ടിരിക്കുക. കാര്യം ഇതിൻ്റെ എല്ലാ ചിന്ത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കൃപയുള്ള പിള്ളേരൊന്നും പാടിയപ്പോൾ ആത്മാവൊന്നും ഇറങ്ങത്തില്ല. നിങ്ങൾ വേറെ ഒരു ജോലി നോക്കും. ഇപ്പോൾ ഈ ആത്മാവ് ഇറങ്ങണ സ്റ്റാർ സിംഗർ വരണം. അപ്പം അതുകൊണ്ട് ഇപ്പം ഏത് വിധത്തിലായാലും ആൾ കൂടിയാൽ മതിയെന്ന്. ആൾ കൂടുന്നത് ആത്മീയമായതുകൊണ്ടൊന്നും അല്ല ചാളെ കൂട്ടുന്നത്. പിന്നെ സഞ്ചിക്ക് തൂക്കം കിട്ടണ ആൾ കൂടണം. ഇവിടെ സഞ്ചി ഇല്ലാത്തത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. പിരിവ് നടത്താൻ പറ്റിയാന്ന് ആരും പറയത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഈ ആൾ കൂടുന്ന ആത്മീയമാണ് ചിന്തിക്കുന്നവരോട് 2 വാക്ക് പറഞ്ഞേച്ച് ഞാൻ ചിന്തയിലേക്ക് വരാം. ഉൽപ്പത്തി മുതൽ അങ്ങോട്ടൊന്ന് വേദപുസ്തകം പഠിക്കണം. ന്യായവിധിയാകുന്ന ജലപ്രളയം, ലോകത്തിലേക്ക് ഇറങ്ങി വരാൻ പോകുന്ന കൃപ ലഭിച്ച നോഹയ്ക്ക് അറിവ് ലഭിച്ചു. നോഹയൊക്കെ എല്ലാവർക്കും അറിയാം, സൺഡേ ക്ലാസ്സിലെ കുഞ്ഞിനും അറിയാം. ഇപ്പം നോഹ ഇറങ്ങിയെന്ന് പ്രസംഗിച്ചിട്ട് ഒരെണ്ണം പോലും പെട്ടത്തിൽ കയറിയില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കഥ, അവിടെ ഒന്നും ഞാൻ നിൽക്കുന്നില്ല. ഈ പെട്ടകത്തിനകത്ത് കയറിയത് വെറും 8 ഒറ്റയക്കം. 10 ആയെങ്കിൽ 2 അക്കമെങ്കിലും ആയന, നാണക്കേട്. ഒറ്റയക്കമേ കയറിയുള്ളൂ, ഈ ഒറ്റയക്കം. എന്നാൽ ജലപ്രളയമാകുന്ന ന്യായവിധിയിൽ ഒഴുകി ഒലിച്ചു പോയത് ഭൂരിപക്ഷം വരുന്ന ലക്ഷങ്ങൾ. ശരിയാണോ? ശരിയാ.
എന്നാ കേട്ടോണം, ഇവിടെ ഇരിക്കുന്ന വചനം അറിയാവുന്ന ദൈവമക്കൾ കേട്ടോണം. ന്യായവിധിയാകുന്ന ജലപ്രളയത്തിൽ അഴുകി ഒഴുകി ഒലിച്ചുപോയ ലക്ഷങ്ങളെ കുറിച്ചോർത്ത് തലേക്കില്ല. ആമേൻ. മറിച്ച് പ്രമാണത്തിൽ നിൽക്കാൻ മനസ്സുള്ള, പറഞ്ഞതനുസരിക്കാൻ മനസ്സുള്ള, പെട്ടകം ഉണ്ടാക്കടാന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ മനസ്സുള്ള, ഇറങ്ങി പ്രസംഗിക്കടാന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാൻ മനസ്സുള്ള, വെറും 8 ഒറ്റയക്കം. ആ 8 എണ്ണത്തെ ഓർത്ത് സന്തോഷിച്ച ദൈവത്തെയാണ് ഷമീർ വിശുദ്ധ വേദ പുസ്തകത്തിൽ കണ്ടത്. തീർന്നില്ല. പുറപ്പാട് പഠിക്കുക. ഇതൊന്ന് മാറ്റി വെച്ചാൽ പുറപ്പാട് പഠിക്കുക. പുറപ്പാട് പഠിച്ചാൽ യഹോവയുടെ അരുളപ്പാട് പ്രാപിക്കാൻ മലമുകളിൽ കയറിപ്പോയ മോശ ഒറ്റയ്ക്ക്. പക്ഷേ പുള്ളിയുടെ കയ്യിൽ എന്തുണ്ടെന്നറിയാമോ? ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ട്. അരുളപ്പാടും പ്രാപിച്ചുകൊണ്ട് മലയിറങ്ങി ഒറ്റയ്ക്ക് വരുന്ന മോശ കണ്ട രംഗം എന്തെന്നറിയാമോ? മലയുടെ അടിവാരത്ത് ഒരു ഭൂരിപക്ഷം ആൾക്കൂട്ടം അവിടെ അങ്ങ് തുള്ളി മറിയുക. ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ അവിടെ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടക്കുക. ആ വഴിയേ പോയേക്കരുത്. പ്രൈസ് ആൻഡ് വർഷിപ്പ് ഇപ്പം അങ്ങനെ ഒരു പരിപാടി ഇറങ്ങുക. പ്രൈസ് ഇപ്പം ആ പേരങ്ങ് മാറ്റി. ഞാൻ ഇങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ടായിരിക്കും പേര് മാറ്റി. ഇപ്പം നോൺ സ്റ്റോപ്പ് വർഷിപ്പ് എന്നാകെ. 24 മണിക്കൂർ നോൺ സ്റ്റോപ്പ്. തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരു ബോർഡ് കണ്ടു 101 മണിക്കൂർ. അയ്യോ, നിർത്തില്ലെന്ന്. 101 മണിക്കൂർ നിർത്താതെ ആത്മാവിനെ ഇറക്കുക. ആരാടാ കക്ഷി? അകത്തേക്കൊന്ന് തലയിട്ട് നോക്കിയപ്പോൾ 1.5 കിലോ മുടി അവൻ്റെ തലയിൽ. മുട്ടനാടിൻ്റെ താടി പോലൊരു കഷ്ണം ചുണ്ടത്ത്. ദോശക്കല്ലേ മാവ് വരത്തിയ പോലെ മുടി ഇച്ചിരി തലയിൽ. ഇതൊക്കെ വെച്ചിട്ട് ഇവൻ നിന്ന് ആത്മാവിനെ ഇറക്കുന്നത്. എങ്ങനെ ആത്മാവിന്? നിന്റെ രൂപവും ഭാവവും എന്നിലോ. യേശുവിൻ്റെ രൂപം ഭാവം ഇതായിരുന്നു. അല്ല, ബോധം വേണ്ടേ? അപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങ് ഇറക്കുക. അങ്ങ് പ്രൈസ് ഏതായാലും നോക്കണേ. പ്രമാണം വിട്ട് അവിടെ ആളുണ്ടല്ലോ. ആളുണ്ട് അവിടെ തുള്ളി മറിയുക. ഈ ആൾക്കൂട്ടത്തെ കണ്ട രോമാഞ്ചം കൊണ്ട ദൈവവും വിശുദ്ധ വേദ പുസ്തകത്തിലില്ല. മറിച്ച് യഹോവയുടെ കോപം ജ്വലിച്ചിട്ട് 3000 എണ്ണത്തെ അവിടെ സംഹരിച്ചു കളഞ്ഞു. തീർന്നില്ല. വീണ്ടും പഠിക്ക്. 400 ബാലിൻ്റെ പ്രവാചകന്മാർ, 450 അശേര, 850 ഭൂരിപക്ഷം ഒരു വശത്ത്, മറുവശത്ത് പ്രമാണത്തിൽ നിൽക്കുന്ന ഏലിയ ഒറ്റയ്ക്ക്. ഭൂരിപക്ഷം 850 എണ്ണത്തെ നോക്കിയല്ല, പ്രാർത്ഥിക്കുന്ന ഒരുത്തന് വേണ്ടി ആകാശം പിളർന്നു തീയിറക്കി. അവൻ്റെ ദൈവം ഞാനാടാന്ന് ജാതികൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത ജീവനുള്ള ദൈവം. തീർന്നില്ല. അഹശ്വേരോശ് രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ഹാമാനെ കുമ്പിടുന്ന ഭൂരിപക്ഷം കഴുത്തറുത്തിട്ടാലും അവനെ കുമ്പിടാൻ ഞങ്ങളെ കിട്ടത്തില്ലെന്ന് പറഞ്ഞ് പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന ന്യൂനപക്ഷം. ആ ന്യൂനപക്ഷത്തിന് വേണ്ടി ഒറ്റ രാത്രി കൊണ്ട് അധികാരി കുറക്കം കൊടുക്കാതെ, സ്വസ്ഥത കൊടുക്കാതെ ദൈവമക്കൾക്ക് വിരോധമായിരുന്ന രേഖ മാറ്റി എഴുതിച്ച ജീവനുള്ള ദൈവം. തീർന്നില്ല. ആമേൻ. നെബൂഖദ്നേസർ നിർത്തിയിരിക്കുന്ന ബിംബത്തെ വണങ്ങുന്ന ഭൂരിപക്ഷം കഴുത്തറുത്തിട്ടാലും നിന്റെ വിഗ്രഹത്തെ വണങ്ങാൻ ഞങ്ങളെ കിട്ടത്തില്ലടാന്ന് പറഞ്ഞ് പ്രമാണത്തിന് വേണ്ടി നിന്ന 3 ചെറുപ്പക്കാര് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിന് വേണ്ടി 4-മനായി തീച്ചൂളയ്ക്കകത്ത് ഇറങ്ങി വന്ന് ഭക്തന്മാരെ വിടുവിച്ച ജീവനുള്ള ദൈവം. അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ബൈബിളിൽ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ? പിന്നെന്താ ആരും ഒന്നും മിണ്ടാത്തെ? ഇവിടെ മിണ്ടാത്ത കാര്യമല്ല, ഈ അനീതിയൊക്കെ കാണുമ്പോൾ മിണ്ടാത്ത എന്താണെന്നാണ് ചോദിച്ചു. നിങ്ങൾ മിണ്ടരുത്, ഇനിയും മിണ്ടരുത്. പിന്നെ മിണ്ടുന്ന ഞങ്ങളെപ്പോലുള്ളവരെ ഒതുക്കാൻ അണ്ടർഗ്രൗണ്ട് പണി നടത്തിക്കൊണ്ടിരിക്കണം. അതാ ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. മിണ്ടണം, ആരും നടക്കട്ടെ. ശ്രദ്ധിച്ച് കേട്ടോണം. ഇവിടെ എങ്ങും ആൾക്കൂട്ടത്തിൽ പ്രസാദിച്ച ദൈവമില്ല. ഇനി പാസ്റ്ററേ, പഴയ നിയമം പറഞ്ഞ് ഞങ്ങളുടെ ഇട്ടോ വരട്ടരുത്. പുതിയ നിയമം പഠിക്കേ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച രംഗം യോഹന്നാൻ 6 കിടപ്പുണ്ട്. വീട്ടിൽ പോയി വായിച്ചാൽ മതി, വിഷയം അതല്ല. അതുകൊണ്ടാണ് മുഖവുര പറഞ്ഞ് വിടുക. 6-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. അവിടെ നോക്കി 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ട് യേശു പ്രാർത്ഥിക്കാൻ മലമുകളിൽ കയറിപ്പോയി. യേശുവിനെ തപ്പി നടക്കുക ഈ ജനം. കാണുന്നില്ല. തപ്പി മലയുടെ മുകളിൽ കൊണ്ടിട്ട് പിടിച്ചു. എന്നിട്ടൊരു ചോദ്യം, എവിടെ ആയിരുന്നു യേശുവേ? കർത്താവ് വിചാരിച്ച സ്നേഹം കൊണ്ടങ്ങാണ്ട് തിരക്കിയതായിരിക്കും. കർത്താവ് വെച്ച് എന്താ? ഞങ്ങൾ അന്വേഷിച്ചങ്ങ് എന്താ കാര്യം? അപ്പോൾ ഉടനെ പറയുക, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് മോശ മരുഭൂമിയിൽ അപ്പമൊക്കെ കൊടുത്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെ തുടരെ തന്നുകൊണ്ടിരിക്കാമെങ്കിൽ പുറകെ വരാമെന്ന്. അങ്ങനെ എത്ര എണ്ണം പെന്തിക്കോസി ഇറങ്ങിയിട്ടുണ്ട്? അപ്പം കിട്ടും, എന്താണ്ട് വിടുതൽ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഇതൊന്നും കിട്ടാതെ വരും പറയും, അവിടെ 2 വർഷം തുള്ളിയുടെ വിടുതലൊന്നുമില്ല. അതുകൊണ്ട് അടുത്തടുത്ത് ഇങ്ങനെ മരം കൊത്തി നടക്കുക. എവിടെ ഉറക്കത്തില്ല. ഇന്ന് വരെ ഒരു വീട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല മരം കൊത്തി. ഇതുപോലെ
ഇങ്ങനെ കൊത്തി നടക്കുക കുറേ എണ്ണം. പോകുന്ന സഭകളെല്ലാം മുടിച്ചിട്ടേ പോത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറേ എണ്ണം ചാടി നടപ്പുണ്ട്. ആമേ, ഇതൊക്കെ വീട് കണ്ടു വിട്ടാത്ത ഐറ്റങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് സംഗതി ഇതാണ്. നോക്കേ, അവിടെ ഇവർ പറയുക അപ്പം തന്നു. കർത്താവിന് മനസ്സിലായി ഇത് അപ്പം തിന്നാൻ ഇറങ്ങിയ വകുപ്പാണ്. കർത്താവ് റൂട്ട് അങ്ങ് മാറ്റിപ്പിടിച്ചു. കർത്താവ് ഉപദേശം പറയാൻ തുടങ്ങി. കേട്ടോണം, ഉപദേശം. കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഭൗതികമായ അപ്പം അന്വേഷിക്കുന്നു, ഞാനോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാണ് എന്ന് പറഞ്ഞ് ഉപദേശം അങ്ങോട്ട് പറഞ്ഞു. ആകാശത്തിലെ പറവകൾക്ക് കൂടും, കുറുനരിക്ക് കുഴിയും, എൻ്റെ പിറകെ ഇറങ്ങുന്നവനെ കിടക്കാനിടവില്ല. തിരിഞ്ഞു നോക്കി, 5000 എല്ലാം പോയി 50. വീണ്ടും കർത്താവ് പറഞ്ഞു, എൻ്റെ നിമിത്തം, സുവിശേഷം നിമിത്തം അപ്പനെയോ അമ്മയോ വീടോ വസ്തുവോ നിലങ്ങളോ മക്കളോ എന്തിന് സ്വന്തം പ്രാണനെ കൂടെ പകയ്ക്കാതിരിക്കുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ, എൻ്റെ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. പറഞ്ഞു തീർന്നു. തിരിഞ്ഞു നോക്കി, മിച്ചം 12. ഇതൊന്നും ആരും കണ്ടു കാണത്തില്ല. കാര്യം ഇതൊന്നും ആരും പ്രസംഗിക്കാറില്ലല്ലോ. രക്തസ്രാവക്കാരിക്ക് രക്തം പോയത് നയിൻ്റെ പട്ടണത്തിൽ കൊച്ചിനെ ഉയർപ്പിച്ച നമ്മുടെ കർത്താവ് എത്ര നല്ലവൻ, ദയനീയൻ, വിശ്വസ്തൻ, മഹത്വമുള്ളവൻ. ആമേ. ഇതല്ല, അതിൻ്റെ അപ്പുറത്തൊന്നും ആരും പ്രസംഗിക്കത്തില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കൂടെ ഇടയ്ക്ക് പ്രസംഗിക്കണം. കാര്യം തിരിച്ചു നോക്കിയപ്പോൾ മിച്ചം 12 ഉള്ളൂ. 12. ഒരു ഭാവന പറയാൻ പോവാം. ഭാവനയാ, വേണമെങ്കിൽ എടുത്താൽ മതി, വേണ്ട കളഞ്ഞ ഭാവനയല്ലയോ. നോക്കണം, ചിന്ത. ആമേ. കർത്താവ് തിരിഞ്ഞു നോക്കി, മിച്ചം 12. കർത്താവ് ചോദിക്കുക, ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? 5000-ഓളം ഉണ്ടായിരുന്നു, എന്ത് ചെയ്യും? ശിഷ്യന്മാർ പറയാം, പോയാ എന്ത് പോയേ? പിന്നെ ഒരു മര്യാദയ്ക്കൊക്കെ പറയണ്ടേ? പിന്നെ അപ്പനെ വിടണം, അമ്മയെ വിടണം, വീട് വിടണം, വസ്തു വിടണം, സഹോദരങ്ങൾ വിടണം. ഈ വസ്തുവൊക്കെ ഉണ്ടാക്കാൻ പെട്ട പാട് എത്ര പേരുടെ സർവേക്കൽ വലിച്ചുണ്ടാക്കിയാണെന്നറിയോ? ഇതൊക്കെ നിങ്ങളങ്ങ് വിടണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാണ് പറയാം. ഇത് വിടുന്ന എങ്ങനെ? പിന്നെ സഹോദരങ്ങൾ വിടുന്ന കാര്യം. കൊച്ചിന് ഫീസ് കൊടുക്കുന്ന കുഞ്ഞമ്മയാണ്. നിങ്ങൾ പറയുന്നത് കേട്ട് തുള്ളാൻ ഇറങ്ങി കുഞ്ഞമ്മ വിട്ട് കളഞ്ഞാൽ കൊച്ചിന് ആര് ഫീസ് കൊടുക്കും? അതുകൊണ്ട് ഒരു മര്യാദയ്ക്കൊക്കെ പറ. ആരോടാ? യേശുവിനോട്. അല്ലേലൂയ. കേൾക്കുന്നുണ്ട്? നിങ്ങൾ പറയാം അപ്പനെ വിടണം, അമ്മയെ വിടണം, സഹോദരങ്ങളെ. അതുകൊണ്ട് ഇത് കഠിന വാക്കെന്നും പറഞ്ഞാൽ അവർ പോയത്. ഇത്രയും കഠിനമായിട്ടൊക്കെ പറയണം ഉപദേശി. ചുരുടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറ, അങ്ങനെയാണ് ഞങ്ങൾ വരാം. ഇതാ പലരും എന്നോടും പറയുന്നത്. എനിക്കത് പറയാനോട്ട് അറിയത്തു. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ രംഗം അങ്ങ് മാറുക. എത്രയോ സ്ഥലത്ത് പറയേണ്ടെന്ന് വിചാരിച്ചിരുന്ന കയറി കഴിയുമ്പോൾ പിന്നെ അങ്ങ് പറഞ്ഞു പോകും. പറയാതിരിക്കാൻ ഒക്കത്തില്ല. അപ്പം അതുകൊണ്ട് കഠിന ഉപദേശമൊന്നും പറഞ്ഞ് പലരും ഇത് വിട്ടേച്ചങ്ങ് പോയി. കുഞ്ഞേ, ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വകുപ്പാ. ചിലതിന് വിടാൻ കഴിയത്തില്ലെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യനായിരിക്കാൻ ഒക്കത്തില്ല. അതിനൊക്കെങ്കിൽ ഈ വകുപ്പിന് ഇറങ്ങിയാൽ മതി. അല്ലെ വല്ല തൊഴിലുറപ്പിനും പോകണം. ഇതിനകത്ത് കയറി കിടന്ന് മെനക്കേടുണ്ടാക്കാതെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാ സംഗതി. അപ്പോൾ അതുകൊണ്ട് നോക്കേ, ഈ ഇവിടെ എങ്ങും പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒന്നും ആളെ കൂട്ടുന്ന വകുപ്പ് യേശുവിനും ഇല്ലായിരുന്നു. അപ്പം ഞാനെങ്ങാണ് ഈ യേശുവിൻ്റെ സ്ഥാനത്ത് ഞാനോ ഞങ്ങൾ ചാർലി പാർഷോ ഞങ്ങൾ ഈ ദൈവദാസന്മാർ ഞങ്ങൾ ആരെങ്കിലും ആയിരുന്നു എന്ത് പറയുന്നറിയാമോ? പോട്ടെ, എന്തായാലും ഞാൻ പറഞ്ഞും പോയി, എല്ലാവരും പോവുകയും ചെയ്തു. നിങ്ങളെങ്കിലും പോകല്ലേ? ഏതായാലും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു ബിൽഡിംഗ് കൊടുത്ത് വാടകയും കൊടുത്ത് എല്ലാം ഒരു കാര്യം ചെയ്യും. അച്ഛനെ ഞാൻ സെക്രട്ടറി ആക്കാം, അച്ഛനെ ട്രഷററും ആക്കാം. നമുക്കുള്ളത് കൊണ്ട് തട്ടിപ്പൊത്തി പോവാച്ചാ നില്ലേ. ഇതേ ഞങ്ങൾ പറയത്തുള്ളൂ. കർത്താവ് ചോദിച്ച ചോദ്യം, ക്രിസ്ത്യാനി ബൈബിൾ അറിയാവുന്നതുകൊണ്ട് തുറന്ന് വായിക്കേ. കർത്താവ് തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്കും പോകാൻ മനസ്സില്ലയോ? പൊക്കോളാൻ. ഇങ്ങോട്ട് കൂട്ടാനുള്ള വകുപ്പൊന്നും ഇവിടെ ഇല്ല. ചിലർ പറയുന്ന ബെന്തിക്കോസുകാർ ആളെ കൂട്ടും. അത് ഇവിടെ ആരും കൂട്ടാനൊന്നുമില്ല. പറയാൻ ഏൽപ്പിച്ചത് കർത്താവാണ്. അതുകൊണ്ട് പറഞ്ഞിരിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിനക്ക് വേണം നീ ഗുണപ്പെടും, അല്ലെ നീ പോയി കിടന്ന് അനുഭവിക്കും. ഇവിടെ ആർക്ക് ഗുണം? അതുകൊണ്ട് ഇവിടെ ഒന്നും വിഷയമൊന്നുമില്ല. ഇവിടെ ആരും പിടിച്ചു വലിച്ച് കെട്ടി വലിച്ചൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഷമീറിനെ ആരും പിടിച്ചു വലിച്ച് ഇതിനകത്ത് കൊണ്ട് നിർത്തിയതല്ല. ആരും മതം മാറ്റിയിട്ടുമില്ല, പേര് മാറ്റിയിട്ടു. അത് ഞാൻ പിന്നാലെ മറുപടി പറയാം. അപ്പോൾ ആൾ കൂടിയാൽ പ്രസാദിക്കുന്ന ദൈവമൊന്നും വിശുദ്ധ വേദപുസ്തകത്തിലില്ല. പ്രമാണത്തിനനുസരിച്ച് മര്യാദയ്ക്ക് ജീവിക്കാൻ വകുപ്പുണ്ടോ? ഇതിനകത്തോട്ട് വാ, അല്ലെങ്കിൽ വേറെ വല്ല പണിക്കും പൊക്കോ. ഉള്ളത് 5 എണ്ണം മതി. ഈ ഇടയ്ക്ക് ഈ ദുരുപദേശത്തിനെതിരെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഈ ഇടയ്ക്ക് ഒരുത്തൻ എന്നോട് മെസ്സേജ് അയച്ചു. ഇങ്ങനെ ഫേസ്ബുക്കിൽ ചോദിക്കുക, നിങ്ങൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് കിടക്കും, നിങ്ങളുടെ ചർച്ച എത്ര ഉണ്ട്? ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ചർച്ച 50-60. അത്രയല്ലേ ഉള്ളൂ. ഞങ്ങളുടെ വന്ന് നോക്കാം, ആയിരങ്ങൾ വന്നു മറിയുക. നോക്ക്, ഞാൻ പറയടാ, ലഗ്യോൻ 6000 ഉണ്ടായിരുന്നു, പോടാന്ന് പറഞ്ഞു. മനസ്സിലായോ? ലഗ്യോൻ 6000 ഉണ്ട്. ഇവിടെ 12 ഉള്ളു ശിഷ്യന്മാർ. മതി, ശിഷ്യരാണല്ലോ. അപ്പോൾ അതാ കാര്യം. അപ്പോൾ അതുകൊണ്ട് വിഷയം അവിടെ കിടക്കട്ടെ. ആമേ. ഇവിടുത്തെ വിഷയം ആൾക്കൂട്ടമല്ല. പിന്നെ ഷമീറെ, നീ പേര് മാറിയോ മതം മാറിയോ? എന്നെ കേൾക്കുന്ന ബഹുമാന്യ ദേശവാസിയായ സഹോദരങ്ങളെ, മതം മാറരുത്, പേരും മാറരുത്. കാരണം ഇത് മതം മാറ്റുന്ന സന്ദേശം അല്ല. അതിൻ്റെ ഒന്നാമത്തെ കാരണം, ഈ വേദപുസ്തകമാകുന്ന ബൈബിൾ ഷമീർ എന്ന ഞാൻ ഇഷ്ടപ്പെടാൻ ഒന്നാമത്തെ കാരണം, ഇതൊരു മതഗ്രന്ഥമല്ല. ഇത് മതഗ്രന്ഥമല്ലേ അല്ല. ആണെന്ന് തെളിയിക്കാൻ തൻ്റെ ഇടമുള്ളവർക്ക് സ്റ്റേജിൽ കയറി വരാം. ഈ പുസ്തകം മതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. കാരണം ക്രിസ്തു മതം എന്ന് പറഞ്ഞൊരു മതമില്ല. യേശു ക്രിസ്തു മതത്തിനെതിരായി സംസാരിച്ച വ്യക്തിയാണ്. ഇത് മതഗ്രന്ഥമല്ല. അതുകൊണ്ട് ഇവിടുത്തെ നോട്ടീസിൽ മതപ്രസംഗമെന്ന് വെച്ചിട്ടില്ല, മതപ്രഭാഷണ പരമ്പരയെന്ന് വെച്ചിട്ടില്ല. ഇത് സുവിശേഷ യോഗമാണ്. കാരണം ഇത് മതപ്രസംഗമല്ല. കാരണം ക്രിസ്തു മതം എന്ന് പറഞ്ഞൊരു മതമില്ല. 13 വർഷമായി ഇയാൾ ഇങ്ങോട്ട് വന്നിട്ടില്ലയോടോ ഉപദേശി? വർഷങ്ങളായി ക്രിസ്തുമതത്തെക്കുറിച്ച് കണ്ടും കേട്ടു ഇരിക്കുന്ന ഞങ്ങളോട് ഷമീർ കൊല്ലം എന്ന് പറയുന്നു ക്രിസ്തു മതം ഇല്ലെന്ന്. കണ്ടതും കേട്ടതും എല്ലാം ശരിയാവണമെന്നുണ്ടോ അപ്പച്ച? ശരിയല്ല. കാരണം
കൊട്ടാരക്കരയും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്ന MC റോഡിൽ ആയൂർ കഴിഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, ചിലർക്കൊക്കെ അറിയാം, ചടയമംഗലം അല്ലേ? ചടയമംഗലം അറിയാവുന്നവരുണ്ടോ? കൈ ഒന്ന് പൊക്കി പിടിച്ച്. ഉണ്ട്, എല്ലാവരും ആ വഴി പോകുന്നേ ഇല്ലയോ? ചടയമംഗലം. അപ്പം ഞാൻ ഈ മൈക്കിൽ കൂടെ വിളിച്ചു പറയുക ഈ രാത്രി, ചടയമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലം കൊട്ടാരക്കര തിരുവനന്തപുരം MC റോഡിൽ ഇല്ല. അപ്പോൾ ചിലർ പറയും, ഇവൻ എന്തോ കുഴപ്പമുള്ള ആളുടെ മരുന്ന് കണ്ട് കഴിക്കാൻ മറന്ന് വന്നയാന്ന് പറയും. മരുന്നിനൊന്നും കുഴപ്പമൊന്നുമില്ല. വാസ്തവത്തിൽ ആ സ്ഥലത്തിന് റെക്കോർഡിക്കലി ഒരു പേരുണ്ട്, അത് ചടയമംഗലം എന്നല്ല, ജടായു മംഗലം. വർഷങ്ങളായി നാട്ടുകാർ പറഞ്ഞപ്പോൾ എന്തായി? ചടയമംഗലമായി. ഷമീർ ഒരുത്തം വിചാരിച്ചാലൊന്നും തിരുത്താൻ പറ്റുന്ന കാര്യമല്ലത്. എന്തിനാ? ബസ്സിനകത്ത് 2 ബെല്ലടിച്ച് വണ്ടി പോട്ടെ എന്ന് പറഞ്ഞു വിടുന്ന ആളിനെ നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട്, കിളി. സത്യത്തിൽ കിളി എന്ന് പറഞ്ഞൊരു പോസ്റ്റേ ഇല്ല, ക്ലീനർ എന്നാണ് ആ പോസ്റ്റിൻ്റെ പേര്. വർഷങ്ങളായി പറഞ്ഞ് കിളി പിന്നെ കിളിയായി. എന്തിനാ അധികം പറയുന്നത്? സഹോദരിമാർ പറയുന്നൊരു ഡയലോഗുണ്ട്, ചേട്ടാ മാർക്കറ്റിൽ നിന്ന് വരുമ്പോൾ ഇച്ചിരി കരിയാപ്പില മേടിക്കാൻ മറക്കരുത് കേട്ടോ. കരിയാപ്പില എന്ന് പറഞ്ഞൊരലേ ഇല്ല, കറിക്കിടുന്ന വേപ്പില അഥവാ കറിവേപ്പില. എന്നാ പറഞ്ഞത് കരിയാപ്പിലയായി. തിരുത്താനൊക്കത്തില്ല. പറഞ്ഞതിൻ്റെ താല്പര്യം, ക്രിസ്തു മതമല്ല ശരി, ക്രിസ്തു മാർഗമാണ് ശരി. ക്രിസ്തുമാർഗം പറഞ്ഞ് ആരെങ്കിലും ക്രിസ്തുമതത്തിലാക്കി വെച്ചെങ്കിൽ ഞങ്ങൾ ഉപദേശമാർ വിചാരിച്ചാൽ തിരുത്താവുന്നതിനപ്പുറത്ത് കടന്നുപോയി രംഗം. തിരുത്താൻ പറ്റത്തില്ല. ഇത് മതപ്രസംഗമല്ല. 1. 2, പേര് മാറിയിട്ട് വല്ല കാര്യമുണ്ടോ? മതം മാറിയിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കാരണം നമ്മുടെ നാട്ടുമ്പുറത്ത് സാധാരണഗതി ഈ പറമ്പിലൊക്കെ കാണുന്ന ഒരു തരം ചെടിയുണ്ട്. ആ ചെടിയെ നമ്മൾ കൊല്ലത്തുകാർ വിളിക്കുന്ന പേര് ചൊറിയണമെന്നാ. ചൊറിയണം. കാര്യം അതിൻ്റെ സ്വഭാവം അങ്ങനെ, അത് മേത്ത് കെട്ടിയാൽ ചൊറിയും, അതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നത്. ഈ ചൊറിയണത്തെ പറമ്പിൽ നിന്നെടുത്ത് വീട്ടിൻ്റെ ഫ്രണ്ട് കോളിലെ ഷോക്കേഷിൽ കൊണ്ടുവച്ചാലും ചൊറിയണം എന്ത് ചെയ്യും? ചൊറിയും. കാരണം സ്വഭാവത്തിന് മാറ്റം വന്നില്ല, ചൊറിയും. ഒരു കാര്യം ചെയ്യാം, ഒരു സ്റ്റിക്കറിനകത്ത് പേര് മാറ്റി മണിക്കുട്ടി എന്ന് എഴുതി ഒട്ടിക്കുക അതിൻ്റെ ഇലയ്ക്കകത്ത്. എന്നാലും ചൊറിയണം എന്ത് ചെയ്യും? ചൊറിയും. അപ്പം സ്ഥലം സ്വഭാവം മാറിയില്ലേ ചൊറിയും. പറഞ്ഞതിൻ്റെ താല്പര്യം, ഡെയിലി ഒരു കുപ്പി അടിക്കുന്ന നാരായണനെ പിടിച്ച് ബെന്തിക്കോസുകാർ വെള്ളത്തിൽ മുക്കി കറിയായാക്കി. നാരായണനായിരുന്നപ്പോഴും ഒരു കുപ്പി അടിക്കും, കറിയായപ്പോഴും ഒരു കുപ്പി അടിക്കും. മാറിയിട്ടെന്ത് കാര്യം? അതുകൊണ്ട് പേരല്ല മാറേണ്ടത്, മതമല്ല മാറേണ്ടത്. ഇന്ന് രാത്രിയിൽ നിന്റെ സ്വഭാവത്തിന് മാറ്റം വരണം, അഥവാ മാനസാന്തരം വരണം. സ്വഭാവത്തിന് മാറ്റം വരുത്തുന്ന സന്ദേശം ലോകത്തിൽ ഒന്നേ ഉള്ളൂ. അതാണ് അഭിമാനത്തോടെ ഷമീർ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ സുവിശേഷം. മഹാനായ ശ്രീ നാരായണ ഗുരുദേവൻ പറഞ്ഞ മഹത്വകരമായ ഒരു വചനം ഞാനൊന്ന് കടമെടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, മതം ഏതായാലും വേണ്ടില്ല, മനുഷ്യൻ നന്നാ. എത്ര നല്ല വാക്കാന്ന് നോക്കിയേ. നല്ലത് ആര് പറഞ്ഞാലും അംഗീകരിക്കണം. ആ മഹാനായ ഗുരുദേവൻ പറഞ്ഞ നല്ല വാക്ക്, മതവേദോ ആയിക്കോട്ടെടാ, നീ ഒന്ന് ഗുണപ്പെട്ട് കണ്ടാൽ മതിയെന്ന്, മനുഷ്യൻ നന്നായാൽ മതിയെന്ന്. പക്ഷേ ആ ഗുരുവിൻ്റെ ആഗ്രഹം ഒന്ന് സാധിപ്പിച്ചു കൊടുക്കാൻ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് പോലും കഴിഞ്ഞിട്ടില്ലല്ലോ. അതെങ്ങനെ കഴിയോടെ ഉപദേശിക്കും? മനുഷ്യനെ നന്നാക്കുന്ന ഉപകരണം വല്ലതും കണ്ടുപിടിച്ചോ ആരെങ്കിലും? എങ്കിൽ ഒരെണ്ണം ഞങ്ങൾ കൂടെ കൊണ്ടുതാ, ഞങ്ങൾ നന്നാക്കി ഗുരുവിൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ സാധിപ്പിക്കണ്ട, ഗുരുവിൻ്റെ ആഗ്രഹം ഞങ്ങൾ സാധിപ്പിച്ചോളാം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഇന്നും നന്നാക്കിക്കൊണ്ട് ജയിലിനകത്ത് പോലും കടന്നു ചെന്ന് കൊലപാതകികളെ പോലും മനുഷ്യ സ്നേഹിയാക്കിക്കൊണ്ട് കുടിയന്മാരെ പോലും വെള്ളയുടുപ്പിടിച്ചുകൊണ്ട് അതാ ദേശത്തിനും കുടുംബത്തിനും നന്മയുള്ളവനാക്കി മാറ്റിക്കൊണ്ട് ഇന്നും ജൈത്രയാത്ര തുടരുന്നൊരു സന്ദേശമുണ്ട്. അതാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം. അക്രമത്തിന്റെ മാർഗത്താൽ അല്ല, പീഡനത്തിന്റെ മാർഗത്താൽ അല്ല, വാള് കാണിച്ചിട്ടല്ല, ബോംബ് പൊട്ടിച്ചിട്ടല്ല, പിന്നെയോ സ്നേഹത്തിന്റെ സന്ദേശവുമായി ഇന്നും ജൈത്രയാത്ര തുടരുന്ന ഒരേ ഒരു സന്ദേശം ഉലക ചരിത്രത്തിലുണ്ടെങ്കിൽ അതാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം. മനസ്സിലായോ? കാരണം ഇത് അക്രമത്തിൻ്റെ അടിയുടെയും ഇടിയുടെയും ബോംബിൻ്റെ മാർഗമൊന്നുമല്ല. ഞങ്ങൾ ഈ കവലയിലൊക്കെ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ ചില കവലയിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ ചില മീശ പോലും കുരുക്കാത്ത ചില നെത്തോലി പിള്ളേർ ഇവരിങ്ങോട്ട് വന്ന് വിറച്ച് കാണിച്ചിട്ട് പറയും, ഇവിടെ വേണ്ടെന്ന്. നമ്മൾ പറയും, ശരി ചേട്ടാ, വേണ്ട, നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകണം. ഇത് പറയുമ്പോൾ എവൻ്റെ വിചാരം എവൻ്റെ ഞെളിയൊക്കെ കണ്ട് പേടിച്ചിട്ടാണ്. കുഞ്ഞെ പുസ്തകം കയ്യിലിരിക്കുന്നു, വകുപ്പില്ല. അതാ കാര്യം. 10, 16, 17 വയസ്സിൽ വാപ്പായ്ക്കും ഉമ്മായ്ക്കും തലവേദനയായി ഉടുപ്പിൻ്റെ പുറകെ പിച്ചാത്തിയും വെച്ച് ഉത്സവപ്പറമ്പി അടിക്കാനിറങ്ങിയ നമ്മുടെ കയ്യിൽ നിന്ന് സാധനം പോയി. ഇപ്പോൾ വേറെ സംഗതി വന്നു. അതുകൊണ്ട് ഈ സാധനത്തിൻ്റെ ഈ പുസ്തകം കയ്യിൽ ചുമക്കുമ്പോൾ തിരിച്ചടിക്കാൻ വകുപ്പില്ല. അത് ഇവനും അറിയാം. അതുകൊണ്ടല്ലേ മിനിമം 4 പേരില്ലാതെ വയസ്സായ അപ്പച്ചനെ അടിക്കാൻ പോലും വരത്തില്ല. കാര്യം ഇവൻ അറിയാമോ തിരിച്ചടിക്കത്തില്ല. അതുകൊണ്ടല്ലേ കളിക്ക് നല്ല പള്ളിക്കകത്തങ്ങ തൊലിക്ക പള്ളിയിലെങ്ങാണം കയറി ഒന്ന് വിലസേ പിള്ളേർ കയറി വീശി വെച്ച് പോകും.
കാര്യം ഇവിടെ ആ വകുപ്പൊന്നുമില്ല. അതുകൊണ്ട് ഇതാരെ ഉപദ്രവിക്കുന്ന സന്ദേശമൊന്നുമല്ല സഹോദര. ഇതിങ്ങനെ പൊട്ടന്മാരെ പോലെ കവലയിൽ നിന്ന് വിളിച്ച് പറയും, ചെവി ഉള്ളവൻ കേൾക്കട്ടെ, അല്ലാത്തവൻ ചെവി പഞ്ഞി വെക്കുമോ സീരിയൽ വെച്ചിട്ട് സൗണ്ട് കൂട്ടി അടിക്കുകയൊക്കെ ചെയ്തോണം. അതൊക്കെ അവരവരുടെ ഇഷ്ടമല്ലയോ, നമ്മൾ ആരെയും പിടിച്ച് വലിക്കാൻ നോക്കുമോ? അപ്പോൾ അതാണ് സന്ദേശത്തിൻ്റെ കാതലായ ചുരുക്കം. വിഷയത്തിലോട്ട് മടങ്ങി വരാം. അപ്പോൾ പേര് മാറിയിട്ടും മതം മാറിയിട്ടും കാര്യമൊന്നുമില്ല. പിന്നെയോ മനസ്സിന് മാറ്റം സംഭവിക്കണം, സ്വഭാവത്തിന് മാറ്റം സംഭവിക്കണം. അതിനുള്ള സന്ദേശത്തിലേക്കാണ് ഇന്ന് രാത്രി കടക്കുന്നത്. കാരണം ഈ ലോകം കണ്ടതിൽ വെച്ച് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തതും മേലാൽ കാണാത്തതുമായ ഒരു മഹാസംഭവം ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നു. അതാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു കാഹളനാദത്തോടെ മധ്യാകാശത്തിൽ വെളിപ്പെട്ടു വരുവാൻ ഇതാ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. അതിലേക്ക് ചിന്തയെ കൊണ്ടുപോവുകയാണ്. ഞാൻ 2002 ഈ വേദപുസ്തകം കയ്യിലെടുത്തു. ആ കാലം മുതൽ പലരും പലവിധമാകുന്ന ആക്ഷേപങ്ങളും പലവിധമാകുന്ന നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ അനുഭവിച്ചു. വാസ്തവത്തിൽ വിശ്വാസ ജീവിതത്തിൽ അനുഭവിച്ച അനുഭവങ്ങളൊക്കെ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഇന്ന് വിശ്വാസത്തിൽ പോലും നിൽക്കാൻ പറ്റാത്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയി. ഏറെക്കുറെയൊക്കെ അറിയാവുന്ന യുവാസന ചാർലി പാസ്റ്റർ. എന്നാൽ അവിടെ എങ്ങും പെന്തിക്കോസുകാരെ ഉമാരൊക്കെ കള്ളന്മാരാടെ എന്നും പറഞ്ഞ് ഇട്ടേച്ചു പോയില്ല. എന്താ കാരണം? നിത്യത കണ്ടിറങ്ങിയവൻ ഒരിക്കലും പുസ്തകം ഇട്ടേച്ചു പോകത്തില്ല. ചിലർ പറയും വെള്ള ഉടുപ്പ് ഇട്ടേച്ച് കുടിയനായിരിക്കുന്നവനെ കണ്ടേച്ച് പറയും ഉമാരെല്ലാം കള്ളന്മാരാന്ന് പറയും. കുഞ്ഞെ അന്നും ഇന്നും അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാം നല്ലതും ചീത്തയും എല്ലായിടത്തും ഇല്ലയോ? ഒരു സ്വാമിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഹിന്ദുക്കളെല്ലാം മോശക്കാരാന്ന് ബോധമുള്ളവൻ പറയൂ. ഒരു മുസ്ലിം ബോംബ് പൊട്ടിച്ചുകൊണ്ട് മുസ്ലിങ്ങളെല്ലാം മോശക്കാരാന്ന് ബോധമുള്ളവൻ പറയത്തില്ല. ഒരു അച്ഛനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ക്രിസ്ത്യാനികളെല്ലാം മോശക്കാരാന്നും പറയത്തില്ല. ഒരു പാസ്റ്റർ അറസ്റ്റിൽ എന്നും പറഞ്ഞിരുന്നുകൊണ്ട് പാസ്റ്റർമാരെല്ലാം കള്ളന്മാരും അല്ല. അങ്ങനൊന്നും ആരും പറയണ്ട. അന്നും ഇന്നും നല്ലതും ചീത്തയും എല്ലായിടത്തും ഉണ്ട്. അന്ന് യേശുക്രിസ്തുവിന്റെ പുറകെ നടന്ന 12 ഒരുത്തൻ ആരാ? യൂദ. അവൻ്റെ നോട്ടം എവിടെ? സഞ്ചി. ഇന്നും അങ്ങനെ 120 പേരുള്ള ചർച്ച 12 യൂദ. 12 ഒന്ന് വെച്ച് 1200 പേരുള്ള ചർച്ച 120 യൂദ. അവന്മാരുടെ നോട്ടം സഞ്ചിയില്ല. അതിനുവേണ്ടി എന്തും ചെയ്യും. അതുകൊണ്ടൊന്നും ബാക്കി 11 പേരുടെ യാത്രയ്ക്ക് ഒരു ദോഷവും വന്നിട്ടില്ല. സഭ വളർന്നുകൊണ്ടേയിരുന്നു, ഇന്നും വളർന്നുകൊണ്ടേയിരിക്കുന്നു, ഇനിയും വളരും. അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ ഒരുപാട് വില കൊടുത്ത ഈ അനുഭവത്തിൽ നിൽക്കുന്നത് മടങ്ങി വരാം. അപ്പോൾ ആ കാലത്ത് പലവിധമാകുന്ന ചിന്തകളും ചോദ്യങ്ങളും ബൈബിൾ തിരുത്തപ്പെട്ടെന്നും ബൈബിൾ ദൈവികമല്ലെന്നും ഇതൊക്കെ മനുഷ്യൻ കൈകടത്തി എഴുതിയതാണെന്നും ഒക്കെ ഉള്ള ചില ചോദ്യങ്ങൾ വന്നപ്പോൾ അതിൻ്റെ മറുപടി പഠിക്കാനാണ് ഞാൻ ആദ്യമായി വേദപുസ്തകം വായിച്ചു തുടങ്ങുന്നത്. അങ്ങനെ വേദപുസ്തകം വായിക്കും തോറും വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ തക്കവണ്ണം ഇഷ്ടം തോന്നാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത് ഒരു കാരണം പറയാം. വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ ഈ ഉലകത്തെ നിർമ്മിച്ച ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. ഈ ഉലകത്തെ നിർമ്മിച്ച ദൈവത്തിൻ്റെ അരുളപ്പാടാണ് വിശുദ്ധ ബൈബിൾ. 1. 2, ഈ ബൈബിൾ ഒരു പ്രവചന ഗ്രന്ഥമാണ്. കേട്ടോട്ടൊന്നും ആമേൻ പറയുന്നു. ബൈബിൾ ഒരു പ്രവചന ഗ്രന്ഥമാണ്. പ്രവചന ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഉൽപ്പത്തിയിൽ ആരംഭിക്കുന്ന ബൈബിൾ ലോകം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞു തന്നിട്ടാണ് ആരംഭിക്കുന്നത്. അത് അവസാനിക്കുന്നത് എങ്ങനെയെന്നറിയാമോ? ലോകം എങ്ങനെ അവസാനിക്കും എന്ന് പറഞ്ഞു തന്നിട്ടാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. ഇത് പൂർണ്ണതയുള്ള ഗ്രന്ഥമാണ്. ഇത് പ്രവചന ഗ്രന്ഥമാണ്. ഇതിനകത്ത് ഇനി ആരും കൂട്ടണ്ട, ഇതിനകത്ത് ഇനി ആരും കുറയ്ക്കണ്ട. ബൈബിൾ അതിൽ തന്നെ പൂർണ്ണമാണ്. ഈ പുസ്തകത്തിൽ എഴുതപ്പെടാത്ത ഒരു കാര്യവും ലോകത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല. അതിൻ്റെ തെളിവിലേക്ക് ഞാൻ അങ്ങോട്ട് കടന്നു പോവുകയാണ്. ഈ പുസ്തകത്തിൽ ആദ്യം ആരംഭിക്കുന്ന പുസ്തകം ഏതാ? ഉൽപ്പത്തി. എന്താ ഉൽപ്പത്തി? പ്രപഞ്ചത്തിൻ്റെ ആരംഭം. എന്താ ആരംഭം? ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് കഴിഞ്ഞ് ചരാചരങ്ങൾ, ഇടജാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി, അനന്തരം മനുഷ്യനെ സൃഷ്ടിച്ചു. 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു. വേദപുസ്തകം പറയുന്നു മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് തൊട്ട് മുൻപ് ദൈവം സൃഷ്ടിച്ചത് എന്തിനൊക്കെയാണെന്നറിയാമോ? കന്നുകാലി, ഇടജാതി, കാട്ടുമൃഗം. കന്നുകാലി, ഇടജാതി, കാട്ടുമൃഗം. ഏതാ കന്നുകാലി? ആട്, മാട്, പശു, പോത്ത്, എരുമ. ഇടജാതി ഏതാ? പാമ്പ് വർഗത്തിൽപ്പെട്ട സകലതും ഇടജാതി. കാട്ടുമൃഗം, കാട്ടുപന്നി, കാട്ടാന, കാട്ടുപോത്ത്, കാട്ടുമൂല, കാട്ടിക്കിടക്കുന്ന സകലതും കാട്ടുമൃഗം. ഇങ്ങനെ ഇതിനെ സൃഷ്ടിച്ചു. അപ്പോൾ ഇവിടെ ആരില്ല? ഉറക്കെ പറയണം. മനുഷ്യനില്ല. അതുകൊണ്ട് പശു പശുവായിരുന്നു, പോത്ത് പോത്തായിരുന്നു, എരുമയായിരുന്നു, പാമ്പ് പാമ്പായിരുന്നു, പന്നി പന്നിയായിരുന്നു. കാരണം ഇവിടെ ആരില്ല? മനുഷ്യനില്ല. ഇതിന് ആർക്കെങ്കിലും എതിർവാദം ഉണ്ടെങ്കിൽ ഉപദേശിയും, നിങ്ങളുടെ ദൈവം ഈ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് 2 ആഴ്ച മുമ്പേ ഞങ്ങളുടെ ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചായിരുന്നു, ഫോട്ടോസ്റ്റാറ്റ് കൊണ്ടുവന്നാൽ മതി, ഞാൻ തിരുത്താൻ തയ്യാറാണ്. ഇനി അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ പേരെന്താണെന്നും കൂടെ പറയണം. 13 വർഷമായി ചോദിക്കുന്നത്, ഇതുവരെ ആരും കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെയും ചോദിച്ചത്. വേണ്ടേ കൊണ്ടുവരാൻ? പുസ്തകം പറയുന്നതിന് മുമ്പ് വേറെ ഏതെങ്കിലും ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഏത് ജാതി മതക്കാരോടും ആദ്യത്തെ മനുഷ്യർ ആരാടെന്ന് ചോദിച്ചാൽ 2 പേരെ പറയത്തുള്ളൂ, ആദാമും ഹവ്വായും. അത് പറഞ്ഞത് ബൈബിളാണോ? ബൈബിൾ പറഞ്ഞ 610 വർഷം കഴിഞ്ഞാൽ ഖുർആൻ പറഞ്ഞത്. അതിന് മുമ്പ് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകാം. ഫോട്ടോസ്റ്റാറ്റ് മതി, ഒറിജിനലൊന്നും വേണ്ട. ചിലപ്പം ഇല്ലാതായി പോയെങ്കിലും എങ്കിൽ ഞാൻ അങ്ങോട്ട് വരാൻ തയ്യാറാണ്. ബൈബിൾ താഴെ വെച്ചിട്ട് നിങ്ങളുടെ കൂടെ വരാമെന്ന്. എനിക്കിപ്പോൾ ഏതായാലും ദൈവത്തെ അറിഞ്ഞാൽ പോരെ. അല്ല ഇപ്പോൾ ക്രിസ്ത്യാനിയോട് എനിക്ക് വല്ല മതമുള്ളൂ.
അപ്പോൾ ഇതാണ് സംഗതി. അപ്പോൾ സത്യദൈവം ആരാധന നമുക്കറിയണം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് കന്നുകാലി ഇടജാതി കാട്ടുമൃഗം ഇതിനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ഇവിടെ ആരില്ല? മനുഷ്യനില്ല. അതുകൊണ്ട് പശു പശുവായിരുന്നു, പോത്ത് പോത്തായിരുന്നു, എരുമ എരുമയായിരുന്നു, പാമ്പ് പാമ്പായിരുന്നു, പന്നി പന്നിയായിരുന്നു. കാരണം മനുഷ്യൻ ഇല്ല. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ ദൈവം ആരെ സൃഷ്ടിച്ചു? മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ ഇങ്ങോട്ട് വന്നപ്പോൾ എന്ത് ചെയ്തു? ഇതിൽ പലതിനെയും പിടിച്ച് അവനങ്ങ് ദൈവമാക്കി. മനസ്സിലായില്ല? അപ്പോഴാ പശു ദൈവമായതും പോത്ത് ദൈവമായും പാമ്പ് ദൈവം എല്ലാം ദൈവമായി. കാരണം അതിനു മുമ്പ് മനുഷ്യൻ ഇല്ലല്ലോ. ഇവൻ വന്നപ്പോഴാണ് ഇതിനെല്ലാം പിടിച്ച് ദൈവമാക്കിയത് മനുഷ്യൻ. അതുകൊണ്ടല്ലേ ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ പശുവിനെ ഒന്നും, അയ്യോ പശുവിനെ കൊല്ലൊരു ദൈവമാണ്, വണ്ടിയൊക്കെ പശു. അതുകൊണ്ടാണ് ഇനിയിപ്പം പിന്നെ ക്രിസ്ത്യാനിയും കൂടെ ഇറങ്ങണം തെരുവിൽ കൊടിയും പിടിച്ചുകൊണ്ട്. ഞങ്ങളുടെ പത്രോസിനെ മാനസാന്തരപ്പെടുത്തിയത് കോഴിയാണ്, അതുകൊണ്ട് കോഴിയെ കൊല്ലരുത്. കോഴി ഇറങ്ങണം. കാര്യം കോഴി കൂവി ഞങ്ങളുടെ പത്രോസ് മാനസാന്തരപ്പെട്ടത്. പിന്നെ ഞങ്ങളുടെ യേശുക്രിസ്തു യാത്ര ചെയ്ത് കഴുതയുടെ പുറത്താണ്, കഴുതയും കൊല്ലരുത്. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഇറങ്ങണം. പിന്നെ അന്നേരം പിന്നെ മുസ്ലിങ്ങളും അടങ്ങിയിരിക്കത്തില്ല, അവരും ഇറങ്ങും. വെണ്ടയ്ക്ക, അമരയ്ക്ക, കത്തിരിക്ക, പാവയ്ക്ക, അങ്ങനെ ഇക്കായിൽ അവസാനിക്കുന്ന മലക്കറി എല്ലാം ഞങ്ങളുടെ, അതെല്ലാം നിരോധിച്ചേക്കണം. പിന്നെ ആരും ഒന്നും തിന്നണ്ട. വേറെ വവില്ല, ബോധമില്ലാത്ത കുറേ അവന്മാരിറങ്ങിയേക്കുക. ദൈവം പോലും പിന്നല്ല. ഓക്കെ. അപ്പോൾ ഇതിനെല്ലാം കന്നുകാലി ഇടജാതി കാട്ടുമൃഗം ഇതിനെല്ലാം സൃഷ്ടിച്ചിട്ട് അനന്തരം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു? നിലത്തെ മണ്ണുകൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവന്റെ ശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. മനുഷ്യനെ മണ്ണിൽ നിന്നെടുത്തു. 2015 കമ്പ്യൂട്ടർ യുഗത്തിൽ ബോധമുള്ളവർ ഏത് ശാസ്ത്രജ്ഞന്മാരോട് പോയി ചോദിക്കുക. മനുഷ്യനെ കല്ലറയ്ക്കത്തുകൊണ്ട് അടച്ചു വെച്ച് നാളുകൾ കഴിഞ്ഞ് ചെന്ന് നോക്കിയാൽ പഞ്ചസാര തരി പോലെയുള്ള മണൽ കിട്ടും. കാരണം മനുഷ്യനെ മണ്ണിൽ നിന്നെടുത്തു. വേദപുസ്തകം പറയുന്നു, മണ്ണ് പണ്ട് ആയിരുന്നത് പോലെ മണ്ണിലേക്ക് ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മണ്ണിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കി. നോക്കണം, ആ മനുഷ്യന്റെ പേരാണ് ആദാം. ഉലകത്തിൽ ആദ്യം സൃഷ്ടിച്ച മനുഷ്യൻ ആദാം. സൃഷ്ടിച്ച ദൈവം യഹോവയായ ദൈവം. ആവർത്തിക്കുന്നു, അതിനു മുമ്പ് മറ്റേതെങ്കിലും ദൈവം മറ്റേതെങ്കിലും മനുഷ്യനെ സൃഷ്ടിച്ചതായി ഐതിഹ്യമല്ലാത്ത, പുരാണമല്ലാത്ത, അമ്മൂമ്മക്കഥയല്ലാത്ത, ചരിത്രം അംഗീകരിക്കുന്ന ഹിസ്റ്ററിക്കലായുള്ള ഒരു ഗ്രന്ഥത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് കൊണ്ടുവന്നാൽ ഷമീർ ഇന്ന് രാത്രി ബൈബിൾ താഴെ വെച്ച് നാളെ മുതൽ നിന്റെ ദൈവത്തെ സേവിക്കാൻ നിന്റെ കൂടെ വരും, പരസ്യമായി പ്രഖ്യാപിക്കുന്നു. കഥകൾ വൈദ്യ അതൊക്കെ കൈ വെച്ചിരുന്ന. പണ്ട് എൻ്റെ ഉമ്മ, എനിക്ക് ചോറ് തിന്നാൻ ഭയങ്കര മടിയായിരുന്നു. അന്ന് എൻ്റെ ഉമ്മ എന്തെല്ലാം കഥയാണ് പറഞ്ഞു തന്നിട്ടുള്ളതെന്ന് അറിയാമോ? ഒത്തിരി കഥയുണ്ട്. ഒരെണ്ണം ഓർമ്മ വരുന്ന പറയാം. അപ്പൂപ്പനും അമ്മയും ഉണ്ടായിരുന്നു. ദോശ തിന്നാൻ മോഹം, വിറകൊടിക്കാൻ കാട്ടിൽ പോയി, പുലിയെ കണ്ട് പേടിച്ചു, ചാരത്തെ വന്നിരുന്നു. ബാക്കി പറയാൻ നാട്ടുകാർ കേട്ടോണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഈ കഥ കേട്ടുകൊണ്ട് സന്തോഷത്തോടെ ഞാനങ്ങ് ചോറുണ്ണുവാ. ഇന്ന് വർഷം എത്ര കഴിഞ്ഞു, എനിക്കുണ്ട് 2 കൊച്ചു കുഞ്ഞുങ്ങൾ കേട്ടോ. അവർക്കും ഈ കഥ തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ പണ്ടത്തെ പോലുള്ള പിള്ളേരെങ്ങാണോ ഇപ്പം? പണ്ട് നമ്മളെല്ലാം കേട്ടങ്ങ് വിഴുങ്ങുമായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയാണോ? അയ്യോ, ഇപ്പോൾ ഒക്കെ പിള്ളേർ ഭയങ്കര ഓർമ്മ വെച്ചാൽ ആദ്യം ചോദിക്കുന്നത് ഞാനെങ്ങനെ ഉണ്ടായി അത് പറയുന്ന അങ്ങനെയുള്ള പിള്ളേരായിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് പിള്ളേർ ചോദിക്കും, പപ്പ നിൽക്കട്ടെ, ഈ പപ്പൂപ്പനും അമ്മമ്മയും കേരളത്തിൽ ഏത് ജില്ലക്കാരാ? കുഴഞ്ഞു. മിണ്ടാതെങ്ങാണ് ഒരു തിന്നടി അല്ലെന്ന്. അവർ ഏത് കാട്ടിലാണ് പോയേ? പാലോട് വനത്തിലാണോ, മടത്തറ വനത്തിലാണോ, എവിടാ പോയത്? ഷടാ, കുഴഞ്ഞല്ലോ. അവർ ഏത് പുലിയെ കണ്ടാ പേടിച്ചേ? കാട്ടിലെ പുലിയാണോ, മ്യൂസിയത്തിലെ പുലിയാണോ, അതോ തമിഴന്മാർ റോഡരികിൽ ഉണ്ടാക്കി വെക്കുന്ന ബൊമ്മ പുലിയാണോ? വടിയും എടുത്തു ഉണ്ടാവും തിന്നടി അടി. കാര്യം എന്താ? വർഷങ്ങളായി പറഞ്ഞു കേൾക്കുന്ന കഥയാ. പക്ഷേ കഥാപാത്രങ്ങൾ ജീവിച്ചിരുന്നോ ഇല്ലയോ എന്ന് ചരിത്രത്തിൽ ഒരു തെളിവുമില്ലാതെ കുട്ടൂസനും ഡാക്കിനിയും മായാവി അമ്മുമ്മ കഥയൊക്കെ ആയിട്ട് തുടരുമ്പോൾ ഇന്ന് രാത്രി ഷമീർ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു പറഞ്ഞുണ്ടാക്കിയ അമ്മുമ്മ കഥയിലെ നായകനല്ല, ആരെങ്കിലും പറഞ്ഞുണ്ടാക്കിയ ഐതിഹ്യ കഥയിലെ കഥാപാത്രമല്ല. ജാതി മത ഭേദമന്യേ സകല വീട്ടുകളുടെയും മതിലിൽ തൂങ്ങിക്കിടക്കുന്ന കലണ്ടർ വിളിച്ചു പറയുന്നു യേശുക്രിസ്തു ജീവിച്ചിരുന്നു. കാരണം ക്രിസ്തു വർഷം 2015 ഇന്ന് മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് യേശു ചരിത്ര പുരുഷനാണ്. ഈ ചരിത്ര പുരുഷനായ യേശുക്രിസ്തു അഥവാ യഹോവയായ ദൈവം നിലത്ത് മണ്ണുകൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു. അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യനുണ്ടായി. ഉലക ചരിത്രത്തിൽ ആദ്യമായൊരു മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടു. പേര് ആദാം. രാത്രി കവലയിൽ എന്നെ കേൾക്കുന്ന ബഹുമാന്യ സഹോദരങ്ങൾ അറിയണം, ഈ മനുഷ്യൻ ഹിന്ദുവല്ല, ഈ മനുഷ്യൻ ക്രിസ്ത്യാനിയല്ല, ഈ മനുഷ്യൻ മുസൽമാനല്ല, ഇവൻ്റെ പേരാണ് മനുഷ്യൻ. എന്നെ കേൾക്കുന്ന ബഹുമാന്യ സഹോദരങ്ങളെ, ദൈവം മനുഷ്യനെ ജാതിയും മതവും വേർതിരിച്ച് സൃഷ്ടിച്ചിട്ടില്ല. അങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അതുകൊണ്ട് ഈ പുസ്തകം കയ്യിലിരിക്കുന്ന കാലത്തോളം അഭിമാനത്തോടെ ഞങ്ങൾ വിളിച്ചു പറയും, കാവിയുടുത്തവനും തൊപ്പിയിട്ടവനും പ്രാർത്ഥിക്കുന്നവന് ശത്രുവല്ല, മറിച്ച് ഞാനും നീയും ഒരേ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും ഒരേ ദൈവത്തിൻ്റെ മക്കളാണെന്നും തമ്മിൽ കടിച്ചു കയറേണ്ടവരല്ല, തമ്മിൽ കൊന്നുകളയേണ്ടവരല്ല, തമ്മിൽ സ്നേഹിക്കേണ്ട സഹോദരങ്ങളാണെന്നും പഠിപ്പിക്കുന്ന പുസ്തകത്തെയാണ് ഇന്ന് രാത്രി ഷമീർ പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാ സഹോദര, അടിച്ചാലും ഇടിച്ചാലും ചവിട്ടിയാലും തുപ്പിയാലും ഇറങ്ങടാ എന്തി കോസ് എന്ന് പറഞ്ഞ് തുപ്പിയാലും പിന്നെ ഈ പേപ്പറും കൊണ്ട് വീട്ടിൽ കയറി വരുന്നത് നീ എൻ്റെ സഹോദരനായതുകൊണ്ടാ, എൻ്റെ അപ്പൻ്റെ മോനായതുകൊണ്ടാ, നീ നശിച്ചു പോകരുന്നുള്ള ആഗ്രഹം കൊണ്ടാ സഹോദര. അല്ലാതെ ഈ അടിയും ഇടിയും കിട്ടി ഇതെല്ലാം കിട്ടിയിട്ട് ചിലർ പറയാം അമേരിക്കൻ
അടി ഇടിയെല്ലാം കിട്ടി കാല് ഒടിഞ്ഞ് കിടന്നിട്ട് പണം കിട്ടിയ ചെന്തോ? പണ്ടൊരു ഇലക്ഷന് നേതാവ് വന്ന് കോളനി വന്നിട്ട് പറഞ്ഞു, എന്നെ ജയിപ്പിച്ചാൽ ഞാൻ പുകയില്ലാത്ത അടുപ്പും ടോയ്ലറ്റും, നാട്ടുഭാഷയെ പറഞ്ഞാൽ കക്കൂസും തരാമെന്ന് പറഞ്ഞു. അവരുടെ ഭാഷ കോളനിയല്ലോ, അങ്ങനെ അങ്ങ് പറഞ്ഞു മുന്നോട്ട് ചെന്നപ്പോൾ ഒരു കുടിയൻ ചോദിച്ചു, എന്ത് തരും വോട്ട് ചെയ്താ? എനിക്ക് വോട്ട് ചെയ്താൽ പുകയില്ലാത്ത അടുപ്പും കക്കൂസും. ഉടനെ പുള്ളി തിരിച്ചു ചോദിച്ചു, അടുപ്പ് പുകയത്തില്ലേ പിന്നെ കക്കൂസ് എന്തിനാന്ന്? എന്ന് പറഞ്ഞ പോലെ അമേരിക്കൻ പണം വീട്ടിൽ കിട്ടി വെച്ച് നാട്ടുകാരടിച്ച് കൈകാലം ഓടിച്ചിട്ട് അമേരിക്കൻ പണം കൊണ്ട് എന്ത് ചെയ്യാനോ? സ്നേഹിത, ഇതൊക്കെ വിട്ടുകളാ. ഇതിനൊന്നും വേണ്ടിയല്ല. നീ എൻ്റെ സഹോദരനാ, നീ എൻ്റെ അപ്പൻ്റെ മകനാ. നിത്യമാകുന്ന നരകശിക്ഷയിൽ കിടന്ന്, നീ പുഴുവിനകത്ത് കിടന്ന്, നീ തീക്കകത്ത് കിടന്ന് വേവാതിരിപ്പാൻ, അത് കാണുമ്പോഴുണ്ടാകുന്ന വേദന. എൻ്റെ സഹോദരനാ, അവൻ ഈ സത്യം അറിയുന്നില്ലല്ലോ. ഞാനും ഒരു നാൾ ഇതിനെയൊക്കെ എതിർത്തതാണല്ലോ. കർത്താവേ, ഈ സത്യം ഞാൻ അറിഞ്ഞ പോലെ അറിയാതെ കിടക്കുന്ന ഈ സഹോദരൻ്റെ കണ്ണു തുറപ്പിക്കണമെന്ന് രാവും പകലും 21-40 കൊടലുകൊട്ടി ഭക്ഷണവും മാറ്റിവെച്ച് ഉപവാസ പ്രാർത്ഥന എന്ന ബോർഡും വെച്ച് ദേശത്തിന് വേണ്ടി കൊടലുകൊട്ടി നിലവിളിക്കുന്നത് എന്തിനാ? നീ എൻ്റെ സഹോദരനായതുകൊണ്ടാ സഹോദര. ആമേൻ. അതുകൊണ്ടാ. അല്ലാതെ നിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഏതെങ്കിലും പുരോഹിത വകുപ്പിനോട് നീ പറ, എൻ്റെ കൊച്ചിന് സുഖമില്ല, എൻ്റെ വീട്ടിൽ വന്ന് 3 ദിവസം ഭക്ഷണം മാറ്റിവെച്ച് കൊടലുകൊട്ടി എൻ്റെ കുഞ്ഞിന് വേണ്ടി ഒന്ന് കരയണമെന്നൊന്ന് പറഞ്ഞേ വന്നതുപോലെ തന്നെ കണ്ടറിയാം. നിന്റെ കൊച്ചിന് വേണ്ടി കുടലുകൊട്ടി കരയാൻ അങ്ങേർക്ക് തലയിൽ കൂടെ വണ്ടി ഓടുന്നു. നീ ഉപദേശം വിളി. 21 ദിവസമോ 40 ദിവസമോ നിന്റെ കുഞ്ഞിന് വേണ്ടി നിന്റെ വീട്ടിൽ വന്ന് ഉപവസിച്ച് ഭക്ഷണവും മാറ്റിവെച്ച് വെള്ളവും കുടിച്ച് കുടലുകൊട്ടി നിന്റെ കുഞ്ഞിന് വേണ്ടി നിലവിളിച്ച് കരഞ്ഞ് ആ ദേശത്തിന് വേണ്ടി കരഞ്ഞ് വിടുവിക്കുവാൻ ഇന്നും ദൈവദാസന്മാരെ ദേശത്തിലാക്കി വെച്ചിരിക്കുക. അതുകൊണ്ടാ സമാധാനത്തോടെയൊക്കെ ദേശം പോകുന്നത്. മനസ്സിലാക്കുന്നുണ്ടോ? അതുകൊണ്ട് സഹോദര, ദൈവം മനുഷ്യനെയാണ് സൃഷ്ടിച്ചത്. ജാതി മതമൊന്നും വേർതിരിച്ച് തക്കതായ കല്യാണമൊക്കെ നടത്താൻ തീരുമാനിച്ചത് നമ്മളാരുമല്ല, ദൈവം തീരുമാനിച്ചു. അതുകൊണ്ട് അവൻ്റെ വാരിയിൽ നിന്നൊന്നിനെ എടുത്ത് മജ്ജയും മാംസവും വെച്ച് പിടിപ്പിച്ചൊരു നല്ല പെൺകുട്ടിയെ ഉണ്ടാക്കി കല്യാണമായി അങ്ങോട്ട് കൊടുത്തു. ഈ ഇടയ്ക്ക് ഒരു കൊച്ചു എന്നോടൊരു സംശയം ചോദിച്ചു. ഉദ്ദേശിച്ച് ഒരു സംശയം, എന്താ? ആദാമിനെ മണ്ണ് കൊണ്ടുണ്ടാക്കി, ഈ ഹവ്വായെ അവൻ്റെ എല്ലിൽ നിന്നുണ്ടാക്കി, അത് വേറെ മണ്ണില്ലായിരുന്നു. നല്ല ചോദ്യം. അല്ലേ പഠിക്കാൻ പറ്റുള്ളൂ. വേറെ മണ്ണില്ലായിരുന്നു എന്ന് ചോദിച്ചു. സത്യമല്ലേ? ആ ചെറുക്കനെ ഇട്ട് കീറി വാരിയെല്ലാം എടുക്കേണ്ട വല്ല കാര്യം? വേറെ മണ്ണെടുത്ത് ഇച്ചിരി കുഴച്ച് പെണ്ണിൻ്റെ രൂപം ഉണ്ടാക്കി നൂതിയാൻ കൊടുത്താൽ പോരായിരുന്നു. പിന്നെ എന്തിനാ ഈ ചെറുക്കനായിട്ട്? അവിടെ ഒരു മർമ്മം കിടപ്പുണ്ട്, പിന്നാലെ പറഞ്ഞു തരാം എന്താ കാര്യമെന്ന്. അപ്പോൾ ഈ വാരിയിൽ നിന്ന് ഒന്നിനെ എടുത്ത് മജ്ജയും മാംസവും വെച്ച് പിടിപ്പിച്ച് സുന്ദരി പെൺകൊച്ചിനെ ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്തു. ആദ്യത്തെ കല്യാണം. യഹോവയായ ദൈവം, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഏക സത്യ ദൈവം, ഉലകത്തിൽ ആദ്യം നടത്തിയ കല്യാണം ആദാം ഹവ്വ. വെല്ലുവിളിക്കുന്നു ഉപദേശി, നിങ്ങളുടെ ദൈവം യഹോവ അല്ലയോ? ആദ്യത്തെ കല്യാണം നടത്തി ആദാം ഹവ്വ അല്ലയോ? അതിന് 6 മാസം മുമ്പേ ഞങ്ങളുടെ ദൈവം ഒരു കല്യാണം നടത്തിയായിരുന്നു. പെണ്ണിൻ്റെ ചെറുക്കൻ്റെ പേര് പറ, അങ്ങോട്ട് വരാം. ആമേൻ. അപ്പം അതുകൊണ്ട് ആദാം ഹവ്വ അവരുടെ വിവാഹം നടത്തി. തക്ക തുണയെ അങ്ങോട്ട് കൊടുത്തു. ഇത് ആദാം അവളെ സ്വീകരിച്ച് എങ്ങനെയാണെന്ന് അറിയാമോ എങ്ങനെയാണ് സ്വീകരിച്ചതെന്ന്? അടുത്ത് നിന്നൊരു കാട്ടുമരത്തിൻ്റെ വള്ളി ഇവൻ വലിച്ചങ്ങ് പൊട്ടിച്ചു. എന്നിട്ട് അവളെ കഴുത്തേലോട്ട് അങ്ങോട്ട് ഇട്ട് ഒരൊറ്റ മുറുക്ക്. അങ്ങനൊന്നും മുറുക്കിയില്ലെന്ന്. അതാ വെന്തിക്കോസുകാർ മുറുക്കാത്ത. മനസ്സിലായോ? പിന്നെ ഈ മുറുക്കൊക്കെ ആരാ കണ്ടുപിടിച്ച്? ഇതൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ചാച്ചാ. എന്തിനാ? അവന് തോന്നുമ്പോൾ ഇത് പൊട്ടിച്ചിട്ട് അടുത്ത മുറുക്കാമല്ലോ. ഓടി നടന്ന് മുറുക്കാൻ വേണ്ടി അവൻ ആ മുറുക്ക് കണ്ടുപിടിച്ചത്. മനസ്സിലായോ? ഇത് ദൈവം സ്ഥാപിച്ചൊന്നുമല്ല. കാര്യം എന്താ? ഈ പെണ്ണുങ്ങളോട് അങ്ങ് പറഞ്ഞ് പതിപ്പിച്ച് വെച്ചേക്കുക, ഇത് പൊട്ടിച്ചാൽ തീർന്നെന്ന്. ചിലർ പറഞ്ഞു കേട്ടില്ല, എൻ്റെ ചേട്ടൻ കെട്ടിയ കെട്ടുതാലി പൊട്ടിക്കാനോ? നോ 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 നോ. എത്ര പേര് പറഞ്ഞു അല്ലേ? കാര്യം ഇവരിങ്ങനെ അങ്ങ് പഠിച്ചു വച്ചേക്കുക. ഞാനൊരിക്കൽ ഒരു ആൻറ്റിയോട് ചോദിച്ചു, ആൻറ്റി സിസേറിയൻ ചെയ്യാൻ തിയേറ്ററിനകത്തോട്ട് കയറ്റിയപ്പോൾ ചേട്ടൻ കെട്ടിയതും കുഞ്ഞമ്മ കെട്ടിയതെല്ലാം പൊട്ടിച്ചിട്ടല്ലയോ കയറ്റിയല്ലയോ? എന്താ പൊട്ടിച്ചപ്പോൾ തീരാഞ്ഞ്? അങ്ങനൊന്നും തീരത്തില്ലെന്ന്. പിന്നെയോ ആദാം അവളെ സ്വീകരിച്ച് എങ്ങനെന്നറിയാമോ? ദൈവം സാക്ഷിയായി അവൾക്ക് കടം കൊടുത്ത് ഉടമ്പടി ചെയ്തു. ഇത് എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാണെന്ന് ദൈവത്തിൻ്റെ മുമ്പാകെ ഉടമ്പടി ചെയ്തു. അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നൊരു മർമ്മമുണ്ട്. അസ്ഥിക്ക് മാംസം കൂടാതെയോ മാംസത്തിന് അസ്ഥി കൂടാതെയോ ഭൂമിയിൽ ജീവിതമില്ല. ഉണ്ടോ? അതാ അതിൽ നിന്ന് എടുക്കാൻ കാരണം വേറെ മണ്ണെടുക്കാഞ്ഞേ. ചിലർക്ക് മനസ്സിലായില്ല. കണ്ണു തള്ളി നോക്കുക, പറഞ്ഞു തരാം. ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ശരീരത്തിൽ അസ്ഥിയുണ്ട്, മാംസം ഇല്ല എന്നിരിക്കട്ടെ. പിള്ളേർ എന്നെ എടുത്ത് ലാബിൽ കൊണ്ടുവെക്കും പഠിക്കാൻ, അല്ലേ? എന്നാൽ മാംസം ഉണ്ട്, അസ്ഥിയില്ലെന്നിരിക്കട്ടെ. ഇവിടെ എഴുന്നേറ്റ് വെക്കുമോ? മൈദാമാവ് കുഴച്ചിട്ടിരിക്കുന്ന പോലെ അവിടെ കിടക്കും. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് എങ്ങനെയെന്ന് പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? ഇനി ഇത് രണ്ടും തമ്മിൽ വേർപെടും. എപ്പോഴാ? ഉറക്കപ്പറ. മരണത്താൽ, അല്ലേ? ഇതാ ദൈവം യോജിപ്പിച്ച വിവാഹത്തിൻ്റെ മർമ്മം മരണത്താലല്ലാതെ ഇതിന് തമ്മിൽ വേർപിരിഞ്ഞൊരു വകുപ്പില്ല. ഓടി നടന്ന് കെട്ടാനൊരു വകുപ്പില്ല. വസ്ത്രം മാറുന്ന പോലെ മാറാനൊരു വകുപ്പില്ല. അതിനൊക്കെയാണ് പിന്നെ എനിക്ക് പഴയതായിരുന്നു നല്ലത്. വാപ്പ 4 ആയി, അല്ല 2 ആയി, 4 ഉണ്ട്.
4 അനുവദിച്ചിട്ടുണ്ട് അതിൽ. ഇപ്പോൾ വാപ്പ 2 57ാമത്തെ വയസ്സിൽ. മനസ്സിലായോ? ഇവിടെ അതിനൊന്നും വകുപ്പില്ല. അതുകൊണ്ട് ആ വെന്തിക്കോസ് ചിലർക്ക് ഇഷ്ടമല്ലാത്ത കാര്യം, ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ കുടിക്കാനും പഠിക്കാനും ഗേറ്റ് വാതൊക്കെ പുക വലിച്ച് കുത്തി ഓടിച്ചിട്ട് അകത്തോട്ട് ചെന്ന് നാക്ക് നീട്ടി അണ്ണാക്കി കുർബാന വെച്ച് കൊടുക്കുന്ന വകുപ്പൊന്നും ഇതിനകത്തില്ല. അതുകൊണ്ട് പലർക്കും ഇതിനകത്തോട്ട് വന്നാൽ നന്നായി പോയാലോ എന്ന് പേടികൊണ്ട് വരരുത്, നന്നാവും, വരരുത്. അപ്പം അതുകൊണ്ട് സംഗതി അവിടെ ഇങ്ങനെ ആ രംഗം ദൈവം സാക്ഷിയായി ഉടമ്പടി ചെയ്തു. അവിടെ ആദാമും ഹവ്വായും ഭൂമിയിൽ ആദ്യത്തെ 2 മനുഷ്യർ. ജാതിയില്ല, മതമില്ല, പ്രശ്നമൊന്നുമില്ല, അവർ മനുഷ്യരാണ്. അവരെ ഏദൻ തോട്ടത്തിലാക്കി വെച്ചു. അവർ ദൈവത്തെ രാവും പകലും ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ദൈവം യഹോവയായ ഏകസത്യ ദൈവം, ആകെ കൂടെ 2 മനുഷ്യൻ ആദാം ഹവ്വ. വേറെ ഒരു പ്രശ്നവുമില്ല, ദൈവങ്ങൾ തമ്മിൽ അടിയുമില്ല. കാരണം വേറെ ഇല്ലല്ലോ, ഒറ്റ ദൈവം, യഹോവയായ ദൈവം. അങ്ങനെ സന്തോഷത്തോടെ പൊയ്ക്കൊണ്ടിരിക്കുക. പിന്നെ പ്രശ്നം എവിടെയാണ് തുടങ്ങിയത്? പ്രശ്നം തുടങ്ങുക, കണ്ടോണം. ആദാമും ഹവ്വായും ഏദൻ തോട്ടത്തിൽ ദൈവത്തെ ആരാധിച്ച് പരിശുദ്ധം മുന്നോട്ട് പോവുക. ഈ സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൂതസംഘത്തിൽ ഒരുവൻ, അവനെ പണ്ഡിതന്മാർ 2 നിലയിൽ വിലയിരുത്തുന്നുണ്ട്. ഒന്ന്, അവൻ വെളിച്ച ദൂതനായിരുന്നെന്നും ഒരു വിഭാഗം ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നു അവൻ വെളിച്ച ദൂതനായിരുന്നു. ഒരു കൂട്ടം പണ്ഡിതന്മാർ പറയുന്നു അവൻ പാട്ട് സംഘത്തിൻ്റെ നേതാവായിരുന്നു. ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ വർഷിപ്പ് ലീഡർ. അവൻ എലുവേലും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് പരസ്യം. വർഷിപ്പ് ലീഡറെ ആവശ്യമുണ്ട്. കാര്യം ഇവൻ്റെ കസേര ഒഴിഞ്ഞ് കിടക്കുക. വർഷിപ്പ് ലീഡർ ബൈബിളിൽ ഇല്ലാത്ത തസ്തികയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇപ്പം വർഷിപ്പിന് ലീഡറില്ല, മനസ്സിലാക്കുക. പാട്ടിന് ലീഡറുണ്ട്, അതായിരിക്കുന്നവർ. ഇവർ നമ്മളെ പാട്ട് ലീഡ് ചെയ്യുന്നു, നമ്മൾ കൂടെ പാടുന്നു. വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആരാധന ലീഡ് ചെയ്ത് ആരാധിപ്പിക്കേണ്ടതല്ല. ആരാധന ഹൃദയത്തിനകത്തുനിന്ന് മനസ്സോടെ ദൈവത്തിന് കൊടുക്കുന്ന സ്തോത്രമാണ് ദൈവത്തിന് പ്രസാദമുള്ള ആരാധന. അല്ലാതെ ഇവിടെ ഒരുത്തൻ കയറിന്ന് തുതിച്ചാട്ടെ പോരാ ഇവനാ തീരുമാനിക്കുന്ന പോരാന്ന്. മനസ്സിലായോ? ആ വകുപ്പൊന്നുമല്ല ആരാധന. ഇടയ്ക്ക് ഒരേ സ്റ്റേജ് ഇതേപോലെ ഇരിക്കുക, പോരാ എന്ന് പറഞ്ഞ് ഉടനെ ഇവൻ്റെ ഫോണൊന്ന് അടിച്ചു. നമ്മളിതേപോലെ കസേര ഇരിക്കുക, ഇവൻ ഉടനെ ഒരു കൈ അങ്ങോട്ട് വെച്ചിട്ട് ഫോൺ എടുത്ത് ഇങ്ങോട്ട് മാറി നിന്നിട്ട് പറയാം, ഞാൻ ഇവിടെ മൂപ്പിച്ചുകൊണ്ടിരിക്കുക, ഇത് തീർന്നിട്ട് വിളിക്കാമെന്ന്. അപ്പം ഇവൻ ആ മൂപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പം ഈ വകുപ്പൊന്നുമല്ല ആരാധന എന്ന് പറഞ്ഞാൽ. അതിന് ലീഡർഷിപ്പൊന്നുമില്ല. മനസ്സോടെ ആര് ആരാധിച്ചാലും ആര് സ്തുതിച്ചില്ലേലും കഴിഞ്ഞ ഒരാഴ്ചക്കാലം എന്നെ നടത്തി എൻ്റെ ദൈവം എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച എൻ്റെ ദൈവം, നരകശിക്ഷയിൽ നിന്നും എൻ്റെ പേര് വെട്ടി ജീവൻ്റെ പറുദീസയ്ക്ക് എന്നെ അവകാശിയാക്കി തീർത്ത എൻ്റെ കർത്താവിനെ ആര് സ്തുതിച്ചാലും ആര് സ്തുതിച്ചില്ലേലും ആര് കൈയടിച്ചില്ലേലും എനിക്ക് എൻ്റെ ദൈവത്തെ ആരാധിക്കണമെന്ന് ഹൃദയത്തിനകത്ത് തീരുമാനത്തോടെ മനസ്സോടെ കടന്നു വന്ന സന്തോഷത്തോടെ കൊടുക്കുന്ന സ്തുതി ദൈവത്തിന് പ്രസാദമുള്ള ആരാധന. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നോക്കണേ. അപ്പോൾ അതുകൊണ്ട് ഈ വെളിച്ചദൂതന് വെട്ടുകൊണ്ടു. അവൻ്റെ വെളിച്ചം നഷ്ടപ്പെട്ടു. ഇരുട്ടിൻ്റെ ആത്മാവായി ഭൂതലത്തിൽ പതിച്ചു. അവനെ വിളിക്കുന്ന പേരാണ് ലൂസിഫർ അഥവാ പിശാച്. ചിലർ പിശാച്, ചിലർ ഇബിലീസ്, പല പേരിൽ വിളിക്കും. ആളൊന്ന് തന്നെ. അപ്പോൾ ഈ ഇബിലീസ് അഥവാ പിശാച് ഇവൻ നോക്കിയപ്പോൾ ഇവനെ വെട്ടുകൊണ്ടു. ഇവൻ്റെ സ്ഥാനത്ത് 2 പേരെ ദൈവം തോട്ടത്തിലാക്കി വെച്ചിരിക്കുന്നു. ആദാമും ഹവ്വായും. അവർ ദൈവത്തെ പരിശുദ്ധൻ പറഞ്ഞ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. സഹിക്കത്തില്ല. ആമേൻ. ഇവന് സഹിക്കത്തില്ല. അതുകൊണ്ട് എന്നെ വെട്ടിയിട്ട ഈ ദൈവത്തെ ഇനി മനുഷ്യർ ആരാധിക്കണ്ട എന്നുള്ള പിശാചിന്റെ തന്ത്രം അവിടെ ആരംഭിച്ചു. എങ്ങനെ? അവൻ ദൈവം സൃഷ്ടിച്ച ഓരോ ജന്തുക്കളെയും മാറി നോക്കി. കാരണം അവൻ ഒരു മനുഷ്യ ശരീരമുള്ളവനല്ല. പിശാച് ഒരു മാനുഷിക ശരീരം ഉള്ളവൻ അല്ല. അവനൊരു ആത്മാവാണ്, ഇരുട്ടിൻ്റെ ആത്മാവ്. അവൻ എപ്പോഴും പ്രവർത്തിക്കാൻ ഒരു ശരീരം വേണം. പിശാചിനൊന്നും പ്രവർത്തിക്കാൻ ഒരു ശരീരം വേണം. അതിൻ്റെ തെളിവാണ് ഉൽപ്പത്തിയിലെ പാമ്പ്, ഗദരദേശത്തെ പന്നിക്കൂട്ടം, കല്ലറയിലെ മനുഷ്യൻ. ഇവിടെ എല്ലാം മനുഷ്യരിലും മൃഗത്തിലും കയറും എന്നുള്ളതിൻ്റെ തെളിവാണ്. പോരാത്തതിന് പൗലോസും ശീലാസും മക്കതോന്യയ്ക്ക് പോയപ്പോൾ ഒരു പെണ്ണുമ്പിള്ള പുറകെ വന്നിട്ട് പറഞ്ഞു, ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ അല്ലേ. ഞാനാ കാണുമായിരുന്നു. ചോദിക്കും, അമ്മാമ എന്നെ എങ്ങനെ അറിയാം, യൂട്യൂബിൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ അഭിഷേകമുള്ള പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തെ ശാസിച്ചു വിട്ടുപോകാൻ പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവളിലും കയറും. ഇടയ്ക്ക് പത്രോസിലൊന്ന് കയറി, നാഥാ നിനക്കങ്ങനെ ഭവിക്കരുത്, നീ മരിക്കരുത് പറഞ്ഞു. യേശു വിളിച്ചു, സാത്താനെ വിട്ടുപോ. അപ്പോൾ അവനിലും കയറും. പോരാത്തതിന് പന്നിക്കൂട്ടത്തിലും കയറും. പോരാത്തതിന് പാമ്പിലും കയറും. അങ്ങനെ ഇരുട്ടിൻ്റെ ആത്മാവാകുന്ന ഇവന് എന്നും ഒരു ശരീരം വേണം. അങ്ങനെ ദൈവം സൃഷ്ടിച്ച ഓരോ ജന്തുക്കളെ അവൻ മാറി നോക്കി. അവന് പാമ്പിനെ ഇഷ്ടപ്പെട്ടു. ഈ പാമ്പിൻ്റെ ശരീരത്തിലേക്ക് ഇരുട്ടിൻ്റെ ആത്മാവ് പ്രവേശിച്ചിട്ട് ഔവ്വ അമ്മച്ചിയോട് കൊച്ചു വർത്താനം പറയാൻ തോട്ടത്തിനകത്തേക്ക് വന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട, ഇവിടെ ഇരിക്കുന്ന ഒരു ഭൂരിപക്ഷം പേരും ദൈവദാസന്മാരായതുകൊണ്ട് നിങ്ങളോട് ചേർത്തൊരു ദൂത് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. കാരണം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ദൂതുണ്ട്. ആദാമിനെ ഹവ്വായും തോട്ടത്തിലാക്കി വെച്ചപ്പോൾ തോട്ടം സഭയുടെ നിഴലാണ്. തോട്ടം സഭയ്ക്ക് നിഴലാണ്. കാരണം ഉത്തമഗീതം 4:12 പറയുന്നു, എൻ്റെ കാന്ത കെട്ടിയടക്കപ്പെട്ട ഒരു തോട്ടം എന്ന് പറയുന്നു. തോട്ടം ദൈവസഭയ്ക്ക് നിഴലാണ്. ഹവ്വ മണവാട്ടിക്ക് നിഴലാണ്. ആദാം ഇടയന് നിഴലാണ്. മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ തോട്ടത്തിലാക്കി വെച്ചിരിക്കുന്ന ഇടയനായിരിക്കുന്ന ആദാമിന് ദൈവം 2 ഉത്തരവാദിത്വം കൊടുത്തു. സഭയുടെ ഇടയന് 2 ഉത്തരവാദിത്വം. ഒന്ന്, തോട്ടത്തിൽ
വേല ചെയ്യണം. 2 തോട്ടം മിണ്ടുന്നില്ല, കാക്കണം. അപ്പോൾ ഇടയന് 2 ജോലി. എന്താ? തോട്ടത്തിൽ വേല ചെയ്യണം, വേല ചെയ്യണം അല്ലേ? വേല ചെയ്തതിൻ്റെ ഫലമാണ് ദേശത്തിൽ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നത് അല്ലേ? കരമുറി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അത് നല്ല വേല ചെയ്തുകൊണ്ടാണ്. ഇന്നിൻ്റെ പേരിൽ ഞങ്ങൾ ചെയ്യും. അയ്യോ, ഇന്നത്തെ വേലയൊന്നുമല്ല, അന്നത്തെ വേല. ഇന്നൊക്കെ എന്തെല്ലാം വേലകൾ, അന്നത്തെ വേലയൊന്നുമല്ല. നല്ലപോലെ വേല ചെയ്തതിൻ്റെ ഫലമാണ് ദൈവമക്കളെ ഈ പട്ടണത്തിൽ ഉരുവായത്. 1 വേല ചെയ്യണം. 2 പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് തോട്ടം എന്ത് ചെയ്യണം? കാക്കണം. ഇടയൻ കാവൽക്കാരനായിരിക്കണം. അതിൻ്റെ കാരണം പറഞ്ഞു തരാം. പാമ്പിനെ കുറിച്ച് ബൈബിൾ വ്യക്തമായി എഴുതിയിരിക്കുന്ന ഒരു പദം, ദൈവം സൃഷ്ടിച്ച സകല കാട്ടുജന്തുക്കളിലും വെച്ച് പാമ്പ് കൗശലക്കാരന്. വാക്ക് ശ്രദ്ധിക്കണം, കാട്ടുജന്തുക്കളിൽ. അപ്പോൾ ദൈവം സൃഷ്ടിച്ച കാട്ടുജന്തു. അപ്പോൾ പാമ്പ് ഏത് ജന്തു? പറക പറ. കാട്ടുജന്തു. പെണ്ണും ചെറുക്കനും എവിടെ? കാട്ടിലാണോ തോട്ടത്തിലാണോ? പറക പറയുന്നു, തോട്ടത്തിൽ. അപ്പം കാട്ടുജന്തു എവിടെ വന്നു? തോട്ടത്തിൽ വന്നു. കാട്ടുജന്തു തോട്ടത്തിൽ വന്നപ്പോൾ കാവൽക്കാരൻ എന്ത് ചെയ്യും? മനസ്സിലാക്കണം. ചിലർ വേണേൽ പറയും, പക്ഷേ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കാൻ പറഞ്ഞില്ലയോ, ചിലപ്പോൾ കിളയ്ക്കാൻ പോയായിരിക്കും. അത് പിന്നെ, അത് പാപം ചെയ്തതിന് ശേഷമുള്ള കാര്യം. അതിനു മുമ്പ് ദൈവമാണ് അവരുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെയെങ്കിൽ കാവൽക്കാരൻ എവിടെ പോയി? ഇന്ന് രാത്രി അഭിഷിക്തന്മാരോട് ദൂത് പറയാം, കാവൽക്കാരൻ സ്ട്രോങ് അല്ലെങ്കിൽ സകല കാട്ടുജന്തുക്കളും തോട്ടത്തിൽ കയറും. മനസ്സിലായോ? ഇന്ന് ദുരുപദേശകന്മാർ ദൈവസഭയ്ക്കകത്ത് നുഴഞ്ഞു കയറാൻ കാരണം കാവൽക്കാർ സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ്. കാവൽക്കാർ സ്ട്രോങ് ആണെങ്കിൽ കാട്ടിൽ കിടക്കുന്ന ഒരു പാമ്പും കുഞ്ഞുങ്ങളും ദൈവസഭയ്ക്കകത്ത് കയറത്തില്ല. മനസ്സിലായോ? ആമേൻ. അതുകൊണ്ട് കാവൽക്കാരൻ സ്ട്രോങ് ആയിരിക്കണം. അതിന് വിശ്വാസി മൂക്കും മുഞ്ഞിയും കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാവൽക്കാരൻ സ്ട്രോങ് ആയേ മതിയാകത്തുള്ളൂ. അതിനിപ്പോൾ കാവൽക്കാരനൊന്നും സഭയിലൊന്നും ഇപ്പോൾ ഒരു വിലയില്ലെന്ന്. ഇപ്പോൾ സഭയെ തീരുമാനമെടുക്കുന്നതൊക്കെ കമ്മിറ്റിയാണ്. പാസ്റ്റർക്കൊന്നും ഒരു വില ഇപ്പം ഒന്നുമില്ല സഭയിലൊന്നും. പാസ്റ്ററൊക്കെ വെറുതെ ചുമ്മാ ഇങ്ങനെ ഇരിക്കാൻ നല്ല കാര്യം. എത്രയോ പേര് എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്ററെ കെട്ടിപ്പറക്കി പോകുന്ന കാര്യം ഓർക്കുമ്പോൾ ഉണ്ടാതെ അങ്ങ് സഹിക്കുക. കാര്യം എന്തു ചെയ്യാനാണ്? തീരുമാനമെടുക്കാനൊന്നും എല്ലാം കമ്മിറ്റിക്ക് ഗുണപ്പെടാത്ത കുറേ ജഡീകന്മാർ കയറിയിരുന്ന് കമ്മിറ്റി എന്നും പറഞ്ഞ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളെ സ്വത്രം പോയത്, നിങ്ങൾ സന്തോഷത്തോടെ സ്വത്രം പറയണമെന്ന്. കാരണം ഞാനിപ്പോൾ ഇവിടെ മദ്യപാനിയെക്കുറിച്ച്, മദ്യപാനി നിനക്ക് കലഹം, നിൻ്റെ വീട്ടിൽ അടി, നിൻ്റെ മുതുകത്തിടി, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇത് കൊള്ളുന്ന ആർക്കായിരിക്കും? ഞാൻ മദ്യപാനിയെക്കുറിച്ച് പറഞ്ഞാൽ അത് കൊള്ളുന്ന ആർക്കായിരിക്കും? പാസ്റ്റർമാർ ആരെങ്കിലും ചോദിക്കുമോ? എന്നാലും അയാൾ മദ്യപാനിയെക്കുറിച്ച് പറഞ്ഞ എന്തിനാ ചോദിക്കുമോ? ചോദിക്കത്തില്ലല്ലോ. പിന്നെ ആരായിരിക്കും ചോദിക്കുന്നത്? മദ്യപാനി ആയിരിക്കുമേ. അപ്പം ഞാൻ ഈ പറയുന്ന വിഷയത്തിൽ പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം ചോദിക്കും, എന്നാലും അയാൾ ഇങ്ങനെ പറയണ്ടേ, ഇവനാ ആള്. മനസ്സിലായോ? അല്ലാത്തവരെല്ലാം സ്വത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ നല്ല കമ്മിറ്റിക്കാരുണ്ട്, അവർ പറയാം അല്ലേലും അങ്ങനെ പറയാൻ പറയും. അല്ലാതെ ഈ വകുപ്പുള്ളവൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം ഏതൊക്കെ വകുപ്പിൽപ്പെട്ടതാണ്. കാര്യം നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയും, എന്നാലും അയാൾ അങ്ങനെ പറയണ്ടേ, അവൻ ആളാരാന്ന് തിരിച്ചറിഞ്ഞോണം. അന്നേരം സ്തോത്രം, അത്രേ ഉള്ളൂ കാര്യം. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് സ്വത്രം പറ. അപ്പം ഇങ്ങനെ കാവൽക്കാരൻ സ്ട്രോങ് ആണെങ്കിൽ എന്ത് ചെയ്യത്തില്ല? അകത്തോട്ട് കയറത്തില്ല. ഏതായാലും പാമ്പും കുഞ്ഞു തോട്ടത്തിൽ കയറി അമ്മച്ചിയോട് പറ, അമ്മച്ചിയെ പിന്നെ പഴം കൊള്ളാം, തിന്ന്. ഏതായാലും കൊള്ളാം. ആ തോട്ടത്തിൽ എവിടെയോ ആരുണ്ടായിരുന്നു? ഈ ആദാം ഉണ്ടായിരുന്നു. പക്ഷേ അമ്മച്ചി ഒരു വാക്ക് എന്ത് ചെയ്തില്ല? ചോദിച്ചില്ല. കിട്ടിയ വാക്കിന് അമ്മച്ചി എന്ത് ചെയ്തു? ഇതങ്ങ് കഴിച്ചു. സഹോദരിമാരോടായിരുന്നു ഊത്തോ. ഒരു കള്ളവിളിയെങ്കിലും. ഈ ഇൻസ്റ്റാൾമെൻറ്റുകാർ വീട്ടിൽ വന്നിട്ട് ചേച്ചി ഒരെണ്ണം എവിടെയാ? വേണ്ട. ചേച്ചി ഒരെണ്ണം എവിടെയാ? വേണ്ടടേ. ചേച്ചി ഒരെണ്ണം. ചേട്ടാ ഒന്ന് ഇങ്ങോട്ട് വന്നേ. അപ്പോഴിവനങ്ങ് പോകത്തില്ല. ഇതുപോലെയാ. ഒരു കള്ളവിളി ഒന്നും വിളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ചോദിച്ചേ ചെയ്യണം. ഇന്ന് അങ്ങനല്ല. ഭർത്താക്കന്മാരറിയാതെ പെണ്ണുങ്ങൾ റോളിങ് നടത്തി അവസാനം പലിശക്കാരെല്ലാം കൂടെ വീട്ടുമുറ്റത്ത് വരുമ്പം ഭർത്താവ് മുതുകത്ത് റോളിങ് നടത്തും. ഇതാ പല കുടുംബത്തിലെയും പ്രശ്നം. മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ചോദിക്കേണ്ടത് ഏതായാലും ഇത് കഴിച്ചു കഴിഞ്ഞു. ആര് വന്നു? ആദാം വന്നു. ആദാമിൻ്റെ നേരെ വെച്ചിട്ട് അച്ചാച്ചാ നല്ല പഴം വെച്ചാ കഴിക്കച്ചാന്ന് പറഞ്ഞു. എന്നാൽ യവൻ ചോദിക്കണ്ട, ദൈവം അരുതെന്ന് പറഞ്ഞത് നീ അത് എന്നാ പറയും? ഒന്നും ചോദിച്ചില്ല. കിട്ടിയ വാക്കിന് രക്തം ജയം അവനും അടിച്ചു. കേട്ടോ. ചിലരുണ്ട് ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്തിരിക്കും. എന്നാ ചേട്ടാ നിങ്ങൾ വിഷമിച്ചിരിക്കും? പെട്രോൾ അടിക്കാൻ പോലും 500 രൂപ ഇല്ലടി. പഴം ഇവര് ഭക്ഷിച്ചു. അവിടെ ഒരു വിഷയത്തിനൂടെ മറുപടി പറഞ്ഞ് മലബാർ മേഖലയിൽ ഒരു പ്രസംഗം കഴിഞ്ഞിറങ്ങിയപ്പോൾ
ഒരു ചേട്ടൻ റോഡിൽ കൈ കെട്ടി നിന്ന് പ്രസംഗം കേട്ടുകൊണ്ടിരുന്നൊരു ചേട്ടൻ. അപ്പം പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ പ്രസംഗം കൊള്ളാം കേട്ടോ, നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന പോലെ കേട്ടോ. ചിലരൊക്കെ പ്രസംഗം കേട്ടോ എന്നൊക്കെ പറയും, ഞങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ഏതായാലും നിങ്ങളിങ്ങനെ പറഞ്ഞൊക്കെ മനസ്സിലായി, അതുകൊണ്ട് കൊള്ളാം നല്ല പോലെ. പിന്നെ എനിക്കൊരു ചെറിയ സംശയം ഒന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിക്കും. എന്തായാലും നിങ്ങളുടെ ദൈവം ഒരു ഭയങ്കര തന്നെ. ഞാൻ ചോദിച്ചാൽ എന്താ അങ്ങനെ? ഓ, പണ്ടങ്ങാണ്ട് ഒരു ആൻറ്റി ഒരു ആപ്പിൾ തിന്നേനാ ഇത്രയും വലിയ വിഷയം ഉണ്ടാക്കിയത്. ഏതാണ്ട് വലിയ സംഭവം. ഒരാപ്പിൾ തിന്നു, അച്ചായനോട് സ്നേഹമുള്ളവളായതുകൊണ്ട് ഇച്ചിരി അച്ചായനും കൊടുത്തു. നിങ്ങളെ പറച്ചിലൊക്കെ കേട്ടാത്തൊന്നും അവൾ ലൈലൻഡ് ലോറി വിളിച്ചുകൊണ്ട് വന്ന് ആപ്പിളെല്ലാം കൂടെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റെന്നോ അല്ലെങ്കിൽ ആ മരം മുറിച്ചുകൊണ്ട് പോയി പലകയാക്കി വീട് വെച്ചെന്നോ ഒക്കെ തോന്നുമല്ലോ. ഒന്നുമില്ല, ഒരു പഴം തിന്നു, അച്ചായൻ ഇച്ചിരി കൊടുത്തു. അതിനിപ്പോൾ ഇത്രയും വലിയ വിഷയമാക്കേണ്ട കാര്യമുള്ളൂ. ഓ, പിന്നെ ഞാനൊരു കഥ പറഞ്ഞു ചേട്ടാ. 2 കുടുംബക്കാർ തമ്മിൽ അതിര് തർക്കം ഉണ്ടായി. ഈ വസ്തു തർക്കമേ അറിയത്തില്ലയോ? പിന്നെ ബന്ധുക്കോസുകാർക്ക് അറിയാത്ത വസ്തു തർക്കം ഉണ്ടായി. വസ്തു തർക്കം. അപ്പം 2 വീട്ടുകാരും തമ്മിൽ അടിയായപ്പോൾ എന്ത് ചെയ്തു? നാട്ടുകാർ പോലീസിനെ വിളിച്ചു. പോലീസും വന്നു, കൂടെ റവന്യൂ വന്നു. അവരാണല്ലോ ഈ വകുപ്പ്. റവന്യൂ വന്നു. അവർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളിവിടെ അടി ഉണ്ടാക്കരുത്, സമാധാനത്തിൽ പോ. സമാധാനമൊന്നുമില്ല, എൻ്റെ അതിൽ അവൻ തോണ്ടി. എൻ്റെ പൊന്നച്ചാ നിങ്ങളൊന്ന് അടങ്ങച്ചാ. അടങ്ങാനൊന്നുമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവരൊക്കെ കഴിഞ്ഞ ആഴ്ച നിങ്ങളല്ലേ പാടിയ മണ്ണെ പ്രതി മാണിക്യം വെടിയിൽ. മാണിക്യമൊക്കെ അവിടെ, ഇത് മണ്ണാ, ഇതുകൊണ്ട് പിടി കേട്ടോ. അങ്ങനെ എന്തായാലും കാര്യം ഇവർ തമ്മിൽ അടുക്കുന്നില്ല. ഒടുവിൽ പറഞ്ഞു, എന്നാൽ പോലീസ് കോടതി കേസെടുക്കട്ടെ. കേസെടു. കോടതി വിധി വരുന്നവരെ ഇവർ തമ്മിലടിക്കരുത്. ശരി, സമ്മതിച്ചു. എന്നാൽ ശരി. മത്താടെ കടയിൽ നിന്ന് 2 രൂപയുടെ വള്ളിക്കയറിഞ്ഞ് മേടിച്ചോണ്ട്, ഇടക്കയർ വള്ളിക്കയർ, മത്താടെ കടയിൽ നിന്ന് 2 രൂപയുടെ വള്ളിക്കയർ മേടിച്ചുകൊണ്ട് വന്ന് കുറ്റി അടിച്ച് വലിച്ച് തിരിച്ച് കെട്ടിയേച്ച് പറഞ്ഞു, ഇനി കോടതി വിധി വരുന്നവരെ ഇവിടെ തമ്മിലടിക്കരുത്. ശരി, ഓക്കെ. സന്തോഷത്തോടെ അങ്ങ് പോയി. പോലീസും പോയി, റവന്യൂ പോയി കഴിഞ്ഞപ്പോൾ ഇതിൽ ഒരു വീട്ടിൽ ഒരു തലതെറിച്ചവനുണ്ട്. അവനൊരു പിച്ചാത്തി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി അവന്മാരുടെ ഒരു കയറും കെട്ടിയേച്ച് പോയേക്കുക. നമ്മളോടാ കളി. കയറെല്ലാം മുറിച്ചങ്ങ് കളഞ്ഞു. ഇതറിഞ്ഞ പോലീസ് വണ്ടി ദാണ്ട തിരിച്ചു വന്നു. ആരാടാ കയറ് മുറിച്ച്? ഉണ്ടല്ലോ അവനാ സാറേ. ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് പിടിച്ചു. ചെവിക്കലിന് ഒരു അടിയും കൊടുത്തേച്ച് ജീപ്പിലോട്ടെടുത്തിട്ടു. കേട്ടോണം, ഇത് കണ്ടുകൊണ്ട് മുറുക്കിക്കൊണ്ടിരുന്ന ഒരു അമ്മച്ചി പറഞ്ഞൊരു വാക്ക്. അമ്മച്ചി പറയാ, യോ എന്തരടിയാ കൊച്ചിനിട്ട് ഇടിക്കുന്നത്? 2 രൂപയുടെ കയറ് മുറിച്ചാൽ ഇങ്ങനെ ഇട്ട് ഇടിക്കണം. ഏതാണ്ട് മഹാഭാവം ചെയ്ത പോലെ കൊച്ചിനെ തല്ലുന്നു. 2 രൂപയുടെ ഒരു കയറ് മുറിച്ചാൽ ഇങ്ങോട്ട് തല്ലുന്നു. അതുകൊണ്ട് മത്തായുടെ കടയിൽ തൂങ്ങി കിടക്കുന്നു ഇഷ്ടം പോലെ കയറ്. ഞാൻ വേണേൽ 10 രൂപ തരാം. കുറേ കയറ് മേടിച്ച് കിട്ടിയേച്ച് കൊച്ചിനെ അങ്ങോട്ട് വിട്ടെ. വേണ്ട അമ്മച്ചി, ഞാൻ ഒരു വണ്ടി കയറ് പകരം കൊടുക്കാം. കൊച്ചിനെ വിടുവോ? ഉണ്ടെന്നില്ല. വിടുവോ? ഇല്ല. 2 രൂപയുടെ കയറ് മുറിച്ചതിനല്ല അടി. നിയമലംഘനം നടന്നു. ആമേൻ. കേവലം ഒരു ആപ്പിൾ നിന്നതല്ല സ്നേഹിത പാപം. തമ്പുരാൻ അരുതെന്ന് പറഞ്ഞു, സുട്ടാവ് അരുതെന്ന് പറഞ്ഞു, സൃഷ്ടി കൽപ്പന ലംഘിച്ചു, നിയമം ലംഘിച്ചു, മനുഷ്യൻ പാപത്തിലായി എന്ന് വിശുദ്ധ വേദപുസ്തകം പ്രഖ്യാപിക്കുന്നു. ആമേൻ. അടുത്തത് അത് സമ്മതിക്കാം. പക്ഷേ ആദാമും ഹവ്വായും പാപിക്കാം. അതിൻ്റെ പേര് ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള യുക്തിക്ക് നിരക്കുന്ന കാര്യം പറയടോ. നരപ്പിക്കാൻ അമ്മയ്ക്കും ജനിക്കുന്ന കുഞ്ഞാരാ? പറ. എയ്ഡ്സ് രോഗി. ഈ കുഞ്ഞ് വ്യഭിചാരം ചെയ്തുവോ? ഈ കുഞ്ഞ് രക്തം സ്വീകരിച്ചുവോ? ഈ കുഞ്ഞ് വേണ്ടാത്ത വഴി നടന്നുവോ? ഇല്ല. എങ്ങനെ ഈ പ്രഖ്യാപിക്കുന്ന പ്രവൃത്തി 17:20 ിരിക്കേണ്ടതിന് അവൻ മുഴുവൻ ഉളവാക്കി. ഒരൊറ്റ മനുഷ്യനിൽ നിന്ന് മനുഷ്യരെ മുഴുവൻ ഉളവാക്കി. ഒരൊറ്റ രക്തത്തിൽ നിന്ന്, ആദാമ്യ രക്തത്തിൽ നിന്ന് മനുഷ്യജാതി മുഴുവൻ ഉളവാക്കി. അതുകൊണ്ട് ഏകനാൽ പാപവും പാപത്താൽ മരണവും മനുഷ്യനിൽ പ്രവേശിച്ചു എന്ന വിശുദ്ധ ബൈബിൾ. എന്തുവാടോ ഈ പറയുന്നത്? ഒറ്റ രക്തോ? എങ്ങനെ പറയാം? 4 ബോട്ടിൽ എടുക്കണം. 4 ബോട്ടിൽ. ഒന്നിൽ പശുവിൻ്റെ രക്തം, മറ്റൊന്നിൽ എരുമയുടെ രക്തം, വേറൊന്നിൽ ആമയുടെ രക്തം, വേറൊന്നിൽ ആടിൻ്റെ രക്തം. 4 എടുക്കുക. കമ്പ്യൂട്ടർ ലാബിൽ കൂടെ 10 മിനിറ്റ് കഴിയുമ്പോൾ പെങ്കൊച്ച് സ്റ്റിക്കർ ഒട്ടിച്ച് വെളിയിലോട്ട് നിർത്തും. ഇത് എരുമ, ഇത് പശു, ഇത് ആട്, ഇത് ആമ. വീണ്ടും 4 ബോട്ടിൽ എടുക്കുക. ഒന്നുകിൽ ഹിന്ദുവിൻ്റെ രക്തം, കാവി ഉടുത്തവൻ്റെ, മറ്റൊന്നിൽ തൊപ്പിയിട്ട മുസൽമാൻ്റെ രക്തം, മറ്റൊന്നിൽ പള്ളിയിലച്ഛൻ്റെ രക്തം, ഒന്നിൽ പാസ്റ്ററുടെ രക്തം. 4 ബോട്ടിൽ വീണ്ടും എടുക്കുക. കൊണ്ട് അങ്ങോട്ട് കൊടുക്കുക ലാബിലോട്ട്. അവരങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറയും, മനുഷ്യനെ കളിയാക്കരുത്, ഇതെല്ലാം മനുഷ്യൻ്റെ രക്തമാണ്. ആമേൻ. അല്ല പറയൂ, ഇതാ കാവിച്ചാട്ടൻ്റെ, ഇതാ തൊപ്പിച്ചാട്ടൻ്റെ. പറയൂ? പറയത്തില്ല. വേണേ ഗ്രൂപ്പ് എയും ബിയും തിരിച്ച് പറഞ്ഞിരിക്കാം, അത് മെഡിക്കലിൻ്റെ ഭാഷ. എന്നാൽ രക്തം ഇതെല്ലാം മനുഷ്യൻ്റെ രക്തമാണ്. കാരണം ഏക രക്തത്തിൽ നിന്ന്, ഏകജാതിയിൽ നിന്ന് മനുഷ്യജാതി മുഴുവൻ ഉളവാക്കി. ആമേ. ഭൂലോകത്തിലൊക്കെയും കുടിയിരിക്കേണ്ടതിന് അവൻ ഏക മനുഷ്യനിൽ നിന്ന് സകല മനുഷ്യജാതി ഉളവാക്കി. അതുകൊണ്ട് ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. മനുഷ്യൻ പാപിയായി. 1-ാമത്തെ ഭാഗം അവിടെ അവസാനിപ്പിക്കുന്നു. പാപിയായ മനുഷ്യനെ രക്ഷിപ്പാൻ ദൈവം മുന്നോട്ട് വെച്ച രക്ഷാ പദ്ധതികളെ
സ്റ്റെപ്പുകളാണ്. അടുത്ത സ്റ്റെപ്പ് 1, ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതി. ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യനെ നശിപ്പിച്ച് കളയാതെ വീണ്ടെടുപ്പാൻ തക്കവണ്ണം സ്നേഹവാനായ ദൈവം മുന്നോട്ട് വെച്ച ഒന്നാമത്തെ രക്ഷാ പദ്ധതി നോഹയുടെ പെട്ടകം. നോഹയുടെ പെട്ടകം അതറിയാവുന്നവരാണ് എല്ലാ സൺഡേ ക്ലാസ് കുഞ്ഞുങ്ങളും, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. നോഹയുടെ പെട്ടകം, അതിൽ കേവലം 8 പേര് രക്ഷപ്രാപിച്ച് പുറത്തിറങ്ങി. വീണ്ടും ഭൂമിയിൽ ജനം പെറ്റുപെരുകി തുടങ്ങി. അപ്പോഴെന്ത് ചെയ്തു? അവരും സൃഷ്ടാവിനെ മറന്നിട്ട് സൃഷ്ടിയെ ദൈവമാക്കി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി, പറവജാതി എന്നിവയുടെ രൂപമാക്കി മാറ്റിക്കൊണ്ട് മനുഷ്യൻ സൃഷ്ടിയെ ദൈവമെന്ന് വിളിച്ചു. മനുഷ്യൻ്റെ കൈപ്പണിയായ വിഗ്രഹങ്ങളെ അവൻ ദൈവമെന്ന് വിളിച്ചു. സൃഷ്ടിയെ അവൻ ദൈവമാക്കി, സൃഷ്ടാവിനെ അവൻ മറന്നു. ജനം വീണ്ടും മുന്നോട്ട് പോയപ്പോൾ ദൈവം മുന്നോട്ട് വെച്ച അടുത്ത രക്ഷാ പദ്ധതി, ദൈവം തൻ്റെ ജനത്തിന് പ്രമാണം കൊടുത്തു. അതാണ് മോശയിലൂടെ കൊടുത്ത പ്രമാണം. എന്താ ഈ പ്രമാണം? എന്തുവാച്ചാ ഈ പ്രമാണം? പറഞ്ഞു തരാം. ഈ ഇരിക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങൾ ഏത് വാങ്ങിയാലും ഇതിൻ്റെ കൂടെ ചെറിയൊരു ബുക്കിലെറ്റ് കിട്ടും, ഇല്ലയോ? യൂസേഴ്സ് മാനുവൽ, കാറ്റലോഗ്, അല്ലേ? അത് മൊബൈൽ വാങ്ങിയാലും ഒരു വാച്ച് വാങ്ങിയാലും, അല്ലേ? ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് 10 രൂപയുടെ എലിവേഷൻ മേടിച്ചാലും അതിനകത്തും ചുരുട്ടി വെച്ചേക്കും ഉപയോഗിക്കേണ്ടുന്ന വിധം. അപ്പോൾ ഉണ്ടാക്കിയ കമ്പനിക്കാരുടെ നിബന്ധനയാണ് യൂസേഴ്സ് മാനുവൽ അഥവാ കാറ്റലോഗ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഉണ്ടാക്കിയ ദൈവം, മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവ് യഹോവയായ ദൈവം അവൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, എന്ത് ചെയ്താൽ അനുഗ്രഹിക്കപ്പെടും, എന്ത് ചെയ്താൽ ശപിക്കപ്പെടും, എന്ത് ചെയ്താൽ സ്വർഗരാജ്യം പ്രാപിക്കും, എന്ത് ചെയ്താൽ നരകശിക്ഷയിൽ വീഴുമെന്ന് വ്യക്തമായ പ്രമാണം ദൈവം മനുഷ്യന് കൊടുത്തു. പക്ഷേ മനുഷ്യരെന്ത് ചെയ്തു? പ്രമാണം കക്ഷത്തിൽ വെച്ച് പിന്നെയും പാപം ചെയ്യാൻ തുടങ്ങി. നമ്മുടെ നാട്ടിൽ ചില ക്രിസ്ത്യാനികളെപ്പോലെ, എല്ലാവരും വിഷമിക്കേണ്ട, ചില ക്രിസ്ത്യാനികളെപ്പോലെ. കാര്യം എന്താ? അവരുടെ വീട്ടിലും പ്രമാണമുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഈ മറിയാമ്മ ഒരു ഫ്രിഡ്ജ് മേടിച്ചു കേട്ടോ, കൂടെ കേൾക്കുന്നുണ്ടോ? മറിയാമ്മ ഒരു ഫ്രിഡ്ജ് മേടിച്ചു. മറിയാമ്മയ്ക്കും കിട്ടി ചെറിയൊരു കാറ്റലോഗ്, യൂസേഴ്സ് മാനുവൽ. മറിയാമ്മ ഈ കാറ്റലോഗ് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ടൊരു കമ്പിളി തുണി എടുത്ത് അതിൻ്റെ പുറത്തുകൂടെ അങ്ങ് വിരിച്ചു. ഇപ്പോൾ കാറ്റലോഗ് എവിടെ ഇരിക്കുക? ഫ്രിഡ്ജിൻ്റെ മുകളിൽ, കമ്പിളി തുണിയുടെ അടിയിൽ. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഫ്രീസറിനകത്ത് ഐസ് കട്ട പിടിച്ച് അങ്ങ് നിറഞ്ഞു. പുതിയ ഫ്രിഡ്ജ് അല്ലയോ? ഇത് കണ്ട മറിയാമ്മ മുനയുള്ളൊരു കമ്പിപ്പാര എടുത്തുകൊണ്ട് ഓടി വരികയാണ് കുത്തിയിളക്കാൻ. അത് കണ്ട കമ്പ്യൂട്ടർ കൊച്ചുമോൻ പറഞ്ഞു മാമേ അതുകൊണ്ട് കുത്തല്ലേ എന്ന് പറഞ്ഞു. എന്നാടാ കുത്തിയ? യോ എൻ്റെ അമ്മാമേ, ആ ഫ്രിഡ്ജിൻ്റെ പുറത്തിരിക്കുന്ന ആ പുസ്തകം കണ്ടോ? അത് കമ്പനിക്കാരുടെ പുസ്തകമാണ്. അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നു ഈ ഫ്രീസറിനകത്ത് ഗ്യാസ് നിറച്ച ചെറിയ കുഴലുണ്ടെന്ന്, അതുകൊണ്ടാണ് തണുക്കുന്നത്. ഈ മുനയുള്ള കമ്പി കൊണ്ട് കുത്തിയ അതിനകത്ത് ഹോള് വീഴും, ഗ്യാസ് ലീക്കാവും, പിന്നെ വർക്ക് ചെയ്യത്തില്ലെന്ന് ഉണ്ടാക്കിയ കമ്പനിക്കാർ പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുക. ഉടനെ മറിയാമ്മ, പിന്നെ പുസ്തകത്തിൽ അങ്ങനെ എന്തെല്ലാം എഴുതി വെക്കും? ഞാൻ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കുത്തല്ല, ഞങ്ങളുടെ വല്യപ്പച്ചന്മാരുടെ കാലം തൊട്ട് ഈ കുത്താ കുത്തുന്നത്, അതുകൊണ്ട് ഇങ്ങനെ കുത്തു. മനസ്സിലായില്ല? ഇങ്ങനെ ചില ക്രിസ്ത്യാനി, എല്ലാവരും അല്ല, ചില ക്രിസ്ത്യാനി. കാര്യം അവരുടെ വീട്ടിൽ പ്രമാണം ഇരിപ്പുണ്ട്. എവിടെ? ഫ്രിഡ്ജിൻ്റെ മുകളിലല്ല, ഷോക്കേഴ്സിനകത്ത്. കറണ്ട് ചാർജിൻ്റെ കോപ്പിയും കരവടച്ചതിൻ്റെ രസീതും തുണ്ട് പേപ്പറും നോട്ടീസും തൊഴിലുറപ്പിൻ്റെ ചീട്ടും എല്ലാം കൊണ്ടുവച്ച് ചെമ്പരത്തിപ്പൂവും പറിച്ചിട്ട് ചന്ദനത്തിരിയും കത്തിച്ച് പുകച്ച് പുസ്തകം ഷോക്കേഴ്സിൽ വെച്ച് റോഡിൽ കൂടെ ഓലമടലും പിടിച്ചുകൊണ്ട് നടക്കും. അപ്പോഴാണ് നമ്മൾ ചെന്നേച്ച് പറയുന്നത്, അയ്യോ ഇങ്ങനൊന്നും ചെയ്തുകൂടാന്നാ, വേദപുസ്തകത്തിൽ അങ്ങനൊന്നും പറഞ്ഞ്, പുസ്തകത്തിൽ അങ്ങനെ എന്തെല്ലാം പറയും, ഞങ്ങളിത് ഇന്നും ഇന്നലെയും തുടങ്ങിയ വകുപ്പല്ല, വല്യപ്പച്ച കുച്ചപ്പൻ്റെ കാലം തൊട്ടുള്ള കുത്താ ഈ കുത്ത്. നമ്മളെന്ത് പറയാൻ? പക്ഷേ പ്രമാണം അങ്ങനല്ല കേട്ടോ. ഇതുപോലെയാണ് പ്രമാണം കൈവച്ചുകൊണ്ട് ജനം എന്ത് ചെയ്തു? ദൈവത്തോട് മറുതലിച്ചു. അവർ പാപം ചെയ്യുവാൻ തുടങ്ങി. പാപത്തിൽ വീണുപോയ മനുഷ്യനെ വീണ്ടെടുപ്പാൻ യഹോവയായ ദൈവം മുന്നോട്ട് വെച്ച അടുത്ത രക്ഷാ പദ്ധതി ദൈവം പ്രവാചകന്മാരെ രംഗത്തയച്ചു. വളരെ അടുക്കും ചിട്ടയാ പുസ്തകം. നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഈ പുസ്തകം ദൈവത്താൽ എഴുതിയെന്നുള്ളതിൻ്റെ തെളിവാണ്. 13 വർഷത്തെ പ്രായം മാത്രമേ എനിക്ക് പുസ്തകമായിട്ടുള്ളൂ. ബൈബിൾ കോളേജിൻ്റെ പടി ഇന്നുവരെ കണ്ടിട്ടില്ല. ഈ പുസ്തകം തുറന്നു വെച്ചല്ല ഞാൻ പ്രസംഗിക്കുന്നത്, കുറിപ്പ് നോക്കിയല്ല പ്രസംഗിക്കുന്നത്. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരാമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നെന്നുള്ളതിൻ്റെ തെളിവാ ഇന്ന് രാത്രി ഇവിടെ നിന്നുകൊണ്ട് വചനം വിളിച്ചു പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടോണം. ദൈവം പ്രവാചകന്മാരെ അയച്ചു. പ്രവാചകന്മാരെ യെശയ്യാവ്, യിരെമ്യാവ്, എഹെസ്കേൽ, ദാനിയേൽ, ഹോശേയ, യോവേൽ പ്രവാചകന്മാർ രംഗത്തിറങ്ങി. പ്രവാചകന്മാർ എന്തിനാ പ്രവാചകന്മാരെ അയച്ചെന്നറിയാമോ?
യഹോവയുടെ നാവായി ഇരുന്നു കൊണ്ട് ജനത്തോട് അരുളപ്പാടറിയിക്കാൻ. ആമേൻ. പ്രവാചകന്മാർ രംഗത്തിറങ്ങി. അവർ ദൈവത്തിന്റെ അരുളപ്പാട് പറയാൻ തുടങ്ങി. എന്താ പറഞ്ഞത്? 4 വർഷമായി കാലുകളുടെ മുട്ടുകൾക്ക് വേദന ഇട്ടുകൊണ്ട് അടുക്കള ജോലി പോലും ചെയ്യിക്കത്തില്ലെന്ന് വാദിച്ചു നിൽക്കുന്ന അന്ധകാര മണ്ഡല ബന്ധനം ആണാ പണി നോക്കാൻ പറയുന്നു. കുറെ പ്രവാചകന്മാരെന്നും പറഞ്ഞ് ഇതിനകത്തിറങ്ങിയിട്ടുണ്ട്. നടുവേദന, പല്ലുവേദന, ഉളുക്ക്, പിരിപ്പ്, തരിപ്പ്, വല്ല കൊട്ടൻ ചുക്കാതി വിൽക്കാൻ പോകേണ്ടവനൊക്കെ പ്രവാചനം പറഞ്ഞ് എൻ്റെ കോസിനകത്ത് കിടന്ന് കളിക്കുക. ഇതൊന്നും അല്ലടോ പ്രവചനം. ആമേ. നടുവേദന, ഉളുക്കും, പിരിപ്പും തരിപ്പും പ്രവചിക്കുന്ന ഒറ്റ പ്രവാചകൻ പുസ്തകത്തെ ഇല്ല. ആമേ. സ്റ്റേജെ കയറ്റി കുഞ്ഞെന്ന് പറഞ്ഞേ, കുഞ്ഞെ കൈയടിച്ചോ ഓടോ. ആമേൻ. പുസ്തകത്തെ കാണിച്ചു തരാമോ? പുസ്തകത്തിൽ പ്രവചനമുണ്ട്, പ്രവാചകനുണ്ട്. അന്നുമുണ്ട്, ഇന്നുമുണ്ട്, കാഹളം ധ്വനിക്കുന്നവരെ ഉണ്ട്. അത് ചെയ്തെടുപ്പാൻ ദൈവം ശക്തനുമാണ്, ദൈവം മതിയായവനുമാണ്. പ്രവചന ശബ്ദം ഇന്നും മുഴങ്ങുന്നുണ്ട്. അങ്ങനെ പ്രവചിക്കുന്ന പ്രവാചകന്മാരും ഉണ്ട്. പക്ഷേ ബൈബിളിലെ പ്രവാചകൻ ആരാ? പ്രവചനം എന്താണെന്ന് ആദ്യം പഠിച്ചിരിക്കണം. ഇരമ്യാവ് 23:16 വായിക്കാം. ഇരമ്യാവ് 23:16 ഒന്ന് കേട്ടേച്ച് പോകാം. 5 മിനിറ്റ്. ഒത്തിരി പറയാറുണ്ട്. 23:16. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ നടപ്പും പ്രവൃത്തിയും നന്നാക്കി. 23:16 ഇരമ്യാവ് 23:16 സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അങ്ങനെ തുടങ്ങും. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് എന്ത് ചെയ്യരുത്? കേൾക്കരുത്. അയ്യോടാ, കേൾക്കരുതൊന്നും ഉണ്ടോ പുസ്തകത്തിൽ? ഉണ്ടമ്മാമേ. പുസ്തകം വായിക്കണ്ടേ? ആരാ പുസ്തകം വായിക്കുന്നത്? പുസ്തകം ഇപ്പോൾ ആർക്ക് വേണം? പുസ്തകം ഇപ്പോൾ ഉറക്ക വിളിയാ. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. പാസ്റ്ററേ, അവസാനം ബൈബിൾ എടുത്തൊന്ന് വായിച്ചു, അപ്പോഴേ ഉറങ്ങി. എത്ര പേർക്കാ ഇപ്പോൾ ഉറക്ക വിളിയാ? ഭയങ്കര സന്തോഷമല്ലേ? ഹോ. ആമേ, സ്വോത്രം. പിന്നെ വീട്ടിൽ നിന്ന് വീടാൻ വേണ്ടി കുറെ പെണ്ണുങ്ങൾ മെനക്കെട്ട് വന്നാൽ പിന്നെ വീടാതെ അങ്ങനെ വായി കേൾക്കരുതെന്ന് പറയാൻ കാരണമുണ്ട്. വായിച്ചു നോക്കണം. അവർ നിങ്ങളെ വ്യാജം ഉപദേശിക്കുന്നു. യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല, പിന്നെയോ സ്വന്തം ഹൃദയത്തിലെ ദർശനമത്രേ അവർ പ്രവചിക്കുന്നത്. അതുകൊണ്ടാ ചിലർ പറയുന്നത് എന്റെ ആത്മാവ് സത്യം അവന്റെ ആത്മാവ് പറയും. മനസ്സിലാവുന്നുണ്ടോ? കാര്യം ഇതാ സ്വന്തം ഹൃദയത്തിലെ അവർ പ്രവചിക്കുന്ന. അടുത്ത വാക്ക്. എന്നെ നിരസിക്കുന്നവരോട് അവർ നിങ്ങൾക്ക് സമാധാനമുണ്ടാകുമെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ പ്രവാചകന്മാരില്ലെന്ന് ആരും പറയരുത്. ഇല്ലെന്ന് പറഞ്ഞാൽ അത് വചനവിരുദ്ധമാണ്. പ്രവാചകൻ ഉണ്ട്. പക്ഷെ എങ്ങനെ തിരിച്ചറിയും? ഇതാണ് തിരിച്ചറിയാനുള്ള സൂത്രവാക്യം. എന്നെ നിരസിക്കുന്നവരോട്, എന്നെ എന്ന് പറഞ്ഞ ആരാ? യഹോവ. ദൈവത്തെ നിരസിച്ച് നടക്കുന്നവരോടും ഈ പ്രവാചകന്മാരെന്ത് പറയും? ദൈവം മാനിക്കാൻ പോവച്ചാ, ഇനി 2 വീടുകൂടെ വരാൻ പോവച്ചാ, ഒരു പുതിയ പ്രോജക്റ്റൂടെ ഞാൻ കാണുന്നുണ്ട്. കുറഞ്ഞ പക്ഷം ഇത് പാസ്റ്റർക്ക് അറിയത്തില്ല നിന്റെ സൂത്രം എന്താണ്. ഈ കേൾക്കുന്ന സഹവിശ്വാസിക്കും അറിയത്തില്ല നിന്റെ ജീവിതത്തിൽ സൂത്രം ഉണ്ടോന്ന്. പക്ഷെ കുറഞ്ഞ പക്ഷം ദൂത് കേൾക്കുന്ന നിനക്കറിയാലോ നീ ഇന്നലെ എന്തോ സൂത്രം കാണിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നിനക്കറിയാം, ഞാൻ ഇന്നലെ ഈ സൂത്രം കാണിച്ചിട്ട് വന്ന് എൻ്റെ അടുത്ത് ഇവ മാനിക്കാൻ പോവാന്ന് പറയണമെങ്കിൽ ഇവൻ കള്ളനാന്ന് കുറഞ്ഞ പക്ഷം നിനക്കെങ്കിലും അറിഞ്ഞൂടെ? പിന്നെ എന്തിനാ നീ അടിക്കാതിരിക്കുന്നത്? അമേ. അപ്പൊ അതുകൊണ്ട് തെളിവിതാ പറയുന്നത്, ദൈവത്തെ നിരസിക്കുന്നവരോട് സമാധാനം എന്ന് പറയുകയും തീർന്നില്ല. അടുത്ത വാക്ക്. തങ്ങളുടെ ഹൃദയത്തിലെ ശാഠ്യപ്രകാരം നടക്കുന്നവരോടൊക്കെയും. തങ്ങളുടെ ഹൃദയത്തിലെ, തങ്ങളെന്ന് പറഞ്ഞാൽ സെയ്ദ് മുഹമ്മദ് കോയ തങ്ങളുടെ കാര്യമല്ല ഈ പറയുന്നത്. തങ്ങളെന്ന് പറഞ്ഞാൽ അവനവനെ കുറിച്ച് പറയുക. തങ്ങളുടെ ഹൃദയത്തിലെ ശാഠ്യപ്രകാരം നടക്കുന്നവനോടൊക്കെയും നിങ്ങൾക്കൊരു ദോഷവും വരികയില്ലേ എന്ന് പറയുന്നു. ഇങ്ങനെ പറയുന്നവരല്ലേ നിങ്ങൾക്കും ഇഷ്ടം? അല്ല, ഇങ്ങനെ പറയുന്നവനെ ഇന്ന് വിളിച്ചേരിക്കട്ടെ, ഇനി മേലാ വിളിച്ചേക്കരുത്. ഇങ്ങനെ പറയുന്നവരാ നിങ്ങൾക്ക് ഇഷ്ടം? സ്വന്തം ശാഠ്യപ്രകാരം ആരാധനയ്ക്കും വരാതെ തോന്നിയതും കാണിച്ച് അവിയൽ പരുവത്തി നടക്കുന്നവനോടൊക്കെയും ഒരു ദോഷം വരത്തില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത ആഴ്ച ഞങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനയ്ക്കൂടെ ഒന്ന് വിളിക്കണേ പാസ്റ്ററെ ഒന്ന് വിളിക്കണേ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്താ? അനുഗ്രഹിക്കും. എന്നാൽ ദൈവത്തിൻ്റെ പ്രവാചകന് പറയാനുള്ള എന്താണെന്നും കൂടെ നീ കേട്ടോണം. 22 മുതൽ വായിച്ചു കൊടുച്ചാ. കണ്ണുണ്ടെങ്കിൽ തുറക്ക്, ചെവി ഉണ്ടെങ്കിൽ കേക്ക്. നോക്ക്. അവർ എന്റെ ആലോചനാ സഭയിൽ നിന്നിരുന്നുവെങ്കിൽ, അവർ എന്റെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആലോചന പറയുന്ന ദൈവസഭയിൽ അവർ നിന്നിരുന്നു എങ്കിൽ അവരെങ്ങനെ പ്രവചിക്കുമെന്നാണ് ഈ പറയുന്നത്. എന്റെ വചനങ്ങളെ എന്റെ ജനത്തെ കേൾപ്പിച്ച് അവരെ അവരുടെ ആകാത്ത വഴിയിൽ നിന്നും അവരുടെ പ്രവർത്തികളുടെ ദോഷത്തിൽ നിന്നും തിരിപ്പിക്കുമായിരുന്നു. കണ്ടോ?
അവർ ദൈവത്തിന്റെ പ്രവാചകന്മാരാണെങ്കിൽ നിന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന 500 എൻ്റെ പോക്കറ്റിൽ വരുത്തുന്ന വകുപ്പല്ല. നിന്റെ ആകൃത്യങ്ങളെ വെളിപ്പെടുത്തി, നിന്റെ കുറവുകളെ വെളിപ്പെടുത്തി, നിന്റെ ബലഹീനതകൾ വെളിപ്പെടുത്തി, ഇനിയും നിനക്ക് ദൈവത്തോട് അടുക്കുവാൻ തക്കവണ്ണം നിന്റെ ജീവിതത്തിൽ ഒളിഞ്ഞും മറഞ്ഞുമിരിക്കുന്ന ആകൃത്യങ്ങളെ നിനക്ക് വെളിപ്പെടുത്തി, നിന്റെ ആകാത്ത വഴിയിൽ നിന്നും നിന്നെ ദൈവത്തിങ്കലേക്ക് മടക്കി വരുത്തുന്നതാണ് യഹോവയിൽ നിന്നുള്ള പ്രവചനം. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ എന്നാ ഇനി പഠിക്കുന്നത്? നമുക്കാണ് ഈ ചക്കും ചൂക്കും ഒക്കെ കേട്ടാൽ വലിയ ഇഷ്ടമാണ്. സ്തോത്രം കൊണ്ട് ഇനിയെങ്കിലും കണ്ണു തുറക്ക്, ദൈവവചനത്തിലേക്കൊന്ന് മടക്കി വാ. ഞാൻ അത്രയും പറഞ്ഞ ആ ഭാഗം പിടിക്കുക. ഒത്തിരി എനിക്ക് അതേക്കുറിച്ച് പറയാനുണ്ട്. അതൊന്നും ഞാൻ കയറുന്നില്ല. കാര്യം പറഞ്ഞതിൻ്റെ ഒക്കെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്നെ കൊല്ലുന്ന മുസ്ലിങ്ങളും ഹിന്ദുക്കളും കൊല്ലത്തില്ല, ബന്ധുക്കോസുകാരെ കൊല്ലും എന്നുള്ളൊരു ഘട്ടത്തിലാണ് ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാര്യം സത്യം പറയുന്നവന് ഇവിടെ നിർത്തത്തില്ല. അയ്യോ അച്ചാച്ചന്മാരൊക്കെ നമ്മളെ ഒതുക്കിയേ അടങ്ങൂ, മുസ്ലിമിൽ നിന്ന് വന്ന ഇവനിവിടെ എന്തോ ആയിപ്പോകുമെന്നുള്ളൊരു പേടിയാണ്. ആദ്യം ഒന്ന് ഗുണപ്പെടറോ ജാതി പറയാതെ. എഴുതിക്കൊണ്ടിരിക്കുക ഇൻ്റർനെറ്റിലൂടെ മീഡിയയിലൂടെ പെന്തിക്കോസിൻ്റെ ദേശീയ പക്ഷി കാക്കാന്ന്. ഞാൻ ഇവനൊക്കെ ഗുണപ്പെട്ടവനാണോ? അയ്യോ ലേലൂയ സ്വത്രം പറയുന്ന കേട്ടാത്തോന്നി അവൻ്റെ അപ്പൻ യഹൂദനാണ്. രക്ഷിക്കപ്പെട്ടവൻ ഇതുവല്ലം പറയൂ? ഞാനങ്ങ് വിടുക. കാരണം പറഞ്ഞതിൻ്റെ ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഇരിക്കുന്ന പലർക്കും കണ്ടും കേട്ടും ഇരിക്കുന്നവരെല്ലാവരും ഉണ്ടങ്ങ് വിടുക 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 പോട്ടെ. ദേ പ്രവാചകന്മാരെ രംഗത്തിറക്കി. പ്രവാചകന്മാരുടെ വാക്കിന് ജനം മടങ്ങി വന്നില്ല. ഒടുവിൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ രക്ഷയുടെ മാസ്റ്റർ പ്ലാനിങ് മനുഷ്യന്റെ മുമ്പിൽ വെളിപ്പെടുത്തി. യേശുക്രിസ്തു ജനിക്കുന്നതിന് 700-750 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, മത്സരഗൃഹമേ, മടങ്ങി വരാത്ത ഇസ്രായേല്, കർത്താവ് തന്നെ നിനക്കൊരടയാളം തരും. എന്തടയാളം? കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ആമേൻ. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ആര്? എത്ര വർഷം മുമ്പ്? 700-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവം അയച്ച പ്രവാചകൻ പറഞ്ഞു, കന്യക ഗർഭിണിയായി ആരെന്ന്? മകനെ. അങ്ങനെ പറ. ആര്? മകനെ. എത്ര വർഷം മുമ്പ്? 700-ൽ പരം വർഷം മുമ്പ്. ചോദ്യം, പ്രസവിച്ചപ്പോൾ മോളായോ? അതാ പ്രവാചകൻ. ഉണ്ടെന്നില്ല. ദൈവം അയച്ച പ്രവാചകൻ അതാ. 700 വർഷം മുമ്പ് മോനെന്ന് പറഞ്ഞാൽ മോനാ. ഇവിടെ ചിലരൊക്കെ ഉണ്ട് 6 മാസം മോനാകട്ടോ, പ്രസവിച്ചപ്പം മോളാ, കയ്യിൽ നിന്ന് പോയി. വകുപ്പൊന്നും അല്ലത്. ഇതൊക്കെ നല്ല കൃത്യമായ കാര്യങ്ങളാ. മനസ്സിലായോ? മകനെന്ന് പറഞ്ഞാൽ മകനാ. പിന്നെ കറക്കി കുത്തൊന്നുമില്ല. ഇപ്പോൾ പലരും സ്റ്റേജിനകത്തിട്ടാൻ കറക്കി കുത്തുക. ബിനു 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 ഒരു പേരെന്നെ കാണിക്കുന്നുണ്ട്. ബിനു ഉണ്ടോ? 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 ഉണ്ടെങ്കിൽ മുന്നോട്ട് വാ, നിനക്ക് വിടുതല. ഉണ്ടെങ്കിൽ മുന്നോട്ട് വാ. ഞാൻ വിളിച്ചൊന്നുമല്ല, ആരും വരല്ലേ. സ്തോത്രം. ഉണ്ടെങ്കിൽ മുന്നോട്ട് വാ. നിങ്ങൾ കേൾക്കണേ. ഇത് കേൾക്കുമ്പോൾ ചിലരങ്ങ് അടി. ശ്രദ്ധിച്ച് കേട്ടോണം. യേശു എരീഹോവിനടുത്ത് എത്തിയപ്പോൾ നിന്നുകൊണ്ട്, ഇവിടെ ഏതോ ഒരു മരത്തിൽ സക്കായി ഉണ്ടെന്ന് തോന്നുന്നു. ഏതെങ്കിലും മരത്തിലുണ്ടോ? എടാ നിന്റെ വീട്ടിൽ വരാനാണ്. ചേട്ടാ ഇങ്ങോട്ട് വരാൻ ഉണ്ടോ? ഈ വകുപ്പൊന്നും അല്ല പുസ്തകത്തിൽ. അവൻ ഇരുന്ന മരത്തിൻ്റെ കീഴെത്തി മേപ്പോട്ട് നോക്കി, സക്കായിയെ താപ്പോട്ട് വാടാ, പുരുഷാരം നിന്നെ കണ്ടില്ല, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്, നിന്നെ കണ്ടിട്ടാ വിളിക്കുന്ന, ഇറങ്ങി വാടാ, ഇന്ന് നിന്റെ വീട്ടിൽ ഞാൻ പാർക്കാൻ പോവാ. പ്രവചനത്തിൻ്റെ ശബ്ദം. ഇങ്ങനെയൊക്കെ പ്രവചിക്കുന്ന അഭിഷിക്തന്മാർ ഇന്നും ഉണ്ട് ദൈവമക്കളുടെ ഇടയ്ക്ക്. നേരിട്ടറിയാവുന്ന ഒരാളുടെ പേര് പറയാം. അതാണ്ട് എൻ്റെ അയലത്തുകാരനാ, ബിജു മുളവനെ എന്ന് പറയും. വർഷങ്ങളായി അറിയാം. പള്ളിക്കകത്ത് കയറി ദൂതാനെ പക്കാട്ട് വിളിച്ച് പറയും. ഗൾഫിലേക്ക് മുമ്പ് ചില വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിലേക്ക് ഒരാൾ സ്പോൺസർ ചെയ്ത് കൊണ്ടുപോയ ആൾ കാലും കയറ്റി വെച്ച് സോഫായിലിരിക്കുക. പ്രസംഗത്തിനിടെ അടുത്ത് ദൂത് പറഞ്ഞു, ദൈവഗതമല്ലാതെ ഉണ്ടാക്കിയ പണമെല്ലാം മാറ്റി വെച്ച് മാനസാന്തരപ്പെട്ടില്ലേ നിന്നെ ദൈവം ആഴ്ച കീറുമെന്ന് പറഞ്ഞു സ്പോൺസറോട്. അടുത്ത ആഴ്ച തിരിച്ച് കയറ്റി വിട്ടു. അതാ പ്രവാചകൻ. മനസ്സിലായോ? അങ്ങനെ ഇന്നും ഉണ്ട് ദൈവമക്കളുടെ ഇടയിൽ. കൃപാവര ശുശ്രൂഷയൊന്നും നിന്നു പോയിട്ടൊന്നുമില്ല. പക്ഷേ ഇത് തിരിച്ചറിയണം, യാഥാർത്ഥ്യം തിരിച്ചറിയണം. അതിനുവേണ്ടി ആ പുസ്തകത്തിൽ തന്നെ കല്ലും നെല്ലും തിരിക്കുന്ന രീതി കാര്യം എഴുതി വെച്ച് വന്നിരിക്കുന്നത്. അത് വായിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടി എഴുതി വെച്ചിരിക്കുന്നു. അല്ല ഒരു ഭാഗം മാത്രം പഠിക്കുക, 2 ഭാഗവും കൂടെ പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതാണ് കൃപാവരം എന്ന് പറയുന്നത്. ഇറങ്ങി വാടാ, അതാ ദൂത്. അങ്ങനെ 100 കണക്കിന് പ്രവചനങ്ങൾ നിവർത്തീകരിച്ചുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു ബത്ലഹേം എഫ്രാത്തയിൽ ജനിച്ചു. 33 തിരുവയസ്സിൽ
കർത്താവായ യേശുക്രിസ്തു മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ തയ്യാറാവുകയാണ്. 30 വയസ്സുവരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി ജീവിച്ച കർത്താവ് 30-ാം വയസ്സിൽ കാനാവിലെ കല്യാണ നാളിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് തൻ്റെ പ്രവൃത്തിക്ക് ആരംഭം കുറിക്കുകയാണ്. അല്ലേ? അതൊക്കെ ഞങ്ങൾക്ക് അറിയാം പാസ്റ്ററെ. ഏത് കാനാവിലെ കല്യാണ നാളിലല്ലേ? മറ്റേ വെള്ളം വീഞ്ഞാക്കിയ കാര്യമല്ലേ പറയണേ? അത് അമ്മ അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ്. ഇത് മറിയ അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അവിടെ വീഞ്ഞൊന്നും അത് ചിലരിങ്ങനെ പറയുന്നത്. അമ്മ അവിടെ മധ്യസ്ഥം വഹിച്ചു. വളരെ ബഹുമാനത്തോടെ വളരെ സ്നേഹത്തോടെ ക്രൈസ്തവ സ്നേഹിതരോട് ഞാൻ ചോദിക്കുന്നു, ആകെ കൂടി 4 സുവിശേഷം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഇതിൽ ഈ സംഭവം എഴുതിയിരിക്കുന്നത് ഒറ്റ അധ്യായത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ. ഈ അധ്യായത്തിൽ എവിടെങ്കിലും ഏതെങ്കിലും ബൈബിളിൽ, ഉലകത്തിലുള്ള ഏതെങ്കിലും ബൈബിളിൽ അവിടെ ആരെങ്കിലും അമ്മയോട് മധ്യസ്ഥ വഹിച്ചതായി ഒരു വാക്യം, കുറിവാക്യം, മുറിവാക്യം ആരെങ്കിലും കാണിച്ചു തന്നാൽ പെന്തിക്കോസിനോട് ഞാൻ ടാറ്റ പറയാൻ തയ്യാറാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ആരെങ്കിലും അമ്മയോട് മധ്യസ്ഥം വഹിക്കണം. അതിന് ആദ്യം മധ്യസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഇങ്ങോട്ട് പൊക്കി പിടിച്ചുകൊണ്ട് വരരുത്. ആദ്യം മധ്യസ്ഥം എന്താണെന്ന് മനസ്സിലാക്കണം. എന്താ? അച്ഛാ എനിക്ക് വേണ്ടി ഒന്ന് പറയണേ എന്ന് പറയുന്നതാണ് മധ്യസ്ഥം. അങ്ങനെ ഏതെങ്കിലും ഒരു മുറിവാക്യം, കുറിവാക്യം ഏതെങ്കിലും ബൈബിളിൽ കാണിച്ചു തരാമോ? കഴിയില്ല. കാരണം അങ്ങനെ ഒരു വാക്യം ബൈബിളിലില്ല. വേണമെങ്കിൽ ബൈബിൾ എടുത്തൊന്ന് പരിശോധിച്ചോ, ഞാൻ വായിച്ച് കേൾപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. അങ്ങനാണോ? ആണ്. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ആണോ? യേശുവിനെ ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. ആണോ? അവർക്ക് വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. ആണോ? അവൻ അവളോട്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അങ്ങനാണോ? ആണ്. ഇത്രയും ഭാഗത്തിനിടയിൽ എഴുതപ്പെട്ട കാര്യം ഞാൻ പറയാം. 1, 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. 2-ാമത്തെ വാക്യം, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. വാക്ക് ശ്രദ്ധിക്കണം, അമ്മ അവിടെ ഉണ്ടായിരുന്നു. അടുത്ത വാക്ക്, യേശുവിനെ ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. അപ്പൊ അമ്മ അവിടെ ഉണ്ടായിരുന്നു, യേശുവിനെ ശിഷ്യന്മാരെയും ക്ഷണിച്ചിരുന്നു. ഇവിടെ വ്യാഖ്യാനത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു വ്യാഖ്യാനം ഇവിടെ പറയത്തില്ല. അമ്മ അവിടെ ഉണ്ടായിരുന്നു, ശിഷ്യന്മാരെ യേശുവിനെ ക്ഷണിച്ചിരുന്നു. ഇത്രയും മതി. അടുത്ത വാക്ക്, അമ്മേൻ അവർക്ക് വീഞ്ഞു പോരാതെ വരികയാൽ അവൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അർത്ഥാൽ അമ്മ മോനോട് പറഞ്ഞത് ബൈബിളിൽ ഉണ്ട്. അമ്മ മോനോട് പറഞ്ഞത് ബൈബിളിൽ ഉണ്ട്. അമ്മ മോനോട് പറഞ്ഞത് ബൈബിളിൽ ഉണ്ട്. എന്നാൽ അമ്മയോട് ആരെങ്കിലും, ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ, പരിശുദ്ധ അമ്മേ, മാലാഖേ അമ്മേ, മറിയേ, ഞങ്ങൾക്ക് വീഞ്ഞില്ല, മോനോട് ഒന്ന് അപേക്ഷിക്കണമേ. അതാണ് മധ്യസ്ഥ. അങ്ങനെ ഒരു വാക്യം, മുറിവാക്യം, കുറിവാക്യം പുസ്തകത്തിലുണ്ടെങ്കിൽ കാണിച്ചു തരണം. ഉണ്ടെന്നില്ല, ഉണ്ടെങ്കിൽ കൊണ്ടുവരാം. മോനോട് പറഞ്ഞത് ബൈബിളിൽ ഉണ്ട്. അപ്പോഴൊരു വാദത്തിന് വേണമെങ്കിൽ ചോദിക്കാം, ആരെങ്കിലും പറയാതെ എങ്ങനെയാണോ ഉപദേശി അമ്മ അറിയുന്നത്? കാരണമുണ്ട്. അമ്മ അവിടെ ഉണ്ടായിരുന്നു, യേശുവിനെ ശിഷ്യന്മാരെ ക്ഷണിച്ചിരുന്നു എന്ന് മുമ്പേ എഴുതിയിട്ടുണ്ട്. അതും കൂടെ വായിക്കണം. 3-ാം നാൾ ചാർലി പാസ്റ്റർ വീട്ടിൽ ഒരു കല്യാണം ഉണ്ടായി. മത്തായി പാസ്റ്റർ അവിടെ ഉണ്ടായിരിക്കുന്ന പാസ്റ്ററിന് അവിടുത്തെ കുറവറിയാം. ക്ഷണിക്കപ്പെട്ട് ചെല്ലുന്ന എന്നോട് പറഞ്ഞാലേ അറിയൂ. അത്രേ ഉള്ളൂ വിഷയം. അപ്പോഴടുത്തൊരു ചോദ്യം വാദത്തിന്, അത് പറയാതെ യേശുവിന് അറിയാമല്ലോ, യേശു ദൈവമല്ലയോ? അറിയാം. പക്ഷെ അത് അവിടെയുള്ള ഒറ്റ മനുഷ്യൻ അറിയത്തില്ല. കാരണം യേശു അന്നുവരെ അത്ഭുതം ചെയ്തിട്ടില്ല. ആകെ അറിയാവുന്ന ഒരു വ്യക്തി അമ്മ മാത്രമേ ഉള്ളൂ. കാരണം അമ്മയോടാണ് ദൂതം വെളിപ്പെടുത്തിയത്, ഇവൻ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ആ അറിവുള്ള അമ്മ മോനോട് പറഞ്ഞതിനകത്ത് യാതൊരു തെറ്റുമില്ല. എന്നാൽ അവിടെയുള്ള ജനത്തിന് അത് അറിയത്തില്ലായിരുന്നു. കാരണം അന്ന് വരെ യേശു അത്ഭുതം ചെയ്തിട്ടില്ല. എന്നാൽ അന്ന് യേശു അത്ഭുതം ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്തു? കുരുടനെയും ചെകടനെയും മുടന്തനെയും മുറിഞ്ഞനെയും വലിച്ചു വാരിയെടുത്ത് യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു മാറ്റി പൊളിച്ച് യേശുവിൻ്റെ മുമ്പിൽ ഇറക്കിയത്. കാര്യം ജനത്തിന് മനസ്സിലായി ഇവൻ അത്ഭുതം ചെയ്തതിനായി. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിൻ്റെ പേരിൽ ബഹുമാന്യായ അമ്മയെ നിങ്ങൾ ആരും കൂടെ അറിയാത്ത പേരെ പിടിച്ചിട്ട് ആ അമ്മയെ ഇന്നും കരയിപ്പിക്കരുത്. കർത്താവ് മേഘപ്രത്യക്ഷതയിൽ വരുമ്പോൾ നാം എല്ലാവരും പ്രതിഫലം പ്രാപിക്കാനിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, ബൈബിൾ സാക്ഷിയായി ഞാൻ വിശ്വസിക്കുന്നു, പ്രതിഫലം വിഭാഗിക്കുന്ന നാളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പ്രാപിക്കുന്ന ഒരു സ്ത്രീ എന്ന കഥാപാത്രം ഉണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിൻ്റെ അമ്മയാകാൻ ഭാഗ്യം ലഭിച്ച മറിയായിരിക്കുമെന്ന് വളരെ വ്യക്തമായി ഞാൻ വിശ്വസിക്കുന്നു. കാരണം യേശു ക്രിസ്തുവിനെ ഉദരത്തിൽ ചുമക്കാനുള്ള മഹാഭാഗ്യം ലഭിച്ച ആ അമ്മയെപ്പോലൊരു അമ്മ ലോകത്തിലുണ്ടായിട്ടില്ലെന്നും ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ആ അമ്മയെ മധ്യസ്ഥയാക്കി പ്രാർത്ഥിക്കാൻ വിശുദ്ധ വേദപുസ്തകം വ്യവസ്ഥ വെക്കാത്തതിനാലും 1 തിമോത്തിയോസ് 2-ാം അധ്യായം 4-5 വാക്യത്തിൽ ഒരേ ഒരു മധ്യസ്ഥൻ യേശുക്രിസ്തുവെന്നും, എബ്രായ ലേഖനം 8-6 മധ്യസ്ഥൻ യേശുക്രിസ്തുവെന്നും, 9-16 മധ്യസ്ഥൻ യേശുക്രിസ്തുവെന്നും വളരെ അടിവരയിട്ട് എഴുതിയിരിക്കുന്നത് കൊണ്ടും യാതൊരു വകുപ്പുമില്ല. ദയവായി ക്ഷമിക്കുക. അപ്പോൾ അതുകൊണ്ട് യേശുക്രിസ്തുവിനെ 30-ാമത്തെ വയസ്സിൽ കാനാവിലെ കല്യാണ നാളിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് പ്രവർത്തിക്ക് ആരംഭം കുറിച്ച കർത്താവ് 33-ര തിരുവയസ്സിൽ ഇതാ മാനവജാതിയുടെ പാപം സ്വന്തം ചുമലിൽ വഹിച്ചുകൊണ്ട് കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് അവൻ നടന്നു കയറുകയാണ്.
ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദേശമേ, നിന്റെ കണ്ണുകൾ ഉയർത്തി ഇന്ന് രാത്രി കാൽവരിയിലേക്കൊന്ന് നോക്ക്. അറുക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ, രോമം കത്തിരിക്കുന്നതിന് മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ, ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായവൻ, വെണ്മയും ചുവപ്പുമുള്ള എൻ്റെ പ്രിയൻ ഇന്ന് രാത്രി നീ കാണുന്നുണ്ടോ? കണ്ടാൽ തിരിച്ചറിയാത്തവണ്ണം ഒരു മാംസപിണ്ഡമായി, കണ്ടാൽ തിരിച്ചറിയാത്തവണ്ണം, അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് ഒരു മാംസപിണ്ഡമായി കാൽവരിയുടെ കൊലക്കളത്തിൽ പ്രാണനാഥനിതോ മഹായാഗമായി. രാത്രി സഹോദരി നിനക്ക് വേണ്ടി, രാത്രി സഹോദര നിനക്ക് വേണ്ടി, നിന്റെ കുഞ്ഞിന്റെ ചെറുവിരല് സ്കൂളിലൊന്ന് തട്ടിമറിഞ്ഞു, ടീച്ചർ വിളിക്കുക, ഓടിവാ, നിങ്ങളുടെ കുഞ്ഞിന്റെ വിരലൊന്ന് മുറിഞ്ഞു, 2 തുള്ളി ബ്ലഡ് താഴെ വീണെന്നറിഞ്ഞാൽ ഇരിക്കുന്ന ജോലി സ്ഥലം മറന്ന്, ഇരിക്കുന്ന ഇടം മറന്ന്, വണ്ടി വിളിച്ചോടിപ്പിരണ്ട് സ്കൂളിലെത്തുന്ന മാതാവേ, പിതാവേ, ഇന്ന് രാത്രി കാൽവരിയിലേക്ക് നോക്ക്. ഒരു തുള്ളിയല്ല, ഒരു തുള്ളി പോലും ബാക്കിയില്ലാതെ, അതേ തുറക്കപ്പെട്ട നെഞ്ചുമായി ഇനി പുറപ്പെടാൻ രക്തമില്ലാതെ വെള്ളം പുറപ്പെട്ടവനായി കാൽവരിയുടെ കൊലക്കളത്തിൽ കിടക്കുന്ന യേശുവിനെ ഇന്ന് രാത്രി നീ കാണുന്നുണ്ടോ? ആമേൻ. മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ നാരായണനെന്നോ കറിയായെന്നോ മമ്മദ് കുട്ടിയെന്നോ വ്യത്യാസമില്ലാതെ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് എൻ്റെ യേശു നടന്നു കയറി. യേശു ക്രിസ്തു മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ക്രൂശിക്കപ്പെട്ടു. അരിമത്യക്കാരനായ യോസേഫിൻ്റെ കല്ലറയ്ക്കൽ ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തു. ഇന്ന് രാത്രി അഭിമാനത്തോടെ പറയട്ടെ, 3 ആണി കൊണ്ട് എൻ്റെ യേശു അവസാനിച്ചിരുന്നെങ്കിൽ, 3 ആണി കൊണ്ട് അവസാനിച്ച പ്രവാചകനെ പ്രസംഗിക്കാൻ ഷമീർ വരത്തില്ല. 3 ആണി കൊണ്ട് അവസാനിച്ച പ്രവാചകനെ പ്രസംഗിക്കാൻ പാസ്റ്റർ കണക്കനുസരിച്ചോളം കുടുംബങ്ങള് ഇതേ പശ്ചാത്തലത്തിൽ നിന്ന് ഇന്ന് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നത്. ക്രൈസ്തവ സ്നേഹിത, നീ ഓർക്കുന്നുണ്ടോ യേശു പറഞ്ഞ വാക്ക്? നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ എനിക്ക് വേണ്ടി ആർത്തു വിളിക്കും. ക്രിസ്ത്യാനി, നീ മിണ്ടാതിരുന്നാൽ ഇതാ ഒരു ഷമീറുണ്ട്, ഇതാ ഗോപാലകൃഷ്ണനുണ്ട് യേശുവിനെ ഉയർത്തുവാൻ. ആമേൻ. തീർന്നില്ല. 3 ആണി കൊണ്ട് എൻ്റെ യേശു അവസാനിച്ചില്ല. നോക്ക്, ചരിത്രത്തിൽ ഇന്ന് വരെ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു ഡെഡ് ബോഡി സംരക്ഷിക്കാൻ പട്ടാളക്കാർ തോക്കും കൊണ്ട് നിന്ന ചരിത്രം എവിടെങ്കിലും വായിച്ചിട്ടുണ്ടോ? ബാങ്കിൻ്റെ മുമ്പിൽ തോക്കും കൊണ്ട് നിൽക്കുന്നത് മനസ്സിലാക്കാം, മന്ത്രിയുടെ MLA പുറകെ തോക്കും പിടിച്ച് വരുന്നത് മനസ്സിലാക്കാം. പക്ഷേ ഒരു ശവശരീരം, ഒരു ഡെഡ് ബോഡി ആരെങ്കിലും എടുത്തോണ്ട് പോകുമെന്നും പറഞ്ഞ് പട്ടാളക്കാര് ഉറക്കമിളച്ച് തോക്കും പിടിച്ച് കാവല് നിൽക്കേണ്ട ഗതികേടില്ല. എന്നാൽ ഇന്ന് രാത്രി ഷമീർ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ ഭൗതിക ശരീരത്തിന്റെ മുമ്പിൽ റോമാ ഗവൺമെന്റിന്റെ പടയാളികൾ കണ്ണിൽ അഗ്നിയും കയ്യിൽ ആയുധവുമായി അവർ കാവല് നിന്നു. കാരണം ഞാൻ പ്രസംഗിക്കുന്ന യേശു അവൻ ജീവിച്ചിരുന്നപ്പോൾ പ്രഖ്യാപിച്ചു, മാനവജാതിക്ക് വേണ്ടി ഞാൻ എൻ്റെ പ്രാണനെ കൊടുക്കുകയും 3-ാം നാളിൽ അതിനെ തിരികെ പ്രാപിക്കുകയും ചെയ്യും. പ്രൈസ് ദ ലോർഡ്. കേൾക്കുന്നുണ്ടോ? അതാ നൂറുകണക്കിന് പ്രവചനങ്ങളെ നിവർത്തീകരിച്ചുകൊണ്ട് 3-ാം ദിനത്തിൽ ഷമീർ പ്രസംഗിക്കുന്ന യേശു മരണത്തെ ജയിച്ചു, പാതാളത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു. പ്രൈസ് ദ ലോർഡ്. എന്തുകൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്നു? എന്തുകൊണ്ട്? ഈ നാട്ടിലെ തണ്ടും തടിയുമുള്ള ചെറുപ്പക്കാരെ പോലെ തണ്ടും തടിയുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ ഈ വേദിയിൽ നിരന്നിരിക്കുന്നു. ഇവർക്കും പറ്റത്തില്ലേ അങ്ങോട്ട് ഇറങ്ങി നിന്ന് 2 വാക്കും പാൻപരാഗം സിഗരറ്റും അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടും മടക്കി കുത്തി 2 വേലയൊക്കെ കാണിക്കാൻ ഇവർക്കും പറ്റത്തില്ലേ? എന്തേ എല്ലാം വിട്ടേച്ച് അവൻ നാണവും മാനവും ഇല്ലാതെ പൊട്ടനെ പോലെ കയറിയിരുന്ന് ഈ ദൈവത്തെ പാടുന്നു? എന്തേ പ്രസംഗിക്കുന്നു? ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും കുമ്പനാട്ടും എടത്തുവായിലും അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറയുടെ മുമ്പിലല്ല.
ഇതാ പാലസ്തീന്റെ പച്ചമണ്ണിൽ ഒരു കവരണം ഇന്നും തുറന്നു കിടക്കുന്നു. ആമേൻ. ഒരു കവരണം ഇന്നും തുറന്നു കിടക്കുന്നു. സകല കല്ലറകളിലും അവർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്ന് എഴുതിയിരിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അവനിവിടെ ഇല്ലോ, അവനിവിടെ ഇല്ലോ, അവനിവിടെ ഇല്ലോ, അവൻ ഉയർത്തെഴുന്നേറ്റു. ആമേൻ. ശമീർ പ്രസംഗിക്കുന്ന യേശു ഉയർത്തെഴുന്നേറ്റു. നാം എല്ലാവരും ബഹുമാനിക്കുന്ന മഹാത്മാ ഗാന്ധി എന്ന ബാപ്പുജിയുടെ ശവകുടീരത്തിൻ്റെ മുമ്പിൽ ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു ആമേ 3-ാം ദിനത്തിൽ വിളിച്ചു പറഞ്ഞ വാചകം ചരിത്രത്തിൻ്റെ താളുകളിൽ ഇങ്ങനെ കോറിയിട്ടിരിക്കുന്നു, അല്ലയോ മഹാത്മജൻ, അല്ലയോ മഹാത്മജൻ, അങ്ങ് മരിച്ചു, ഇതാ 3-ാം ദിനമായിരിക്കുന്നു. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്, യേശു എന്നാണ് അവൻ്റെ പേര്. ആ യേശുവും ഒരു വെള്ളിയാഴ്ച മരിച്ചു, 3-ാം ദിവസം ആ യേശു ഉയർത്തെഴുന്നേറ്റെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അല്ലയോ മഹാത്മജൻ, അങ്ങെന്തേ ഉയർക്കുന്നില്ല? സരോജിനി നായിഡുവിൻ്റെ ചോദ്യത്തിന് ബാപ്പുജിയുടെ കല്ലറ മറുപടി പറഞ്ഞില്ല. എൻ്റെ അവസാനത്തെ തുള്ളി രക്തവും ഭാരതത്തിൻ്റെ മോചനത്തിനാണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ധീരവനിത ഇന്ദിരാഗാന്ധിയുടെ മൃതശരീരവും ഉയർത്തില്ല. പെരുമ്പതൂരിലെ കരിമ്പനകൾക്ക് നടുവിൽ പൊട്ടിച്ചുതറി തെറിച്ചുപോയ ഇന്ത്യയുടെ പൊന്നോമന പുത്രൻ രാജീവ് ഗാന്ധിയുടെ മൃതദേഹം ഉയർത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ശമീർ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കല്ലറ അതാ ഇന്നും ചരിത്രത്തിന്റെ നാളുകളിൽ തുറക്കപ്പെട്ട് കിടക്കുന്നു. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ആമേൻ. ഉയർത്തെഴുന്നേറ്റ യേശു 40-ഓളം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായിക്കൊണ്ട് പിതാവിൻ്റെ അടുക്കൽ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് ശിഷ്യന്മാർക്കൊരു അന്ത്യകൽപ്പന കൊടുത്തു. ആ ഭാഗം കൂടെ പറഞ്ഞ് നമ്മൾ ഒന്നിച്ച് പാടി ആമേ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് കേട്ടോണം. ആമേ. മത്തായി 28:18. അപേക്ഷയല്ല, യാചനയല്ല, നിനക്ക് വേണ്ടി പ്രാണനെ തന്ന യേശു ക്രിസ്തുവിൻ്റെ കൽപ്പന. വായിക്കാം. മത്തായി 28:18. യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. നിൽക്കട്ടെ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എൻ്റെ യേശുവിന് നൽകപ്പെട്ടു. വിശ്വസിക്കുന്നവർ ആമേൻ പറ. ആമേൻ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടത് കൊണ്ട് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് എന്ത് ചെയ്യണം? പുറപ്പെടണം. അച്ഛൻ പറയണ്ട, ഇവര് പറയട്ടെ, ഉറക്കെ പറ. ആരോടാ പറഞ്ഞേ? ഷമീറിനോടല്ല പറഞ്ഞേ. 1-ാമത്തെ മാർപ്പാപ്പ എന്ന ക്രൈസ്തവരവകാശപ്പെടുന്ന പത്രോസ് ലീഗായോടും കൂട്ടരോടും കർത്താവ് പറഞ്ഞു എന്തുവാ? ഭദ്രാസനം അടിച്ച് ആസനം അടിച്ച് അവിടെ ഇടാന്നല്ല പറഞ്ഞു, പുറപ്പെടാനാ പറഞ്ഞേ. മനസ്സിലായോ? നീ പുറപ്പെട്ടു പോണം. എന്തിന്? ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട്. ഇത് പറയാനല്ല. അടുത്ത കേട്ടോ എന്തോ ചെയ്യണോന്ന് വായിക്കും. പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഇത് പെന്തിക്കോസുകാരുടെ കൽപ്പനയല്ലെന്ന്. സ്നാനം കഴിപ്പിക്കണമെന്ന് പെന്തിക്കോസുകാരുടെ കൽപ്പനയല്ല സ്നാനം. നിനക്ക് വേണ്ടി പ്രാണനെ തന്ന യേശു ക്രിസ്തുവിന്റെ കൽപ്പന. നീ സ്നാനപ്പെടണമെന്ന്. യോ പാസ്റ്ററെ, നിങ്ങളെ പോലെ മുസ്ലിമീന്നും ഹിന്ദുവീന്നും ഒക്കെ വരുന്നവരില്ലയോ, അവരെ ആ സ്നാനപ്പെടണ്ടേ? ഞങ്ങളൊക്കെ ജനിച്ചതേ ക്രിസ്ത്യാനി. ഒരെണ്ണം ഇല്ല ഇവിടെ ക്രിസ്ത്യാനി. തൻ്റെ ഇടം ഉണ്ടോ? ഒരെണ്ണം ഇല്ല. ഈ പുസ്തകപ്രകാരം വചനപ്രകാരം 3 കൂട്ടം ആൾക്കാരാ ലോകത്തിലുള്ള. ഒന്ന് യഹൂദന്മാർ. ആരെങ്കിലും ഉണ്ടോ? കൈപോക്ക്. എൻ്റെ അപ്പൻ യഹൂദനാണെന്ന് തൻ്റെ ഇടം ഉള്ളൊരു കൈപോക്ക് ഇല്ലല്ലോ. ഉണ്ടായിരി. യഹൂദനല്ലാത്ത സകലനെയും ബൈബിൾ വിളിച്ചിരിക്കുന്ന ഒറ്റപ്പേര് ജാതികൾ. പിന്നെ ഒരു ഗ്രൂപ്പ് കൂടെ ഉണ്ട് ഇതിനകത്ത്, ദൈവമക്കൾ. ഇതിനകത്ത് 3 തന്നേ ഉള്ളൂ. ഒന്നുകിൽ നീ യഹൂദൻ, അല്ലേ നീ ജാതി, അല്ലേ ദൈവമക്കൾ. ദൈവമക്കളാണോ അതിന് വ്യവസ്ഥയുണ്ട്, അല്ലെങ്കിൽ നീ ജാതി. അല്ല ഞങ്ങൾ ജനിച്ച പിന്നെ ആശ്വസിക്കാം, നല്ലതാ. പുസ്തകം അംഗീകരിക്കത്തൊന്നുമില്ല. അതുകൊണ്ട് കേട്ടോണം. ആമേ. നിങ്ങൾ പുറപ്പെട്ട പുത്രനെയും പരിശുദ്ധാത്മാവിനെയും സ്നാനം കഴിപ്പിക്കണം. ആ രംഗം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഒരിക്കൽ ഒരു സ്ഥലത്ത് പ്രസംഗം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു അച്ചായപ്പൻ എന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ നിങ്ങൾ ഈ ഉപദേശമാരെ എവിടെ ഒടുക്കാൻ കൊണ്ടിട്ട് യേശു സ്നാനപ്പെടുത്തിയിട്ടില്ലയോ? വെച്ചാ ഇല്ല. അയ്യോ, അങ്ങനെ ബൈബിളിലുണ്ടോ?
ശിഷ്യന്മാർ അല്ലാതെ ആ ശിഷ്യന്മാരല്ലാതെ ആ യേശു തന്നെ ആ. സ്നാനം കഴിപ്പിച്ചില്ലതാനും. കഴിപ്പിച്ചില്ല താനും. അയ്യോ, അപ്പൊ അച്ഛൻ പറഞ്ഞു ശരിയാണല്ലോ. ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ല താനും. ഉയ്യോ. കണ്ട 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 ഞാൻ കണ്ടു. ആ അതാ പറഞ്ഞ വായിക്കണോ കേട്ടാ, ഓക്കെ എന്നും പറഞ്ഞ് അങ്ങോട്ട് പോയി. ഹലോ അച്ഛാ, അങ്ങനെ അങ്ങ് പോയാലോ, ഇഞ്ഞു വാന്ന്. ഏതായാലും രണ്ടും കൊണ്ട് വന്നേല്ലേ, അവിടെ ഇരി. ഞാൻ പറയുന്നതും കൂടെ ഒന്ന് കേട്ടു. അതല്ലേ ഒരു ജനാധിപത്യം അല്ലയോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ഏതായാലും ഈ 3 കഴിഞ്ഞാണോ 4, അതോ 4 കഴിഞ്ഞാണോ 3 എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു അതിപ്പോൾ ആർക്കും അറിഞ്ഞുകൂടാതെ 3 കഴിഞ്ഞല്ലയോ 4 ആണോ. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, 3ന്റെ 22 തുടങ്ങി 4ലോട്ട് നമുക്ക് വരാം. അതല്ലേ അതിന്റെ ഭംഗി. ഒന്ന് നിർത്തി വായിക്കണം. അതിന്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി നിങ്ങൾ പറ, ആരാന്ന് മാത്രം പറഞ്ഞാൽ മതി. യേശു ആരാ, തർക്കമില്ലേ. ഇനി ഞാൻ പോയി കഴിഞ്ഞിട്ട് അത് യേശുവിന്റെ വല്യമ്മച്ചിയുടെ മോനാന്നൊന്നും ആരും പറഞ്ഞേക്കരുത്. യേശു ശിഷ്യന്മാരുമായി യഹൂദ്യദേശത്ത് വന്ന്. എവിടെ വന്നു? വ്യാഖ്യാനം ഒന്നും ഇല്ലാതിരിക്കാനായി ചോദിക്കുന്ന കൂടെ യഹൂദ്യദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. എന്താ ചെയ്തോണ്ട്? ആര്? എന്താ മുടി വെട്ടിക്കൊണ്ടിരുന്ന? പിന്നെന്തോ ചെയ്തോണ്ടിരുന്നു? ആന്നല്ലേ. ഇത് ഇങ്ങനെ കണ്ടില്ല, രണ്ടും കൊണ്ട് നടക്കുക. പള്ളിയിൽ നിന്ന് കിട്ടിയതായി 2, അതുകൊണ്ട് നടക്കുക. ശിഷ്യന്മാരെ കൊണ്ട് സ്നാനം കഴിപ്പിച്ചെന്നല്ല, അവരോട് കൂടെ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നു യേശു. തീർന്നില്ല അമ്മാമേ, തുടങ്ങിയതേ ഉള്ളു. അവിടെ ഇരി, വായിക്കേ. യോഹന്നാനും ശാലേമിനരികത്ത് ഏനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പൊ യേശു യഹൂദിയയിൽ സ്നാനം, യോഹന്നാൻ ഐനോനിൽ സ്നാനം. ഇപ്പൊ 2 സ്ഥലത്ത് എന്ത് നടക്കുന്നു? നിങ്ങൾ പറ. സ്നാനം നടക്കുന്നു. വ്യാഖ്യാനം ഒന്നും ഇല്ലേ? അടുത്ത വാക്ക്. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. അതൊന്നുകൂടെ വായിര്. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. അപ്പൊ സ്നാനപ്പെടാൻ കിണ്ടിയിലെ വെള്ളം പോരാ, അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ പെന്തിക്കോസുകാർ വെള്ളമുള്ള സ്ഥലം തപ്പി നടക്കുന്നു. ഇവിടെ എരുമയെ കുളിപ്പിക്കുന്ന കുളത്തിലോ അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ സ്നാനപ്പെടാൻ വളരെ വെള്ളം. ഇപ്പൊ വേണ ചില പറയും അത്രേ അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു. എന്റെ അടുക്കൽ വരുന്നു ചോദിച്ചാൽ അവൻ സ്നാനമേറ്റ ഉടനെ ഉറക്കെ പറ കയറി. ആനപ്പുറത്തൊന്ന് ഇറങ്ങണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഉറക്കെ പറ. കയറണം. കയറാതെ അങ്ങനെ ഇറങ്ങുന്നത്. യേശു വെള്ളത്തിൽ നിന്ന് കയറി എന്ന് പുസ്തകത്തിലുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാതെ എങ്ങനെ കയറുമെന്ന്, അല്ലെങ്കിൽ വലിയ തലയുള്ളവരുണ്ടെന്ന് പറയുക. ഇറങ്ങാതെ എങ്ങനെ കയറുന്നതെന്ന്. ഇനി വേറെ ആരെങ്കിലും ഇറങ്ങിയതിന് തെളിവുണ്ടോ? വീട്ടിൽ പോയി വായിക്കണം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം വീട്ടിൽ പോയി വായിക്കണം. അവിടെ ഒരാളുണ്ട്, ഷണ്ണൻ എന്ന അധികാരി, ഐത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി. അന്നത്തെ ഭാഷയിൽ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകൻ ഷണ്ണൻ. ഇതേ എവിടെ പോയിട്ട് വരുമെന്ന് അറിയാമോ? വെണ്ടയ്ക്ക പോലെ എഴുതി വെച്ചിട്ടുണ്ട്. എവിടെ പോയിട്ട് വരുക? യെരുശലേം പള്ളിയിൽ പോയി നമസ്കാരവും കഴിഞ്ഞ് വരിക. അവിടെ പള്ളിയിൽ പോയി നമസ്കാരവും കഴിഞ്ഞ് കുർബാനയൊക്കെ കൊണ്ട് വരിക. പക്ഷേ സുവിശേഷം കേട്ടത് ഉപദേശിയെ കണ്ടപ്പോഴാണ്. അത് മനസ്സിലായി. ഇന്നും അങ്ങനെ. ഇയാള് പള്ളിയിൽ പോയിച്ച് തിരിച്ചു വരുന്ന യശയ്യാപ്രവാചകന്റെ പുസ്തകം എടുത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. അറക്കാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെയും രോമം കത്രിക്കുന്ന മുമ്പിൽ ഉണ്ടായിരിക്കുന്ന കുഞ്ഞാടിനെ പോലെയും വായ തുറക്കാൻ. ഇത് വായിച്ചു ഉടനെ ഫിലിപ്പ് വായിക്കുന്നത് എന്നാ മനസ്സിലാകാനാ? ആട്ടിനെ അർത്ഥ കഥയൊക്കെ ഇറച്ചി എവിടെ കിട്ടുമോ എന്തോ. അല്ല, ആരെങ്കിലും പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ ഞാനിതൊക്കെ എങ്ങനെ അറിയുന്നത്? ആരെങ്കിലും പറഞ്ഞു തരണ്ടേ? എന്നാൽ ഞാൻ പറഞ്ഞു തരട്ടെ സാറേ, ഒരു ഉപദേശിയാണ്. പിന്നെന്താ, കയറിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ കയറിയിരുന്നു, ഉപദേശം പറഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്നു വ്യക്തമായി, ഫിലിപ്പോസ് ഷണ്ടനോട് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. അപ്പോൾ പള്ളിയിൽ പോയിട്ട് വന്ന ആൾ സുവിശേഷം കേട്ട ഉപദേശിയെ കണ്ടപ്പോൾ, അതുകൊണ്ട് വല്ലപ്പോഴും ഉപദേശിയും കൂടെ അടുത്തും കൂടെ കൂടണം, എന്നാലേ സുവിശേഷം കേൾക്കത്തുള്ളൂ. അപ്പോൾ സുവിശേഷം കിട്ടും. വെള്ളമുള്ളൊരു സ്ഥലമെത്തിയപ്പോൾ ഷണ്ടൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനപ്പെടുന്നതിന് എന്ത് തടസ്സം? അടുത്ത വാക്ക്, അവരിരുവരും വെള്ളത്തിലിറങ്ങി. അപ്പോൾ അവരും വെള്ളത്തിലിറങ്ങി, യേശുവും വെള്ളത്തിലിറങ്ങി. കാരണം അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ വെള്ളം വേണം. വെള്ളത്തിലിറങ്ങി ആണ് സ്നാനം. കോരിക്കൊണ്ട് തളിക്കുന്ന വകുപ്പ് പുസ്തകത്തിലില്ല, അതുകൊണ്ട് ഞങ്ങൾക്കുമില്ല. അതുകൊണ്ട് തിരിച്ച് യോഹന്നാനിലേക്ക് വരാം. അവിടെ വെള്ളം, വളരെയധികം വെള്ളം ഉണ്ടായിരുന്നു. അടുത്ത വാക്ക് താഴോട്ട്. ആളുകൾ വന്ന് സ്നാനമേറ്റു. അത് പെന്തിക്കോസുകാർക്കുള്ള ദൂത, അതുകൊണ്ട് ഒന്നുകൂടെ വായിക്കണം.
ആളുകൾ വന്ന് സ്നാനമേറ്റു. ആളുകൾ വന്ന് സ്നാനപ്പെട്ടു. പിടിച്ചു വലിച്ചു മുക്കിയെന്നല്ല, ആരെയും പിടിച്ചു വലിച്ചു മുക്കരുത്. കാര്യം കറ തീർത്ത് പറഞ്ഞു കൊടുക്കണം. അതിനാണ് നിന്നെ ദൈവം അയച്ചത്. മനസ്സിലായോ? ചിലർ പറഞ്ഞു, അയ്യോ നമ്മളെ അങ്ങനെ കട്ടിക്കൊക്കെ പറഞ്ഞാൽ അവരാരും പിന്നെ വരുത്തി. അത് നിന്റെ ചിന്തയാണ്. വരുവോ വരാതിരിക്കുമോ ഒന്നും വിഷയമല്ല. ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രസംഗം കേൾക്കുന്ന ഇത്ര ആൾക്കാർ ചെറുപ്പക്കാരോടെ നിൽപ്പുണ്ട്. ഈ പ്രസംഗം കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ടൊക്കെ ചെന്ന് മര്യാദയ്ക്ക് പാടാനൊന്നും പിടിച്ചു വലിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് പറയാനാ ദൈവം ഏൽപ്പിച്ച പറഞ്ഞു. അവർക്ക് ചെവിയുണ്ട്, അവർ വേണമെന്ന് കേൾക്കട്ടെ, വേണ്ടാത്തവർ പോയി കിടന്ന് അവരനുഭവിക്കട്ടെ. നമുക്കെന്നാ പറയാനേ ഏൽപ്പിച്ചിട്ടുള്ളൂ. അത് പറയുക മാത്രം ചെയ്യുക. ആരെയും പിടിച്ചു വലിച്ചു മുക്കരുത്. കാര്യം കറ തീർത്ത് പറഞ്ഞു കൊടുക്കണം. അത് ഹൃദയത്തിനകത്ത് ഉൾക്കൊണ്ട് ഒരുത്തൻ മുന്നോട്ട് വരിക, പാസ്റ്ററെ എനിക്ക് കാര്യം മനസ്സിലായി, എനിക്ക് സ്നാനമേൽക്കണം, അവനെ സ്നാനം കഴിപ്പിക്കണം. ആരെയും പിടിച്ചു വലിച്ചെന്ത് ചെയ്യരുത്, മുക്കരുത്. അങ്ങനെ മുക്കിയതിൻ്റെ ഫലമാണ് ഇപ്പം നാട്ടുകാർ നമ്മളെ ഓർത്ത് ചിരിക്കുന്നത്. മനസ്സിലായോ? അവനും ബന്ധിക്കോസാ തോണ്ട കള്ളി ഷാപ്പി ഇരിക്കുന്നു. എന്തിനാ ഇത് പറയിക്കുന്നത്? ഇത് പറയിക്കരുത്. കാര്യം അവനൊന്നും ഗുണപ്പെട്ടവനല്ല. ഈ ഇടയ്ക്ക് നമ്മുടെ വീട്ടിനടുത്ത് രാജു എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ട്. ഞാൻ വഴി പോയപ്പോൾ ഒന്ന് കയറിയതാ. ഉടനെ പുള്ളി തെങ്ങും ചാരി വലിച്ചുകൊണ്ടിരിക്കുക. എന്നെ കണ്ടൊരു വെപ്രാളമൊക്കെ. ഞാൻ ചോദിച്ചു, എന്തു ഒരാഴ്ച കാണിച്ച്? നിങ്ങൾ സ്നാനപ്പെട്ട മനുഷ്യനാണെന്നല്ലോ കേട്ടെ. ഓ സ്നാനപ്പെട്ട് ഓ പാസ്റ്റർ സ്നാനപ്പെട്ടില്ലേ? ഓ ഞാൻ അവിടെ കണ്ട് കിടന്ന് ഉറങ്ങിയതാണ്. പാസ്റ്റർ ഇങ്ങോട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, ഇന്ന് 6 പേര് സ്നാനപ്പെടുന്നുണ്ട്. 6 പിശാചിൻ്റെ സംഖ്യ, 7 ദൈവത്തിൻ്റെ സംഖ്യ. അതുകൊണ്ട് 7 തേക്കാൻ ഇങ്ങോട്ട് വരാൻ. ഉറങ്ങിക്കിടന്നവനെ പിടിച്ച് 7 തേക്കാൻ അങ്ങോട്ട് മുക്കിയെന്ന്. ഈ വകുപ്പൊന്നും ചെയ്യല്ലേ. ഒരു കാലത്ത് ദൈവമക്കളെന്ന് പറഞ്ഞാൽ അഭിമാനിക്കാവരും. ഇന്നിപ്പോൾ ആരുടെ പാസ്റ്ററാന്ന് ചോദിച്ചാൽ പിന്നെ അത് മതി, ഓ പറഞ്ഞു പോയാൽ പ്രശ്നമാണ്. ഇതേപോലെ ഗുണപ്പെടാത്തവന്മാർ ഇറങ്ങി ഇതിനകത്ത് നാശകോടാലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ടവനെ, ചത്തവനെ എന്ത് ചെയ്യാവും? കുഴിച്ചിടാവും. അതുകൊണ്ട് രംഗത്ത് വരുന്നവനെ സ്നാനം കഴിപ്പിക്കുക. ആളുകൾ വന്ന് സ്നാനം വായിച്ചു നിർത്താം. വായിച്ചു. ആളുകൾ യോഹന്നാനെ തടവിലാക്കിയിരുന്നു. തടവിലാക്കിയെങ്കിൽ പുള്ളി അവിടെ നിന്ന് മുക്കത്തില്ലോ, താഴുവായി. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദൻ നിൽക്കട്ടെ. അതാരാന്ന് ഇവര് പറയട്ടെ. യോർദാൻ അതിന്റെ തെളിവ് വേണോ? അടുത്ത വാക്ക്, തന്നെ നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ. യോഹന്നാൻ സാക്ഷീകരിച്ചത് ആരെയാ? എന്റെ പിന്നാലെ ഒരു വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ലെന്ന് യോഹന്നാൻ സാക്ഷീകരിച്ചത് ആരെയാ? യേശുവിനെ. ആ യേശു തന്നെ ഇതാ സ്നാനം കഴിപ്പിച്ചിരിക്കുന്നു. കഴിപ്പിച്ചിരിക്കുന്നല്ല, കഴിപ്പിക്കുന്നു. അങ്ങനെ നിന്നോട് നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു. ഇതിൽ അങ്ങേര് കണ്ടില്ല, രണ്ടും കൊണ്ട് നടക്കുക. മനസ്സിലായോ? അപ്പോൾ അവിടെയും യേശു സ്നാനം കഴിപ്പിക്കുന്നു. ഇനി അപ്പോൾ ചിലർക്കൊരു ചിന്ത വരും, പിന്നെന്താ പാസ്റ്റർ ആ 2-ാം വാക്യം അങ്ങനെ എഴുതിയെന്നൊരു ചിന്ത വരും. അത് ഞാൻ തെളിയിച്ചിട്ടല്ലേ പോവുള്ളൂ. എന്തുകൊണ്ട് 2-ാം വാക്യം അങ്ങനെ എഴുതി? അതിന് മുമ്പ് 1-ാം വാക്യം വായിക്കണം. 4:1. യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ടു. നിൽക്കട്ടെ. ഇപ്പൊ യോഹന്നാനേക്കാളും അധികം പേര് ആര് സ്നാനം കഴിപ്പിക്കുന്നു? ഇതിൽ അങ്ങേര് കണ്ടില്ല. യോഹന്നാനേക്കാൾ അധികം പേരെ യേശു സ്നാനം കഴിപ്പിക്കുന്നു എന്ന് ആര് കേട്ടു? പരീശ പുരോഹിതന്മാര് കേട്ടു. ഇതാരറിഞ്ഞു? അടുത്ത വാക്ക്, കേട്ടു എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ. കർത്താവ് പറഞ്ഞു. എന്തറിഞ്ഞു? പരീശന്മാരുടെ കാതിൽ വിവരമെത്തിയിട്ടുണ്ട് എന്നാരറിഞ്ഞു? കർത്താവ് അറിഞ്ഞപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ലതാനും. എപ്പോൾ? പരീശന്മാരുടെ കാതിൽ വിവരമെത്തിയെന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ പിന്നെ കർത്താവ് ആരെയും സ്നാനം കഴിപ്പിച്ചില്ല. എന്താ കാരണം എന്നറിയണ്ടേ? അടുത്ത വാക്കുവായി, അവർ യഹൂദിയാദേശം വിട്ട് അവൻ യഹൂദിയാദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി എന്ന് പറഞ്ഞാൽ 3:22 അവൻ യഹൂദിയാദേശത്ത് വന്നു. 4:3 യഹൂദിയാദേശം വിട്ടു. ആളവിടുന്ന് പോവുകയെന്ന്. പിന്നെ എങ്ങനെ മുക്കുന്നത്? അതുകൊണ്ടാ ശിഷ്യന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ച്. ഇനി മനസ്സിലാകണമെങ്കിൽ ലളിതമായ ഒരു ഉദാഹരണം പറയാം. ചാർലി പാസ്റ്റർ ഹരിപ്പാട് സ്നാനം കഴിപ്പിക്കുന്നു, ഷമീർ പാസ്റ്റർ ആലപ്പുഴയെ സ്നാനം കഴിപ്പിക്കും. ഉദാഹരണം, അവിടെ യേശുവും യോഹന്നാനും, ഇവിടെ ചാർലിയും ഷമീറും. ക്ലിയർ ആണേ? ചാർലി ഹരിപ്പാട് സ്നാനം കഴിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ പേരെ ഷമീർ ആലപ്പുഴയിൽ സ്നാനം കഴിപ്പിക്കുന്നു എന്ന് ആര് കേട്ടു? അവിടെ പരീശന്മാർ, ഇവിടെ ജമാഅത്തുകാർ കേട്ടു. ഈ വാർത്ത ആരറിഞ്ഞു? അവിടെ യേശു, ഇവിടെ ഷമീർ അറിഞ്ഞപ്പോൾ പിന്നെയും അവിടെ ഇരുന്ന് മുക്കി അടിപേടിക്കാതെ പാസ്റ്റർമാരുടെ അകലോട്ട് ഏൽപ്പിച്ചിട്ട് ഞാനങ്ങ് കൊല്ലത്ത് പോയി. ഇപ്പോഴാ പിടി കിട്ടിയ കണ്ട. ഇതാണ് കാര്യം. അപ്പോൾ ചിലർ വേണോ ചോദിക്കും, അതെന്തോ പാസ്റ്റർ അടിപേടിക്കുക എന്ന് പറഞ്ഞ് അവൻ്റെ നാഴിക അതുവരെ വന്നിട്ടില്ലായിരുന്നു.
അതുകൊണ്ട് പലവട്ടം അവരവനെ കൊല്ലാൻ നോക്കി, കല്ലെറിയാൻ നോക്കി, മലയിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ നോക്കി. അവിടെ നിന്നെല്ലാം ഒഴിഞ്ഞുപോയി. എന്നാൽ ഗത്സമനയുടെ തോട്ടത്തിൽ പന്തവും വാളും പരിചയമാവുന്ന പടയാളികളുടെ മുമ്പിൽ നിവർന്നു നിന്നുകൊണ്ട് യേശു പറഞ്ഞു, നാഴിക വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് കുഞ്ഞേ, ഇതൊന്നും പഠിപ്പിച്ച് നിന്നെ തെറ്റിക്കാൻ നടക്കുന്ന വള്ളിക്കാരോട് വിട്ടുകളഞ്ഞ് ചിന്ന രാത്രി ദൂത് വിളിച്ചു പറയാം, നീ സ്നാനപ്പെട്ടേ തീരൂ. ആമേൻ. കാരണം നിനക്ക് വേണ്ടി പ്രാണനെ തന്ന യേശു ക്രിസ്തുവിന്റെ കൽപ്പന. ആമേൻ. ഈ കൽപ്പന ശിഷ്യന്മാർ ഏറ്റെടുത്തു. പുസ്തകം അടച്ചേരെ, പറഞ്ഞു നിർത്തുക. ഈ കൽപ്പന ശിഷ്യന്മാർ ഏറ്റെടുത്തു. പരിശുദ്ധാത്മ നിറവ് പ്രാപിപ്പാൻ മർക്കോസിന്റെ മാളികമുറിയിൽ കയറിപ്പോയ ശിഷ്യന്മാര് പെന്തക്കോസ്ത പെരുന്നാൾ ദിനത്തിൽ ആത്മനിറവ് പ്രാപിച്ചു. ആത്മാവ് നിറഞ്ഞവനായി ഒരാൾ പ്രസംഗിക്കാൻ രംഗത്തിറങ്ങി. ആര്? പത്രോസ്ലീഹ. പത്രോസ് രംഗത്തിറങ്ങി, ജനമേ, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ആ യേശു തന്നെ ക്രിസ്തു, പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷി. സുവിശേഷം പ്രസംഗിച്ചു. വീട്ടിൽ പോയി വായിക്കണം. പ്രവൃത്തി 2:37 പത്രോസ് ഈ വാക്കുകളെ പ്രസ്താവിക്കുമ്പോൾ വചനം കേട്ടവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അവിടെ ഞാൻ ഒരു ദൂതും കൂടെ പറയാം. ആത്മാവ് നിറഞ്ഞവൻ ഇറങ്ങി എന്ന് പ്രസംഗിച്ചാൽ ഇക്കിളിയല്ല കൊള്ളുന്നത്, ചങ്കത്ത് കത്തി കയറും. മനസ്സിലായോ? ആമേൻ. ഇരുവായ്ത്തലയുള്ള വാളാകുന്ന ദൈവത്തിന്റെ വചനം, സദ്യമജ്ജ മാംസങ്ങളെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിന്റെ വചനം അകത്തേക്ക് തുളച്ചു കയറി ചങ്കത്ത് കുത്തുകൊണ്ടു. എന്നിട്ട് കുത്തുകൊണ്ടവരെല്ലാം കൂടെ കമ്മിറ്റി കൂടി, ഒന്നുകിൽ ഈ പാർശ്വ സ്ഥലം മാറ്റണം, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ പള്ളിയിൽ പോകും. ഇപ്പൊ അങ്ങനെ ബൈബിളിൽ